സ്നേഹനന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവപരിശുദ്ധാത്മാവ് നമ്മെല്ലാം സ്പർശിക്കുവാനിടയായി തീരട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ അനുഗ്രഹിക്കാനിടയായി തീരട്ടെ. നമ്മളോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ പ്രിയപ്പെട്ട ആനി മാത്യു സിസ്റ്റർ ഡൽഹിയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മളൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തിരുസന്നിധിയിലേക്ക് ഒന്നിച്ച് കടന്നു വരുവാന്തക്കണം. അവിടുന്ന് ചെയ്ത ഉപകാരത്തിനായ സ്തോത്രം. ഇതിൻ്റെ മഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ അനിമാമയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മിക ബലത്തിന് കാരണമായി തീരാൻ പോകുന്നുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് വൻകാര്യങ്ങൾ ഇവിടുന്ന് ചെയ്യണം. അത്ഭുതങ്ങൾ ദൈവമായി കൂടിയിരിക്കണം. സമർപ്പിക്കുന്നപ്പോൾ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ഞങ്ങൾ ചോദിക്കുന്നു, കേൾക്കുമാറണമേ. അമേൻ, അമേൻ, അമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഗസ്റ്റിനെ സതിയുടെ പ്രേക്ഷകരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സിസ്റ്റർ ആനി മാത്യു ഡൽഹിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അനിമാമയുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള പരിചയവും ഒക്കെ ഉണ്ട്. അത് ഞാൻ പിന്നീട് പറയുന്നതാണ്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയപ്പെട്ട അനിമാമയെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം അമ്മ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. സുഖമായിട്ടിരിക്കുന്നേ? സന്തോഷമായിട്ടിരിക്കുന്ന. ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് സൂബിലൂടെ ആണെങ്കിലും ഒന്നുകൂടെ കാണുന്നത്. വർഷങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മോൻ അന്ന് 2-3 വയസ്സൊക്കെ ഉള്ളപ്പോഴല്ലേ? 2 വയസ്സ്. അതെ, 97. പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി പറയുകയാണ്, അനിമാമ ഞങ്ങളുടെ നാട്ടുകാരിയാണ്. ആ വിധത്തിൽ അനിമാമയുടെ ഹസ്ബൻഡിൻ്റെ കുടുംബമൊക്കെ ഞങ്ങളുടെ അതേ നാട്, അയൽവക്കം. അതിലൊക്കെ അപ്പുറമായിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ മാതൃസഭ ഒരേ ചർച്ച്. അനിമാമയും അച്ഛനും ഒക്കെ വന്ന് സ്നാനപ്പെട്ടത് ഞങ്ങളുടെ ആ ഒരു മാതൃസഭയിലാണ്. അതൊക്കെ ഇന്നും ഞാൻ ഓർക്കുന്നത്. 97 എന്നൊക്കെ പറഞ്ഞാൽ ഞാനും കൃപാവരങ്ങളുടെ ശുശ്രൂഷയിലൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. ഈ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ആ ഓർമ്മകളൊക്കെ വളരെ ശക്തമായിട്ട് ഇന്നും കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്ന് കോളേജ് സ്റ്റുഡൻ്റ് ആണ്. അതെ, അന്ന് കോളേജ് സ്റ്റുഡൻ്റ് ആണ്. പക്ഷേ അതിനോടൊപ്പം കർത്താവിൻ്റെ വേലയൊക്കെ ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കാലമായിരുന്നു മാമ എൻ്റെ ജീവിതത്തിലും. നമുക്ക് ഈ ഗ്രേസ് നമ്മൾ ഒന്നിച്ചാണ്, ഞങ്ങൾ ഒന്നിച്ചാണ്. എൻ്റെ പെങ്ങള് ഗ്രേസും അമ്മാമ എല്ലാം ഒന്നിച്ചാണ് സ്നാനപ്പെട്ടതല്ലേ? അതെ, അതെ. എബനേസർ സ്കൂളിൻ്റെ അടുത്തുള്ള ആ ഒരു സ്ഥലത്തായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. ഒത്തിരി ജീവിതാനുഭവങ്ങൾ കേൾക്കാനുണ്ട്. നമ്മൾ പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ അനുപമ ആസാദിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെയാണ് പഴയ ഓർമ്മകളും പരിചയങ്ങളും ഒക്കെ പുതുക്കാനിടയായി തീർന്നത്. ഒത്തിരി അനുഭവങ്ങൾ കേൾക്കാനുണ്ട്. അതുകൊണ്ട് പരിചയപ്പെടുത്തലുകൾ ശരിക്കും ഞങ്ങളുടെ നാട്ടുകാരി എന്ന് പറഞ്ഞെങ്കിലും അനിമാമ ജനിച്ചു വളർന്നത് അവിടെയല്ലല്ലോ, റാന്നിയിലല്ലല്ലോ. പരിചയപ്പെടുത്താൻ വേണ്ടി പറയാൻ പറ്റുമോ? കുടുംബത്തെക്കുറിച്ചും നമ്മുടെ മാതാപിതാക്കളെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ. അതെ, അതുപോലെ തന്നെ ബാബുചാനെ കുറിച്ചും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി പറഞ്ഞ ശേഷം നമുക്ക് മുന്നോട്ട് സാക്ഷ്യങ്ങൾ കേൾക്കാം. മാമയ്ക്ക് പറയാം കേട്ടോ, കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി പറയാം. മാമ ജനിച്ചു വളർന്ന സ്ഥലം എവിടെയാണ്? മാതാപിതാക്കൾ, കുടുംബം അതൊക്കെ പറയാം. പറഞ്ഞാട്ടെ. പ്രൈസ് ലോർഡ് പാസ്റ്റേ. ഈ നല്ല പ്രഭാതത്തിലെ രാവിലെ സമയം ആസാദി ടിവിയിലൂടെ കർത്താവിന്റെ ഒരു സാക്ഷിയായി തീരുവാൻ ഈ എളിയവൾക്കും ദൈവം ഒരു അവസരം ഒരുക്കിയത് ഓർത്ത് കർത്താവിന് സ്തുതിയും സ്വോത്രവും അർപ്പിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ്. പല പ്രാവശ്യം ഇങ്ങനെ വരണം എന്ന് ആഗ്രഹിച്ചെങ്കിലും കർത്താവിന്റെ സമയം ഇപ്പോഴാണ്. തക്ക സമയത്ത് കർത്താവ് കൂട്ടി വരുത്തിയത് ഓർത്ത് ഒന്നിയോടെ സ്തുതിക്കുന്ന പ്രത്യേകാല്. പിന്നെ പാസ്റ്റർക്കും കുടുംബത്തിനും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, ഡൽഹി ഫേസ് 3 നിന്ന്. പിന്നെ ഞാൻ ജനിച്ചത് ചങ്ങനാശ്ശേരി
എന്ന സ്ഥലത്താണ് ജനിച്ചത്. അവിടെ 1 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞങ്ങൾ അവിടുന്ന് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലേക്ക്, അന്ന് കുടിയേറ്റം ഒക്കെ നടക്കുന്ന സമയമാണ്. അങ്ങനെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലേക്ക് മാതാവും പിതാവും 3 സഹോദരങ്ങളും ഒന്നിച്ച്. ഞങ്ങൾ 4 മക്കളാണ്. ഞങ്ങൾ അങ്ങനെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ഇരിട്ടി കരിക്കോട്ടക്കരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് താമസിക്കുവാനിടയായി. അവിടെ ഞങ്ങൾ 4 മക്കള്, മൂത്ത 2 സഹോദരിമാര്, 3-മത്തെ സഹോദരൻ, 4-മത്തെ ഞാൻ. ഞങ്ങളുടെ സ്കൂളിംഗ് ഒക്കെ ആ സ്ഥലത്ത് തന്നെയാണ്. അത് ഈ കരിക്കോട്ടക്കരി എന്ന് പറയുന്ന ഈ സ്ഥലത്തെ പറ്റി എന്ന് പറയുകയാണ്, വളരെ മനോഹരമായ ഒരു ദേശമാണ്, അതിമനോഹരമായ ഒരു ദേശം. അതിലുപരിയായി അവിടെയുള്ള ജനങ്ങളെ പരസ്പരം സ്നേഹിക്കുക, സഹകരിക്കുക. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ദിവസങ്ങളോളം ആ അടുത്തുള്ളവരൊക്കെ വന്ന് ഭവനങ്ങളിൽ ചേർന്നിരുന്ന് ഒരാപത്തോ അനർത്ഥമോ എന്താണെന്ന് വെച്ചാൽ അതിനെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു ദേശമായിരുന്നു അന്ന്. അന്ന് 74 ഞങ്ങൾ ആ ദേശം വിട്ടു. എന്നാൽ ആ കൊച്ചുനാളിലൊക്കെ വളരെ സന്തോഷകരമായി കഴിഞ്ഞിരുന്ന കാലമാണ്. എൻ്റെ പിതാവിൻ്റെ പേര് തോമസ് എന്നാണ്, അമ്മയുടെ പേര് ആഗ്നസ് ആണ്. പിന്നെ 2 മൂത്ത സഹോദരിമാര്. ഇപ്പം ഞങ്ങളുടെ സ്കൂളിംഗ് ഒക്കെ അവിടെയായിരുന്നു. എന്നാൽ എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്കൊരു പ്രത്യേകം പറയാനുണ്ട്. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് ഞങ്ങളെ വിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് മാറിപ്പോകുവാനിടയായി. അതിനുശേഷം അമ്മയാണ് ഞങ്ങളെ വളർത്തിയതും പഠിപ്പിച്ചതും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചിരുന്നത് അമ്മയാണ്. ഞങ്ങൾക്ക് അന്ന് നമ്മൾക്ക് ചെറ്റപ്പെരയാണ്, ഓലക്കുടിലാണ്. എന്നാലും മഴ നനയാതെ, മഴ പെയ്യുന്ന സമയത്ത് വളരെ പ്രശ്നങ്ങളുണ്ട്. എന്നാലും ആ കൊച്ചു കുടിലാണെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും കൂടാതെ, ഞങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കാതെയാണ് അന്നേ കാലത്ത് അമ്മ ഞങ്ങളെ വളർത്തിയത്. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ്. അമ്മ കോൺവെന്റിൽ വളർന്ന ആളാണ്. അമ്മ കോൺവെന്റിൽ വളർന്ന, ആ കോൺവെന്റിലെ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും ഭക്ഷണക്രമങ്ങളും പ്രാർത്ഥനകളും ഒക്കെയാണ്. ഞങ്ങൾ RC കത്തോലിക്ക കുടുംബത്തിലെയാണ്. ഇപ്പൊ കത്തോലിക്ക കുടുംബത്തിലാണെങ്കിലും അമ്മച്ചി ഭയങ്കര ഭക്തിയാണ്. നമ്മുടെ ക്രിസ്ത്യൻസിന് എന്തെല്ലാം നോയമ്പുകളുണ്ടോ, 3 നോയമ്പ്, 8 നോയമ്പ്, 25, 50 അങ്ങനെയുള്ള നോയമ്പുകൾ എല്ലാം എടുക്കുകയും കഴിയുമെങ്കിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും ചർച്ചിൽ പോയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്നത്. ആ കൃത്യനിഷ്ഠയോടെ തന്നെ ഞങ്ങളെ വളർത്തി. ഞങ്ങൾ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥന. രാവിലെ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റില്ലെങ്കിൽ അമ്മ വെള്ളം കൊണ്ടുവന്ന് തലയിൽ ഒഴിച്ചാണേലും ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് രാവിലെ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ട് പുറത്തേക്ക് പോകത്തുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ വളർത്തിയത്. അമ്മയെന്ന് പറയുമ്പോൾ അമ്മ ഈ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അമ്മ ഞങ്ങളെ മോളെ നിന്നൊന്നും വിളിച്ചാലേ മോനെ മോളെ നിന്നൊന്നും വിളിച്ച ഒരു സാഹചര്യം ഒന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയല്ല, അമ്മ അത്ര സ്ട്രിക്റ്റിലാണ്. അമ്മ നമ്മളിപ്പോൾ അടുത്തൊരു വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കടന്നു പോയാൽ 1 സെക്കൻഡിനുള്ളിൽ തിരിച്ചു വരണം, അല്ലെ 2 സെക്കൻഡിനുള്ളിൽ വരുന്ന ആളാണ്. എത്തിയില്ലെങ്കിൽ ആ സമയത്ത് ഞാൻ പോയ സ്ഥലത്ത് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുവരും, വഴക്ക് പറയും, അടിക്കും. അങ്ങനെയുള്ള ഒരു ഭയങ്കര ശിക്ഷണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് മാനസികമായിട്ട് മക്കൾക്കൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു അമ്മയോട്. പിന്നെ കാലക്രമേണ മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അത് വളരെ ദൂരമല്ല, അത് അടുത്ത് തന്നെ കല്യാണം കഴിച്ചു. അവർ വേറെ മാറി താമസിക്കാനിടയായി. പിന്നെ രണ്ടാമത്തെ ചേച്ചിയുടെ ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രണ്ടാമത്തെ ചേച്ചിയുടെ വിവാഹം നടന്നു. അപ്പൊ അതിന് മുന്നേ ചേച്ചിക്കൊരു 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചേച്ചിക്ക് അതിഭയങ്കരമായ ഒരു അസുഖം ബാധിക്കുവാനിടയെ. പേടിച്ചതാണെന്നാണ് പറയുന്നത്, എന്താണ് സംഭവം എന്നറിയത്തില്ല. അങ്ങനെ അന്ന് ഏതാണ്ട് 1 വർഷത്തോളം ബെഡിൽ കിടക്കേണ്ട ഒരവസ്ഥ വന്നു. ഇടയ്ക്ക് 2-3 പ്രാവശ്യമൊക്കെ അച്ഛന്മാർ വരികയും അന്ത്യകുദാശ കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഭയങ്കര ഒരു സംഭവമായിരുന്നു ആ ദേശത്ത്. മരണത്തിൽ നിന്ന് എന്തായാലും ഒരു പുതുജീവനോടെ ചേച്ചി പുറത്തു വന്നു. വരുന്ന സമയത്ത് തലയിൽ ഒരു മുടിയെല്ലാം കൊഴിഞ്ഞു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ചേച്ചി ജീവൻ വെച്ച് പുറത്തു വരുന്നത്. എന്തായാലും കർത്താവിന്റെ കൃപയാല് പിന്നെ 10, 18, 20 വയസ്സായപ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ചേച്ചിക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് 10 വയസ്സ് പ്രായമാണ്. അപ്പൊ ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമുക്ക് കയ്യിൽ അങ്ങനെ എടുക്കാനുള്ള പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ കൃഷിയാണ് ഞങ്ങൾക്ക്. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി കൃഷി, കപ്പ, വാഴ, ചേമ്പ്, ചേന, കാച്ചില അങ്ങനെയുള്ള കൃഷികളാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിരുന്നു ഞങ്ങളുടെ ജീവിതമാർഗം. അതിനെല്ലാം നേതൃത്വം കൊടുത്ത് പണിക്കാരെയൊക്കെ നിർത്തി എല്ലാം ചെയ്യിക്കുന്നത് അമ്മച്ചിയായിരുന്നു. അമ്മച്ചിക്ക് നല്ല കഴിവും, പണ്ടത്തെ 7-ാം ക്ലാസ് ആണ്, നല്ല
നല്ല അറിവുണ്ട്. എല്ലാവരും അഭിപ്രായങ്ങൾ ചോദിക്കാനും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അതിനൊരു തീർപ്പ് പറയാനും ഒക്കെ അമ്മച്ചിയുടെ അടുത്ത് വരും. അമ്മച്ചി അത്രമാത്രം എല്ലാവരും കരുതിയിരുന്നു, സ്നേഹിച്ചിരുന്നു. തന്നെയല്ല അടുത്തുള്ള കുട്ടികളോടൊക്കെ പറയും, നീ അവിടുത്തെ പിള്ളേരെ നോക്ക്, ആ കുഞ്ഞുങ്ങളെ പോലെ വളർത്തണ്ടേ എന്ന് പറയും. അങ്ങനെ ഒരു നല്ല ഒരു മാതൃക കുടുംബമായിട്ട് ഞങ്ങൾ അവിടെ കഴിഞ്ഞു പോരുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് അധികം സ്ഥലമില്ല. ഞങ്ങളുടെ ഉള്ള സ്ഥലത്ത് കുറച്ച് ചോലയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അവിടെ ചക്ക, മാങ്ങ, അങ്ങനെയുള്ള കൃഷികളും, പിന്നെ കൊടി ഒക്കെ, കുരുമുളക് വള്ളി അങ്ങനെയൊക്കെ ആയിട്ട് അത് ചോല ആയതുകൊണ്ട് ഞങ്ങൾ പാട്ടത്തിന് സ്ഥലമെടുത്താ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഏതാണ്ട് ചെറിയൊരു വീതം പിന്നെ ഉടമസ്ഥന് കൊടുത്താൽ മതി. പക്ഷെ ആ കൃഷികൾ വളരെ അനുഗ്രഹമായിരുന്നു. ഇഞ്ചി കൃഷി എന്ന് പറഞ്ഞാൽ ആ ദേശത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇഞ്ചി കൃഷിയായിരുന്നു. കിണ്ടല് കണക്കിന് ചുക്ക് വിൽക്കാനുള്ള ഇഞ്ചി ഉണ്ടാവും. അത് വിളവെല്ലാം വളരെ അനുഗ്രഹമായിരുന്നു. ആ കാലത്ത് പിന്നെ കുരങ്ങും പന്നി ശല്യവും ഒക്കെ ഉണ്ട്. പക്ഷെ അമ്മച്ചി വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങി ഈ കൃഷിയിടങ്ങളിൽ ചുറ്റി നടന്ന് പ്രാർത്ഥിച്ച് കയറി വരും. പക്ഷെ നേരം വെളുത്ത് ചെല്ലുമ്പോൾ തൊട്ടടുത്തുള്ള കൃഷികളെല്ലാം പന്നി നശിപ്പിച്ച് കുരങ്ങൻ കെട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്ന ഒരു ചുറ്റുപാടാണ്. എന്നാൽ ഞങ്ങളുടെ വിളവിന് ഒരു ദോഷവും അന്ന് സംഭവിക്കാതെ സൂക്ഷിച്ചു. അമ്മച്ചിയുടെ ആ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ വളരെ അനുഗ്രഹം. എന്തിനിറങ്ങിയാലും ഒരു രൂപക്കൂടൊക്കെ ഉണ്ട്, കത്തോലിക്കലാണല്ലോ. അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ച് കണ്ണുനീരോടെയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് അമ്മച്ചി പോവുക. കത്തോലിക്കനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൽ വിശ്വാസമുണ്ട്, ആത്മീയ വർധനയ്ക്കായിട്ട് കർത്താവ് അവിടെ ബൈബിളിനെ പറ്റി യാതൊന്നും ചർച്ചില് പറയത്തില്ല. ചർച്ചിൽ പറയത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ അച്ഛനൊരു വാക്യം വായിക്കും, അതേപ്പറ്റി ഒരു 5-10 മിനിറ്റ് പ്രസംഗിക്കും. അല്ലാതെ വചനത്തെക്കുറിച്ചോ ബൈബിളിനെ കുറിച്ചോ ഒന്നും ഞങ്ങൾക്കൊരു ഗ്രാഹ്യമില്ല. നമ്മുടെ ഭവനങ്ങളിൽ എല്ലാ വീടുകളിലും ഓരോ ബൈബിൾ വെച്ചിട്ടുണ്ട്. അത് തൊട്ടുമുത്തും, അല്ലാതെ അതെടുത്ത് വായിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന കാലമല്ല. അങ്ങനെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഈ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് സുഭിക്ഷമായിട്ട് ഞങ്ങൾ കഴിഞ്ഞു. മഴ പെയ്യുമ്പം പിന്നെ പുരയിൽ വെള്ളം വീഴും, അന്നുള്ള ഒരു ഇത് മാത്രമേ ഒരു പ്രയാസമായിട്ട് അന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്മച്ചിയുടെ ഈ ശിക്ഷണം അത് ഞങ്ങൾക്ക് വലിയ ഭാരമായിരുന്നു, വലിയ പ്രയാസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ UP സ്കൂളും പിന്നെ ചർച്ചും ഉള്ള സ്ഥലത്താണ് ഞങ്ങൾ അവിടെ ചെന്ന് താമസിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ക്രമേണ അത് UP സ്കൂൾ ഹൈസ്കൂളായി. ആ ഹൈസ്കൂൾ പണിതത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഞങ്ങൾ UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹൈസ്കൂൾ പണിയുന്നത്. അപ്പം ഈ സ്കൂളും പള്ളിയൊക്കെ അടുത്തായിട്ട് ഒരു കരിങ്കൽ കോറ, കല്ല് പൊട്ടിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ കല്ല് പൊട്ടിച്ച് കൂട്ടിയിരിക്കും. അപ്പം ഈ ഞായറാഴ്ച ദിവസം എല്ലാം ഒത്തിരി അംഗങ്ങളുള്ള സഭയാണ്, സെന്റ് തോമസ് ചർച്ചായിരുന്നു. ആ ചർച്ചിൽ വരുന്ന എല്ലാ അമ്മച്ചിമാരും അപ്പച്ചന്മാരും മക്കളും എല്ലാവരും ദിവസവും 1-2 കല്ല് വീതം എടുത്ത് ഈ സ്കൂള് പണിയുന്നിടത്ത് കൊണ്ടുവരണം. അങ്ങനെ അവിടുത്തെ ജനങ്ങൾ ഒന്ന് ചേർന്ന് ഒത്തൊരുമിച്ച് പണിത ഒരു സ്കൂളാണ് സെന്റ് തോമസ് ഹൈസ്കൂള്. ആ ദേശത്തെ ചുറ്റുവട്ടങ്ങളിൽ കുറേ സ്ഥലങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വന്ന് പഠിക്കത്തക്ക വിധത്തില് അങ്ങനെ ഒരു സ്ഥലത്ത് ആ സ്കൂൾ അനുവദിച്ചു. ആ സ്കൂളിന്റെ പണി അങ്ങനെ നടന്നു. കരിങ്കല്ല് കെട്ടിയ സ്കൂളാണ്, മനോഹരമായ ഒരു സ്കൂള്. അങ്ങനെ അത് ഞാൻ 5-ലോ 6-ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ആ സ്കൂളിന്റെ പണിയൊക്കെ നടന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ ഹൈസ്കൂളിൽ അവിടെ തന്നെ ഞങ്ങൾക്ക് പഠിക്കാൻ സാഹചര്യം. ഇങ്ങനെ അനേക ഇടവകളിൽ നിന്ന് പിന്നെ ആൾക്കാർ വന്ന് ഞങ്ങളുടെ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മച്ചിയുടെ ആ സ്ട്രിക്റ്റിനെ കുറിച്ച് പറയാനാണ്. ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഹൈസ്കൂൾ അനുവദിച്ചു. അവിടുത്തെ ഹൈസ്കൂളിലെ ഫസ്റ്റ് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പൊ ഞങ്ങളൊന്നും ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എൻ്റെ വീടിനടുത്തുള്ള ഒരു കൊച്ചു എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ഹൈസ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി പോയി. അപ്പൊ 4 മണിക്ക് സ്കൂള് വിട്ടാൽ 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് അതിനുള്ളിൽ നമ്മൾ വീട്ടിലെത്തണം എന്നുള്ളതാണ് അമ്മച്ചിയുടെ ഒരു നിർബന്ധം. ആ 10 മിനിറ്റ് കഴിഞ്ഞാൽ അമ്മച്ചിയെ സ്കൂളിലേക്ക് വരുമെന്നുള്ളത്. അപ്പൊ അന്ന് ഞങ്ങൾ ഈ യൂത്ത് ഫെസ്റ്റിവൽ കാണാൻ പോയി. അവിടുത്തെ ആ നാടകവും പ്രോഗ്രാമും എല്ലാം കണ്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കി നിന്നു. മണി 5-5:15. അപ്പോഴത്തേക്ക് ആ യൂത്ത് ഫെസ്റ്റിവൽ തീർന്നു, ആൾക്കാർക്ക് ഇറങ്ങാൻ തുടങ്ങി. ഞങ്ങൾ ഇറങ്ങി ഒറ്റ ഓട്ടത്തിന് സ്കൂൾ വിട്ട് അവിടുന്ന് വീട്ടിലെത്തി ആ ഓട്ടം നിർത്തുക. അങ്ങനെ ഞങ്ങൾ ഓടി വരുമ്പോൾ അമ്മച്ചി വീടിന്റെ താഴെ ഇങ്ങനെ കോളനി പോലെ കുറച്ച് വീടുകളുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ വന്ന് നിൽക്കുക. അപ്പോഴും ഞങ്ങൾക്ക് പേടിയായി, ഇത് എന്താണ് സംഭവം എന്ന് ഞങ്ങളിങ്ങനെ ചിന്തിച്ചു. അവിടെ വന്ന് നിന്നു. അടുത്ത് ഇങ്ങനെ എത്താറായി. നിക്കടി അവിടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്നു. അമ്മച്ചി കയ്യിൽ ഇങ്ങനെ പുറയിൽ ഒരു കുറുന്തോട്ടി വറച്ച് പിടിച്ചോണ്ട് നിൽക്കുന്ന ആ കുറുന്തോട്ടി കൊണ്ട് പാടെ അടിച്ചതിന്റെ വേദന എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെങ്കിൽ ഈ ഹൈസ്കൂളിലെ കുട്ടികളെല്ലാം വരുന്നവരുടെ മധ്യത്തിൽ വെച്ചിട്ടാണ് ഈ അടി.
ആ സമയത്ത് ഞങ്ങള് മാനസികമായിട്ട് നമ്മൾ ഒത്തിരി പ്രയാസപ്പെടുന്ന 10-12 വയസ്സുണ്ട്, 10-12-13 വയസ്സുണ്ട് ആ സമയത്ത്. വല്ലാത്ത നാണക്കേട്, ഷെയിം ഒക്കെ അനുഭവിച്ച ഒരു സമയമാണ്. അതുപോലെ പല പല സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അമ്മച്ചി എന്താണോ പറയുന്നത് അതിനപ്പുറം ഞങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ടോ പുറകോട്ടോ വയ്ക്കാൻ സാധിക്കത്തില്ല. അമ്മച്ചിയുടെ നോട്ടത്തിൽ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അമ്മച്ചി കാണും, അമ്മച്ചി കാണും എന്നുള്ള ഒരു ചിന്തയാണ്. ആ പേടിയിലും ഭയത്തിലും ഞങ്ങളെ വളർത്തി, അതുപോലെ ഞങ്ങൾ വളർന്നു വന്നു. പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എന്താണ് അമ്മ ഇങ്ങനെ ചെയ്യുന്ന, ഒരു മോനെന്നോ ഒന്നും വിളിക്കാറില്ല, മോളെന്നോ വിളിക്കാറില്ല, എല്ലാ കുഞ്ഞുങ്ങളെയും എത്രമാത്രം സ്നേഹിച്ച കാരണവന്മാർ വളർത്തുന്നത് എന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത് അമ്മയുടെ ആ ശിക്ഷണവും ശാസനയും ഒക്കെ ഞങ്ങളുടെ പിന്നീടുള്ള ജീവിതത്തിലേക്ക് ഏറ്റവും അനുഗ്രഹമായി. ഞങ്ങൾക്ക് ഏത് പ്രതികൂലത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു പ്രാപ്തി അതിൽ നിന്ന് ഞങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാനിടയായി. അങ്ങനെ അങ്ങനെ എൻ്റെ സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞ ഉടനെ ഞങ്ങള് ആ സമയത്ത് രണ്ടാമത്തെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ സാമ്പത്തികമായിട്ട് വളരെ പ്രതികൂലം നേരിട്ടു. ഞങ്ങളുടെ കുരുമുളക് വള്ളികളെല്ലാം പഴുത്തു വീഴാൻ തുടങ്ങി. ഇഞ്ചി കൃഷി പഴുത്തു പോകും, വിളവെടുക്കുന്നതിന് മുന്നായിട്ട് ഇതൊക്കെ നശിച്ചു പോകും. അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസം നേരിട്ടു. അപ്പൊ ഞങ്ങൾ ആ സ്ഥലം വിറ്റ് കാസർഗോഡ് ബന്തെടുക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി താമസിച്ചു. അപ്പൊ എൻ്റെ സ്കൂളിംഗ് എല്ലാം അവിടുന്ന് കഴിഞ്ഞു. ആങ്ങളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു. ആങ്ങളയ്ക്ക് അവിടുന്ന് എക്സൈസ് ഇൻഫർമേഷനിൽ ഒരു ജോലി ലഭിച്ചു. ആങ്ങളെ ആ ജോലിക്ക്, ആങ്ങളയോട് ഭയങ്കര സ്നേഹമായിരുന്നു അമ്മയ്ക്ക്, ഭയങ്കര സ്നേഹം. ഒറ്റയ്ക്ക് ഒരു ആൺകുട്ടിയല്ലേ ഉള്ളൂ, 3 പെൺപിള്ളേരും. അപ്പൊ ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പൊ ആങ്ങളെ അങ്ങനെ ആ ജോലിക്ക് പോയി. അങ്ങനെ മദ്യപാനത്തിലേക്ക് കടന്നു എന്ന് പറഞ്ഞാൽ രാവിലെ എല്ലാവരും ബെഡ് കോപ്പി കുടിക്കുന്ന സമയത്ത് ആങ്ങളെ കുപ്പി തുറന്നു വെച്ച് കുപ്പിയിൽ നിന്ന് ഒഴിച്ചു കുടിക്കുന്ന ഒരു ശീലമായി. വല്ലാത്ത മദ്യപാനം. അന്നും അമ്മച്ചി എന്നും വഴക്ക് പറയാതെ, നീ ഇങ്ങനെ നശിച്ചു പോകല്ലേ, അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഒന്നും അന്ന് കേൾക്കുന്ന സ്വഭാവമല്ലായിരുന്നു. ഈ കുടിച്ചു കഴിയുമ്പോൾ വായിൽ നിന്ന് വരുന്നതും അത്ര നല്ല വാക്കുകളൊന്നുമല്ല. അന്ന് ആ സമയത്ത് അമ്മച്ചി പറയും, മോനെ നീ ഇങ്ങനെ ഇപ്പൊ ഈ കുടിച്ചേച്ച് ഈ വാക്കുകളൊക്കെ പറയുന്നത്, നിന്റെ നാവിന് ദൈവം തമ്പുരാൻ എന്താ വെച്ചിരിക്കുന്നതെന്ന് എങ്ങനെ അറിയുക എന്ന് ഇങ്ങനെ പറയുമായിരുന്നു. എന്നാൽ കാലക്രമേണ ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോയി. അങ്ങനെ ആങ്ങളയുടെ കല്യാണം കഴിഞ്ഞു. നല്ലൊരു ചേച്ചിയാണ് നാത്തൂനായിട്ട് എനിക്ക് ലഭിച്ചത്, നല്ലൊരു സഹോദരി. അങ്ങനെ അവര് കുടുംബജീവിതം അവർ മാറി താമസിച്ചു ഈ ജോലിയോടുള്ള ബന്ധത്തില്. പിന്നെ 82-ലോ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, ആന്റണി സർക്കാരിന്റെ സമയത്ത് ഈ മദ്യനിരോധനം വന്ന സമയത്ത് ആ ജോലി അങ്ങ് പോയി. എങ്കിലും അതോടനുബന്ധിച്ചുള്ള ജോലികൾ തന്നെ പിന്നെയും തുടർന്നു. പിന്നെ ഈ മദ്യപാനം കാരണം കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം. എല്ലാ സാധനങ്ങളും ഭക്ഷണങ്ങളും എല്ലാം മേടിച്ചു കൊണ്ട് കൊടുക്കും. അത് കഴിക്കാനായിട്ട് വിളമ്പി പാത്രത്തിൽ വെക്കുന്ന സമയത്ത് ആങ്ങളെ ആ സാധനം എല്ലാം എടുത്ത് മുറ്റത്തിന് താഴേക്ക് എറിയും. ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതം അവർക്കായി. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി. ഒരു 10-45 വയസ്സൊക്കെ ആയപ്പോഴ് ആങ്ങളേക്ക് നാക്കിന് ക്യാൻസർ വന്നു. അപ്പൊ അമ്മച്ചി അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാനിങ്ങനെ ചിന്തിക്കും. അപ്പൊ ഞങ്ങളും ദൈവത്തെ അറിഞ്ഞ ഒരു സമയം. ആ സമയത്ത് ഞാനും പറയും, ജോസുകുട്ടി എന്നാണ് എൻ്റെ ആങ്ങളെ വിളിക്കുന്നത്. ജോസുട്ടിയോട് പറയും, ജോസുട്ടി ഇങ്ങനെ ചെയ്താൽ ദൈവം ഇപ്പൊ നമുക്ക് തരുന്ന സമയം നമ്മൾ നന്നായി ജീവിച്ചില്ലെങ്കിൽ കർത്താവ് നമ്മളെ വിളിക്കും. അപ്പം നമ്മൾ തോന്നും, ഇപ്പൊ എന്നെ വിളിക്കാതിരുന്നെങ്കിൽ ഞാൻ നന്നായി ജീവിച്ചേനെ. അങ്ങനെയല്ല, നമുക്ക് ലഭിക്കുന്ന സമയങ്ങളെ തക്കത്തിൽ ഉപയോഗിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കണം എന്നൊക്കെ ആങ്ങളോട് പറയുമായിരുന്നു. അങ്ങനെ 53-ാമത്തെ വയസ്സിൽ ആങ്ങളയുടെ നാവിന് ഒരു സർജറി ഒക്കെ ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങൾ സ്ഥലം വിട്ട് പോന്നു. ഞാനങ്ങനെ നേഴ്സിംഗ് പഠിക്കാൻ പോയി. അതിനുശേഷം അമ്മ ഒറ്റയ്ക്കായി. പിന്നെ ഞാൻ ഉള്ളപ്പം ജോലി ചെയ്യുന്ന, ഞാൻ നേഴ്സിംഗ് പഠിച്ചു വന്ന് കണ്ണൂർ തന്നെ ജോലിക്ക് കയറി. അങ്ങനെ ജോലി ചെയ്ത് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ വീട്ടിൽ വരും. അങ്ങനെയുള്ള അമ്മയ്ക്കൊരു സഹായം ഞങ്ങൾ വരത്തുള്ളൂ. അല്ലെ അമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും, എല്ലാ പണികളും ചെയ്യിക്കുന്നതും എടുപ്പിക്കുന്നതും എല്ലാം അമ്മ തന്നെയാണ്. നല്ല ധൈര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ആ സമയത്ത് ആങ്ങളയ്ക്ക് പെട്ടെന്ന് ഒരു തലകറക്കം വന്നു, വഴിക്ക് എങ്ങാണ്ട് വീണു. ആൾക്കാരൊക്കെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പൊ പിന്നെ അവിടുന്ന് മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ സർജറി ചെയ്തു. നാവ് മുറിച്ച് മാറ്റേണ്ട അവസ്ഥ വന്നു. അത് കഴിഞ്ഞ് 1 വർഷം കൂടെ ആങ്ങളെ ജീവിച്ചു. പക്ഷെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. സംസാരിച്ചാൽ ഇങ്ങനെ നമുക്ക് ക്ലിയർ ആകാത്ത വിധത്തിൽ
അങ്ങനെ 53-ാമത്തെ വയസ്സിൽ ആങ്ങളെ മരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ജോലിക്ക് കയറി. പിന്നെ ബാംഗ്ലൂര് 89-ല് ബാംഗ്ലൂര് പിന്നെ ജോലിക്ക് കടന്നു പോകാനിടയായി. അവിടെ ഞങ്ങൾ ജോലിക്ക് ചെല്ലുമ്പോൾ അവിടെ എനിക്ക് ലാംഗ്വേജിന്റെ പ്രോബ്ലം ഉണ്ട്. എന്നാലും കന്നഡയാണ്, കന്നഡയും ഇംഗ്ലീഷും ഒക്കെയാണ്. പക്ഷെ നമുക്ക് കേരളത്തിൽ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നമ്മൾ അന്യ സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു സങ്കോചം നമ്മളെ പുറകോട്ട് വലിക്കും. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ അടുത്തൊരു പ്രെയർ ഉണ്ട്, നിങ്ങൾ വരുന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് വേറൊരു സിസ്റ്റർ, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ബാംഗ്ലൂർക്ക് കടന്നു പോയി. അവിടെ ചെന്ന് പിന്നെ ഞങ്ങൾ ജോലിയിൽ പ്രവേശിച്ചു. അപ്പൊ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ പ്രെയറിന് പോകാനായിട്ട് ഒരുങ്ങി ഞങ്ങൾ വരുന്നെന്ന് പറഞ്ഞു. പോയി കുറച്ച് ദൂരം, കൃഷ്ണരാജപുരം എന്ന് പറയുന്ന സ്ഥലത്താണെന്ന്. ആ സ്ഥലത്ത് ഇന്ദിരാ നഗറിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. പക്ഷെ വളരെ ദൂരെ ഒരു സ്ഥലത്താണ് ഈ പ്രെയറിന് പോകുന്നത്. അവിടെ ചെന്ന് ഞങ്ങൾ ചർച്ചിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വലിയ ഹോള്. അവിടെ ഹോളില് ഒരു പാസ്റ്റർ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. ആ പാസ്റ്ററുടെ പേര് ചന്ദ്രൻ എന്നായിരുന്നു. ഹിന്ദു മാർഗത്തിൽ നിന്ന് വന്നൊരു പാസ്റ്ററാണ്. ആദ്യമായിട്ട് ഞങ്ങള് അങ്ങനെ ഒരു ആരാധന കൂടുന്നു. എല്ലാവരും ഓരോനപ്പെട്ട് സന്തോഷത്തോടെ ഇരുന്ന് കൈയടിക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ അനുഭവം. എന്നാൽ അതിനു മുമ്പ് ഞങ്ങള് കരിക്കോട്ടക്കരി താമസിക്കുന്ന സമയത്ത് അവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരു അമ്മച്ചി എന്നും വൈകുന്നേരം നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് കറുത്ത ബൈബിളും ഒക്കെ പിടിച്ചു നിന്ന് പ്രസംഗിക്കും. ദൈവവചനമാണ് പ്രസംഗിക്കുന്നത്. അന്ന് നമ്മളുടെ മൈൻഡിലൊന്നും അത് മനസ്സിലാകത്തില്ല. നമുക്ക് മനസ്സിലായില്ല. എല്ലാവരും പറഞ്ഞ് യഹോവ സാക്ഷികളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം പിന്നെ ഈ ദൈവവചനമൊക്കെ കേൾക്കുന്നത് ഇവിടെയാണ്. അങ്ങനെ ഒരു പ്രാവശ്യമേ ആ മീറ്റിങ്ങിന് പോകാൻ പറ്റുള്ളൂ. അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ്. ആ പ്രാർത്ഥനയും കാര്യങ്ങളും, പ്രത്യേകിച്ച് ആ പാസ്റ്റർ ഓരോ വചനം എടുക്കുമ്പം റെഫറൻസ് പറയുന്നതിന് മുമ്പ് അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതെല്ലാം പെട്ടെന്ന് വായിക്കും. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അങ്ങനെ 2-3 വർഷം അവിടെ നിന്ന് ഞങ്ങൾ ആ സമയത്ത് എനിക്ക് കല്യാണാലോചനയൊക്കെ വന്നു. ഞാൻ വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക് പോയി. അവിടെ നിന്ന് ആലോചന ആദ്യം വന്നത് ബാബുച്ചാന്റെ ആലോചനയാണ്. ആ ആലോചന വന്നത് എൻ്റെ റിലേഷനിലുള്ള എൻ്റെ ഒരു ആങ്ങളയുടെ ഭാര്യ, കസിന്റെ ഭാര്യ, ഈ ബാബുച്ചാന്റെ അമ്മാച്ചന്റെ വീടിന്റെ അടുത്തുണ്ടായിരുന്നു. അവര് തങ്ങളെ പരിചയപ്പെട്ടാണ് ഈ ആലോചനയും കൊണ്ട് ഇവര് കാസർഗോഡ് വന്നത്. അന്ന് കാസർഗോഡാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ വന്നത്. അപ്പൊ അവിടെ വരുമ്പം വീട്ടിൽ വന്ന് നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ നമ്മുടെ കേരളത്തിൽ തന്നെ ജോലിക്ക് കയറി. അവിടെ ജോലിക്ക് പോയിരിക്കുന്ന സമയത്താണ് ഇവര് വീട്ടിലെ പെണ്ണ് കാണാൻ വരുന്നത്. അപ്പം വരുമ്പോൾ ഞാൻ വീട്ടിലില്ലാഞ്ഞുകൊണ്ട് ഇവര് തന്നെ ഹോസ്പിറ്റലിൽ വന്ന് പെണ്ണ് കണ്ട് ഇവര് തിരിച്ചു പോയി. അപ്പൊ ഇവര് വീട്ടിൽ വന്ന്, അന്ന് അമ്മച്ചി മാത്രമേ ഉള്ളൂ വീട്ടില്. അവിടെ വന്ന് ഇവര് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് മൂത്ത അമ്മാച്ചനുണ്ട്, കൊടിയനപ്പച്ചൻ എന്ന് പറയും, പാസ്റ്റർക്ക് അറിയാമായിരിക്കും. അപ്പച്ചനൊന്ന് പ്രാർത്ഥിച്ചു. അമ്മച്ചിയോട് ചോദിച്ചു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ? അമ്മച്ചി പറഞ്ഞു പ്രാർത്ഥിച്ചോന്ന് പറഞ്ഞു. പക്ഷെ ആ പ്രാർത്ഥന കേട്ടപ്പോൾ അമ്മച്ചി പറഞ്ഞു, നിങ്ങൾ യഹോവ സാക്ഷികളാണ്, ഈ കല്യാണം നടക്കത്തില്ല, ഇത് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അവര് പറഞ്ഞു, ഞങ്ങള് യഹോവ സാക്ഷികളല്ല, ബ്രദറുകാരാണ്. ഇതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല, ബന്ധുക്കസേരെ കേട്ടിട്ടില്ല, IPC കേട്ടിട്ടില്ല, ഒന്നുമില്ല, ശാരോനോ ഒന്നും അറിയത്തില്ല. ആകെ ഒരു അമ്മച്ചി അവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഒരു അറിവ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഞാൻ കൂടി. അന്ന് ഞാൻ വീട്ടിലില്ല. പിന്നെ അവര് വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കണ്ടു പോയി. പിന്നെ ഈ കല്യാണം വേണ്ടെന്ന് അമ്മച്ചി പറഞ്ഞില്ല. അമ്മച്ചി എന്താണോ പറയുന്നത് അതേ അവിടെ നടക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ആ കല്യാണം വേണ്ടെന്ന് വെച്ചു. അപ്പൊ മറ്റൊരാലോചന വന്നു ബോംബെയിൽ നിന്നുള്ള ഒരു പയ്യന്. അപ്പൊ ആ കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി, എൻഗേജ്മെന്റിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അന്ന് ഫോൺ സൗകര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്ത കാലമാണ്. അപ്പൊ പോയി പറയണം. എനിക്ക് ആങ്ങളെ ഉണ്ടെങ്കിലും അവർ ദൂര സ്ഥലത്താണ്. അപ്പൊ ഞാൻ തന്നെ ഈ വിവരം പറയാൻ വേണ്ടി എൻ്റെ രണ്ടാമത്തെ ചേച്ചി താമസിക്കുന്നത് വയനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. വയനാട്ടിലേക്ക് ഞാനിത് പറയാൻ വേണ്ടിയിട്ട് പോയി. ഇന്ന ദിവസം എൻഗേജ്മെന്റ് ആണ്, വരണം എന്ന് പറയാൻ. അവിടെ പോയി ചെയ്യാൻ തിരിച്ച് വീട്ടിലെത്തും, വളരെ ദൂരമാണ്. അവിടെ പോയി ചെയ്യാൻ തിരിച്ച് വൈകുന്നേരം വീട്ടിലെത്തുമ്പം വീണ്ടും ഈ വാവച്ചാന്റെ കല്യാണാലോചന തന്നെ വീണ്ടും വന്നു. അവര് വീണ്ടും അമ്മാച്ചനും മറ്റാരൊക്കെയോ കൂടി വീട്ടിൽ വന്നിരിക്കുന്നു. അമ്മച്ചി പറഞ്ഞു, നിങ്ങൾ ഇത്രയും ദൂരത്ത് നിന്ന് ഇങ്ങനെ വന്നു, ഇനിയും ഇവക്ക് താല്പര്യമാണോ എന്ന് ഞാൻ ചോദിക്കട്ടെ? അങ്ങനെ അമ്മച്ചി എന്നോട് ചോദിച്ചു, നിനക്ക് താല്പര്യമാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് നടത്താമെന്ന് പറഞ്ഞു. പിന്നെ ആ കല്യാണം മുന്നോട്ട് പ്രൊസീഡ് ചെയ്തു. 1991 ഫെബ്രുവരി 7 കല്യാണം നടന്നത്. അപ്പൊ ആ കല്യാണം രണ്ടാമത് വീണ്ടും എല്ലാം അറേഞ്ച് ചെയ്ത് കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു. അന്ന് ഈ കല്യാണത്തിന് വരുന്ന ദിവസം കേരള ബന്ദ,
ഫെബ്രുവരി 6. ഇപ്പൊ ഞങ്ങൾക്ക് കാസർഗോഡ് നിന്ന് വന്നാല് ഒരു ദിവസം ഒരു രാത്രി മുഴുവൻ ഇരുന്നാല് പിറ്റേ ദിവസം പത്തനംതിട്ട എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ കല്യാണത്തിന് വേണ്ടിയിട്ട് എല്ലാരും കൂടെ അവിടെ നിന്ന് ഞങ്ങൾ വീടിന്റെ അവിടെ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി ഒരു ബസ്സിനാണ് ഞങ്ങൾ വരുന്നത്. ആ ബസ് അന്ന് ബന്ധായത് കൊണ്ട് വന്ന വഴിക്കൊക്കെ ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ബസ് നമുക്ക് ഈ കല്യാണം പറഞ്ഞിരുന്ന സ്ഥലത്ത് എത്താൻ താമസിച്ചു. തൃക്കോമല ചർച്ചിൽ വെച്ചായിരുന്നു കല്യാണം. അവിടെയും ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ബാബുച്ചാൻ അതുവരെ സ്നാനപ്പെടുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പൊ കത്തോലിക്കിലേക്ക് ചേർന്ന് കുരിശ് വരയ്ക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പഠിപ്പിച്ച് അവിടുത്തെ അച്ഛൻ പഠിപ്പിച്ച് പിന്നെ അതായത് കോമല കത്തോലിക്ക പള്ളി വെച്ചായിരുന്നു. അതെ അതെ, കത്തോലിക്ക ചർച്ചിൽ ഒരു റബ്ബറിനകത്തൂടെയൊക്കെ പോകുന്ന ഒരു വഴിയാ. അവിടെ വെച്ചായിരുന്നു കല്യാണം. അപ്പൊ അവിടെ എത്താൻ ഞങ്ങൾ താമസിച്ചപ്പോഴത്തേക്കും ഇവിടെ വീട്ടില് വലിയ പ്രശ്നമായി, കല്യാണം നടക്കുകയില്ലെന്നായി. ഞങ്ങൾ വന്ന് 12:30 1 മണിയായി ഇവിടെ എത്തുന്നത്. സമയം വെച്ചിരുന്നത് 10 മണിക്കായിരുന്നു. എന്തായാലും കൃപയാൽ അന്ന് ആ കല്യാണം നടക്കാനിടയായി. കല്യാണം നടന്നു കഴിഞ്ഞിട്ട് ഒരു 2 മണിയോടെ 3 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭവനത്തിലെത്തി. ഭവനത്തിലെത്തുമ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ, അപ്പൊ ഞങ്ങള് കത്തോലിക്കലാണല്ലോ, ഒത്തിരി ഓർണമെന്റ്സ് ഒക്കെ ഇട്ടാ ഞാൻ വരുന്നത്. വരുമ്പോ തന്നെ പന്തലിന്റെ പുറത്ത് നിന്ന് ആൾക്കാർ പറയുന്നുണ്ട്, ഇത് ആന തെയ്യം കെട്ടി വരുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയാനിടയായി. അപ്പോഴേ തന്നെ എൻ്റെ കൂടെ വന്നവർക്കൊക്കെ ഒരു പ്രയാസം തോന്നി. ഇവര് ബ്രദറുകാരാണ്, വല്യപ്പച്ചൻ, വല്യമ്മച്ചി, അച്ചായൻ, അമ്മ, മക്കള് എല്ലാവരും ഉള്ള വലിയൊരു ഫാമിലി. ഞങ്ങളൊരു കൊച്ചു ഫാമിലി എന്നല്ലേ, ഞാനും അമ്മച്ചിയും ആങ്ങളെയും ഉള്ളവരുന്നു. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഫാമിലിയിൽ നിന്ന് ഇത്രയും വലിയൊരു ഫാമിലിയിലേക്ക് വരികയാണ്. ഇങ്ങനെയുള്ള ചെറിയ പ്രയാസങ്ങളൊക്കെ അന്ന് ആ കല്യാണത്തിന്റെ ദിവസം തന്നെ ഉണ്ടാകാനിടയായി. എന്നാലും കൃപയാല് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ പോയി. 4 ദിവസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും തിരിച്ചു വന്ന അന്ന് പിന്നെ വൈകിട്ടത്തെ പ്രാർത്ഥന, അതെനിക്ക് ഏറ്റവും അനുഗ്രഹം. അത് ഇന്നും എൻ്റെ മനസ്സിൽ മാറാതെ നിൽക്കുക. വല്യപ്പച്ചനുണ്ട്, വല്യമ്മച്ചിയുണ്ട്, അച്ചായൻ, അമ്മ, മക്കള് 1 2 പേരില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന, പാട്ട്, എല്ലാവരും പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, അവസാനം അപ്പച്ചൻ ആശീർവാദം പറയും. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായിരുന്നു. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. തന്നെയുമല്ല, എനിക്ക് 6 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് വീട്ടിൽ നിന്ന് വിട്ടുപോയതാണ്. പിന്നെ ഒരു പിതാവിന്റെ സ്നേഹമോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇവിടെ വന്നപ്പോൾ ഇത്രയും അംഗങ്ങൾ, അത് ഏറ്റവും സന്തോഷത്തിന് കാരണമായി. അച്ചായനുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ എന്നുള്ളത്. എന്നാൽ നമ്മളുടെ പ്രതീക്ഷ പോലെ ഒന്നും അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പിന്നെ ഞങ്ങള് ഫെബ്രുവരി ലാസ്റ്റ് മാർച്ചിലോടുകൂടി ഞങ്ങൾ മാർച്ച് ആദ്യത്തോടു കൂടി വന്ന് മാർച്ച് 3-ാം തീയതി ഡൽഹിയിലേക്ക് ഞങ്ങൾ തിരിച്ചു. ഡൽഹിയിലെത്തി. അന്ന് ഇവിടെ ഹോളിയുടെ ദിവസമായിരുന്നു. ഞങ്ങൾ വരുന്ന വണ്ടിയെ തന്നെ ചെളി വാരി എറിയുകയും കളറിങ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവം നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അത് ജീവിതത്തിൽ കാണാനൊക്കെ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ കല്യാണത്തിന്റെ കാര്യത്തിൽ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് പോലുള്ള ഒരു ഡിഫറൻസ് ആയിരുന്നു. ക്രിസ്ത്യൻസ് ആണെന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ടല്ലോ. ഇവര് ബ്രദറുകാരും ഞാൻ കത്തോലിക്കരും. അത്രയും വലിയൊരു അന്തരമായിരുന്നു ഈ കല്യാണം തങ്ങളില്. അങ്ങനെ ഡൽഹിയിൽ വന്നു. അപ്പം വാവച്ചാൻ ഇങ്ങനെ ആദ്യമേ കല്യാണത്തിനൊക്കെ മുമ്പേ തന്നെ, വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഡൽഹിയിൽ വന്ന് വളരെ നാൾ ജോലി ചെയ്ത് നല്ലവണ്ണം ലാംഗ്വേജ് ഒക്കെ അറിയാം. ആ സമയത്ത് പിന്നെ ഗൾഫിന് പോയി 7 വർഷം 8 വർഷം അങ്ങോട്ട് കഴിഞ്ഞ് തിരിച്ചു വന്ന ആ സമയത്താണ് ഈ കല്യാണം നടക്കുന്നത്. വീണ്ടും തിരിച്ച് ഡൽഹിയിൽ വന്നപ്പം ഹസ്ബൻഡ് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ജോലിയൊക്കെ ലഭിക്കാനിടയായി. എന്നാൽ ജോലിക്ക് കയറും 1 മാസം, കൂടി വന്നാൽ 1 മാസം, 10 ദിവസം 15 ദിവസം, കൂടി വന്നാൽ 1 മാസം ഒരു സ്ഥലത്ത് ജോലി ചെയ്യത്തുള്ളൂ. അപ്പൊ അവിടുന്ന് ആ പേയ്മെന്റ് കിട്ടുന്നതിന് മുമ്പായിട്ട് ആ സ്ഥലം വിടും, മറ്റൊരു സ്ഥലത്ത് കയറും. അപ്പൊ ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ പ്രതിസന്ധിയിലേക്ക് പോയി. എനിക്ക് ലാംഗ്വേജ് അറിയത്തില്ല, പെട്ടെന്നൊരു ജോലി കിട്ടുന്നില്ല. ഞാൻ അങ്ങനെ വീട്ടിലിരിക്കുകയാണ്. അതൊരു 2-3 മാസം വീട്ടിലിരുന്ന് കഴിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. അപ്പൊ ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത്, ഞങ്ങള് ഗോവിന്ദപുരിയിലാണ് വന്നത്, ഡൽഹിയിലെ ഗോവിന്ദപുരിയില്. അവിടെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് 5 സഹോദരിമാര് താമസിക്കുന്ന ഒരു ഭവനം ഉണ്ടായിരുന്നു. ആ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിരിക്കും. വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളല്ലോ, അങ്ങനെ പോയിരിക്കും. അപ്പൊ അവിടെ ഈ പിള്ളേർക്ക് 5 പേർക്കും ചിക്കൻ ബോക്സ് വന്നു. അപ്പൊ അവരുടെ അടുത്ത് പോയിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അന്ന് നല്ല നമ്മൾ ഹെൽത്ത് ആയതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല. പിന്നെ ഞാൻ ജോലിക്ക് കയറി 2-3 മാസം അവിടെ ജോലി ചെയ്തു. ആ സമയത്ത് എനിക്ക് സൗദിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് ഒരുങ്ങി. ഞങ്ങളങ്ങ് എൻ്റെ മൂന്നാമത്തെ നാത്തൂനും ഞാനും ഒന്നിച്ച്
ജെസി എന്നാണ് സഹോദരിയുടെ പേര്. ഞങ്ങൾ ഒന്നിച്ച് സൗദിക്ക് പോകാനിടയിൽ. അവിടെ ചെന്ന് 1 മാസമൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ അവർ ഐസൊലേഷൻ വാർഡിലൊക്കെയാണ് അവിടെ കിടത്തുന്നത്. അങ്ങനെ കിടത്തിയിരിക്കുന്ന ആ സമയത്ത് ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ഒക്കെ ചെയ്തപ്പം ഓൾറെഡി ഞാൻ പ്രഗ്നന്റ് ആണ്. അപ്പോൾ അവര് അഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പ്രഗ്നൻസിയിലൊന്നും അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല എന്നുള്ളതുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഒന്നില്ല അബോർഷൻ ചെയ്യണം, അല്ലെ ഹസ്ബൻഡിനെ കൊണ്ടുവരാനുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഹസ്ബൻഡ് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്നൊക്കെ അറിയുന്നത് പിന്നീടാണ്. അപ്പോൾ അബോർഷൻ ചെയ്യണമെന്നായി. കുട്ടിക്ക് എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഉണ്ടാവും, വൈകല്യമോ സംസാരശേഷി കുറവോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാകും. അതുകൊണ്ട് ഇത് അബോർഷൻ ചെയ്ത് കളയണമെന്ന് അവിടുന്ന് ഡോക്ടേഴ്സ് പറയാനിടയായി. എന്നാൽ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ എഴുതി ചോദിച്ചു, എല്ലാവരോടും ചോദിച്ചപ്പം കുറച്ച് കൂട്ടർക്ക് ഗൾഫിൽ ചെന്നതല്ലേ, കുഞ്ഞിനെ നശിപ്പിച്ച് കളാം എന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് പേര് പറഞ്ഞു ഇല്ല, നശിപ്പിക്കരുത്, കിട്ടിയത് ആദ്യത്തെ അത് നശിപ്പിക്കാതെ സൂക്ഷിക്കണം, ഇനി എന്ത് നഷ്ടം വന്നാലും നീ തിരിച്ചു പോരെന്ന് പറഞ്ഞു. അതെൻ്റെ അമ്മയാ പറഞ്ഞത്. അങ്ങനെ ഞാൻ 2-3 മാസം കഴിഞ്ഞ് ഞാൻ സൗദിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോന്നു. നാട്ടിലേക്ക് വന്നു. പിന്നെ 7ാം മാസം പ്രിമേച്ചർ ബേബി ആയിരുന്നു മോള്. 7ാം മാസം അവസാനം 8ാം മാസത്തോടു കൂടി ഡെലിവറി ആയി. എന്നാൽ കുഞ്ഞിന് വെയിറ്റ് കുറവുണ്ട്, 1,900 അങ്ങാണ്ട് വെയിറ്റ് ഉള്ളൂ. പക്ഷെ നല്ല ആക്റ്റീവ് ആയിരുന്നു കുഞ്ഞ്. അപ്പൊ ഈ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഈ കൊച്ചിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, കൈക്കും കാലിനും ഒന്നിനും ഒരു കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ അഡ്മിറ്റ് ആയി കിടന്ന റൂമിന്റെ ഡോർ അതിശക്തമായിട്ട് കാറ്റിൽ അടഞ്ഞപ്പോൾ ഈ കൊച്ചു പെട്ടെന്ന് കൈയും കാലും എല്ലാം കൂടെ എടുത്ത് നടുങ്ങുന്നത് പോലെ കാണിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഓരോന്നോരോന്ന് ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞപ്പം അത്യാവശ്യം വർത്താനമൊക്കെ അതും ഇതൊക്കെ പറയുന്ന സമയമാണല്ലോ. പക്ഷെ ആ സമയത്തൊന്നും ഇവൾ അങ്ങനെ സംസാരിക്കുന്നില്ല. അപ്പൊ ഈ ഒരു 7 മാസമൊക്കെ ആയപ്പോൾ ഇവള് കൈ കൊണ്ട് കാണിക്കും വെള്ളം വേണമെന്നൊക്കെ. അപ്പൊ അതൊരു ഭയങ്കര ഭാരമായി. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു. അപ്പൊ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ നാട്ടിലേക്ക് പോയി. ഞാൻ ഡെലിവറിക്ക് വരുമ്പോൾ അവർ പറഞ്ഞിരുന്ന ഡെലിവറി കഴിഞ്ഞ് തിരിച്ച് അവിടെ വന്ന് ജോയിൻ ചെയ്യാം. നമ്മൾ എഗ്രിമെന്റിലാണല്ലോ അവിടെ ചെന്നത്, അവിടെ തിരിച്ച് ജോയിൻ ചെയ്യണമെന്ന്. നമ്മുടെ കുഞ്ഞിനെ നോക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ അടുത്ത് ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ നോക്കാൻ മറ്റു സാഹചര്യങ്ങൾ ഇല്ലാഞ്ഞതുകൊണ്ട് തിരിച്ചു പോകാൻ പറ്റിയില്ല. അപ്പൊ ഈ 8 മാസമായപ്പോൾ ഈ കൊച്ചിങ്ങനെ വെള്ളം വേണമെന്ന് കൈകൊണ്ട് കാണിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഭാരം തോന്നി. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ അമ്മച്ചി പറഞ്ഞു നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് ഏറ്റെടുത്ത് നടത്താം, കുഞ്ഞിന്റെ വിടുതലിന് വേണ്ടി. അവിടെയൊക്കെ ഒരു കുഴപ്പമില്ലാതെ ആ കുഞ്ഞ് വളർന്നു വരണ്ടായിരുന്നു. നമുക്ക് ആ ക്രിസ്മസ് നമുക്ക് ഏറ്റെടുത്താം. ഞങ്ങളുടെ ചെലവില് ആ ക്രിസ്മസ് അന്ന് നടത്തി അവിടെ. അപ്പൊ ക്രിസ്മസിന് രാത്രിയിലെ 12 മണിക്കാണല്ലോ പ്രോഗ്രാം. നമ്മളൊരു 11 മണി കഴിഞ്ഞപ്പോൾ 11 ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വഴിക്കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നു പോകുന്ന സമയത്ത് ഞാനിങ്ങനെ അമ്പിളിമാമനെ കാണിച്ചു കൊടുക്കും. അപ്പൊ അവള് നോക്കിയിട്ട് അമ്പിളിമാമൻ എന്നല്ല അമ്പിമാമൻ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് അവൾ സംസാരിക്കാനിടയായി. അവളിലുണ്ടായിരുന്ന ആ പോരായ്മയെ അന്ന് പരിഹരിച്ചു. അങ്ങനെ കുഞ്ഞ് മുന്നോട്ട് വന്നു. അത് കഴിഞ്ഞ് ആ സമയത്ത് കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? 8 മാസം ഒക്കെ ഉള്ളൂ. 7 മാസം 8 മാസം പ്രായമേ ഉള്ളൂ. 8 മാസമായപ്പോഴേ സംസാരിച്ച് തുടങ്ങി. അന്നേരം സംസാരിച്ചു. അതിനു മുമ്പ് ശബ്ദമൊന്നും കേൾപ്പിക്കത്തില്ലായിരുന്നു. ശരി. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ വന്നിട്ട് സാമ്പത്തികമായിട്ട് വലിയ പ്രയാസം, ജോലിക്ക് പോകാൻ പറ്റത്തില്ല, ഈ നോക്കാൻ ക്രിച്ചിൽ വിടാൻ സൗകര്യമില്ല, ക്രിച്ചിൽ പൈസ കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ ഒക്കെ ഒത്തിരി അനുഭവിച്ചു. കല്യാണത്തിന് ശേഷമാണ് ജീവിതത്തിൽ ഒരു ഭാരവും പ്രയാസവും കടന്നു വരുന്നത്. സാമ്പത്തികമായിട്ടും വീട്ടിലുള്ള ഭക്ഷണ കാര്യങ്ങളിലാണെങ്കിലും ഒത്തിരി പ്രയാസമുണ്ട്. അങ്ങനെ ഞങ്ങള് ഇവിടെ വന്ന് വീണ്ടും ഡൽഹിയിൽ തന്നെ തുടങ്ങി മുന്നോട്ട് പോവുകയാണ്. എന്നാല് അങ്ങനെ പോകുന്ന സമയത്ത് അപ്പൊ എൻ്റെ കൂടെ ഗൾഫിലുണ്ടായിരുന്ന ജെസി എന്ന് പറയുന്ന സഹോദരി, പുള്ളിക്കാരിക്ക് ചെറിയൊരു അസുഖമൊക്കെ ഉണ്ടായി. അങ്ങനെ തിരിച്ച് നാട്ടിൽ വന്നു. പിന്നെ വീട്ടിലെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആരോഗ്യമൊക്കെ കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു. അവിടെ അടുത്ത് തന്നെയുള്ള ഒരു പയ്യനായിരുന്നു കല്യാണമൊക്കെ കഴിച്ചു. അവർക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങളോട് ചെല്ലണമെന്ന് പറഞ്ഞ് ഡൽഹിയിൽ നമ്മുടെ സഹോദരിമാരൊക്കെ ഇവിടെ ഉണ്ട്. 2-3 പേര് അന്ന് ഇവിടെ ഉണ്ട്. 3 പേരുണ്ട്. ഒരു കുടുംബമായിട്ടും 2 സഹോദരിമാരും അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞു ബർത്ത്ഡേ ആണ്, ചെല്ലണമെന്ന് പറഞ്ഞു.
അങ്ങനെ പോകാന്നൊക്കെ കരുതിയിരിക്കുമ്പോ 19-ാം തീയതി ബർത്ത്ഡേ ആണ്. പക്ഷെങ്കിൽ ഒരു 16-17 ആയപ്പോഴത്തേക്കും ജെസ്സി മരിച്ചു എന്നുള്ള ഒരു അറിവാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ എല്ലാവരും പെട്ടെന്ന് കേരളത്തിലേക്ക് പോയി. ഇവിടെ ചെല്ലുമ്പോൾ ജെസ്സി മോർച്ചറിയിൽ വെച്ചിരിക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് അന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അത് പെട്ടെന്നാണ്. അന്ന് ഈ മരിക്കുന്നതിന്റെ തലേദിവസമല്ല, അന്ന് വൈകുന്നേരം വീട്ടിൽ വന്ന ജെസ്സി കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ കുഞ്ഞിന്റെ, അതായത് ജെസ്സിയുടെ ആങ്ങള സണ്ണി, ബാച്ചാന്റെ അനുജൻ സണ്ണിയുടെ മോടെ ഒരു സൈക്കിൾ അവിടെ ഉണ്ടായിരുന്നു. ആ സൈക്കിളൊക്കെ റിപ്പയർ ചെയ്ത് കൊച്ചിന് കൊടുക്കാൻ പറ്റി കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് അവൾ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പം എല്ലാരും പറഞ്ഞ കയ്യിൽ ഒരു ചെറിയ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും തെറ്റിക്കായതായിരിക്കും. എന്തായാലും അജാണ് പെട്ടെന്ന് ഇപ്പം വീട്ടിൽ നിന്ന് പോയി 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഭർത്താവിന്റെ പേര് സുധീർ എന്നാണ്. അറിയുമായിരിക്കും വീട്ടുപേര് ഞാൻ ഓർക്കുന്നില്ല. അവിടെ അവര് ഓടി വന്നിട്ട് പറഞ്ഞു ജെസ്സിക്ക് സുഖമില്ല, അമ്മ വീട്ടിലേക്ക് വരുന്നു. അമ്മ വീട്ടിലേക്ക് ചെല്ലുന്നു. ജെസ്സിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. ഇന്ന് മർത്തമ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവിടെ ചെന്നപ്പോ പറഞ്ഞു പോയി, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. എന്തായാലും ജെസ്സി അങ്ങനെ മരിച്ചു. അത് ആ നാട്ടിലെ തന്നെ നടുക്കിയ ഒരു സംഭവമാണ്. ചെറുപ്രായത്തിൽ 10-30-32 വയസ്സുള്ള സമയത്താണ് അതൊരു ഭയങ്കര സംഭവമായ, കുടുംബത്തിനും വലിയൊരു തീരാനഷ്ടം പോലെ. ആ വീട്ടിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മോളായിരുന്നു. അങ്ങനെ അവള് മാറ്റപ്പെട്ടു. പിന്നെ ആ കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ കുറെ കാലം വളർന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഡൽഹിക്ക് വന്നു. ഡൽഹിക്ക് വരുന്ന സമയത്ത് ഡൽഹി വന്ന് 1-2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത് പ്രഗ്നന്റ് ആയി. ആ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം കൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട, നമുക്ക് അബോർഷൻ ചെയ്യാം. അപ്പൊ ഞങ്ങള് ഒരു ക്ലിനിക്ക് പോലൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ നേഴ്സല്ലേ, നിങ്ങൾ എന്തിനാ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്നത്? ഈ കുഞ്ഞ് പുറത്ത് വരുന്ന സമയത്ത് മൂത്ത കുഞ്ഞിന് 3 വയസ്സ് കഴിയുമല്ലോ, പിന്നെ എന്തിനാ നശിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ വഴക്ക് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അത് അബോർഷൻ ചെയ്യാതെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. എന്നാൽ ഈ ചെറുപ്രായത്തിൽ ഇവനെ നശിപ്പിക്കാൻ ഒരുങ്ങിയ ഒരു പൈശാചിക പോരാട്ടം പോലെ, അത് പിന്നീട് ദൈവദാസന്മാർ ഓരോന്ന് ദൂത് പറയുമ്പോഴാണ് പറയുന്നത്. ഗർഭത്തിൽ തന്നെ നശിപ്പിക്കാനായിട്ട് ഒരുങ്ങിയ ഒരു പൈതലാണ് ഇവന്റെ മേൽ വലിയ പോരാട്ടമുണ്ട്. അങ്ങനെ അവനെ ഞങ്ങള് കണ്ടിന്യൂ ചെയ്തു. ഡെലിവറി ആയി. നല്ല വെയിറ്റ് ഒക്കെ ഉള്ള കുഞ്ഞായിരുന്നു. ഒരു 4 മാസമൊക്കെ കഴിഞ്ഞപ്പോ ഇവന് ചെറിയൊരു മൈൽഡ് ടെമ്പറേച്ചർ വരുന്ന സമയത്ത് ഇവന് ഫെബ്രൈൽ ഫിറ്റ്സ് പോലെ ഉണ്ടാകാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അതിന് പറഞ്ഞ ഈ ടെമ്പറേച്ചർ ഒക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമില്ല, ഇത് 6 വയസ്സാകുമ്പോൾ മാറുമെന്ന്. എന്നാൽ 9 മാസത്തിനിടയ്ക്ക് ഇവന് 5-8 പ്രാവശ്യം ഫിറ്റ്സ് വന്നു. അപ്പൊ ഇതൊക്കെ ഞാനിങ്ങനെ ബാബുചാനോട് വന്ന്, ഞാൻ കേരളത്തിൽ താമസിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ താമസിക്കുന്നത്, ഞാനും മൂത്ത കൊച്ചും കൂടെ താമസിക്കുന്നത് നമ്മുടെ പൊടിയനപ്പച്ചന്റെയും അവറാനപ്പച്ചന്റെയും വീടിന്റെ നടുക്കായിട്ടൊരു തമ്പിച്ചായന്റെ വീടുണ്ട്. ആ വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുക. അമ്മച്ചന്റെ മോനാണ്, ഏഴവലിയിലെ, അവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെ അന്ന് ബാബുച്ചാൻ വീട്ടിലുണ്ടായിരുന്നു. ഇവിടുന്ന് വന്ന ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ ബാബുച്ചാൻ ആദ്യമായിട്ടാണ് ഈ കൊച്ചിന് ഈ അസുഖം വരുന്നത് കാണുന്നത്. അപ്പം ഈ ലാസ്റ്റിലെ വന്ന സമയത്ത് ഇവന് വല്ലാതെ സിവിയർ ആയിട്ടുണ്ടായി. സെക്രീഷൻസ് വന്നു, മോഷൻ പാസ് ചെയ്ത്, യൂറിൻ പാസ് ചെയ്ത്, കുട്ടി കൊളാപ്സ് ആയി. അപ്പൊ അമ്മാച്ചൻ ഓടി വന്ന് നോക്കിച്ച് പറഞ്ഞു, ഇവൻ പോയി, ഇനി ഇവനെ എവിടെയും കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഈ വീട്ടിലെ ബ്രദറുകാരാണെങ്കിലും അന്ന് വെല്ലുപ്പിച്ചവനൊക്കെ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ കാലശേഷം നിങ്ങൾ ഏത് സഭയിൽ വേണേലും പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അന്ന് IPCയിലും ഒക്കെ ആയിട്ട് മാറി പോകാൻ തുടങ്ങി, കൂട്ടായ്മയ്ക്ക് ആചരിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ ഒരു തോമസ് പാസ്റ്റർ ഉണ്ട്. രാത്രിയിലെ ഈ വാവുച്ചാനെ 2 മണി സമയത്ത് ഓടിച്ചെന്ന് പാസ്റ്റർ വിളിച്ചോണ്ട് വന്നു. പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിന് ഒരു കുഴപ്പം വരത്തില്ല, അനിമയും ഭാവവും ഒരുവനപ്പെട്ട് ദൈവസന്നിധിയിൽ ഒന്ന് ചേർന്ന് നിന്ന് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചാൽ ഈ കുഞ്ഞിന്റെ അസുഖം മാറും എന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ കേട്ടു. വാവച്ചാൻ ആ സമയം തന്നെ തീരുമാനം എടുത്ത് സ്നാനപ്പെടണം. അപ്പൊ ഞങ്ങള് ഈ ഏഴലി സഭയിലെ വീട് അവിടെ അടുത്താണ് താമസിക്കുന്നത്. അങ്ങനെ ഈ സഭയിലെ ശാരം ചർച്ചില് അന്ന് CB ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു പാർഷാണ് അവിടെ സഭയിലുള്ളത്. അങ്ങനെ ആ സഭയിലൊക്കെ പോകുമായിരുന്നു. അപ്പൊ അതിന് കൂടുതൽ പ്രചോദനം തന്നത് നമ്മുടെ പട്ടേലെ മദർ. ആ മദർ ഇടയ്ക്കിടയ്ക്ക് അപ്പം വീട്ടിലൊക്കെ വന്ന മദറിനെ ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ താമസിക്കുന്ന സമയത്ത്. അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് മാറി താമസിച്ചപ്പോൾ ഇവരുടെ വീടിന്റെ അടുത്താണ്, ഈ സഭയുടെ അടുത്താണ്. അപ്പൊ ഈ മദർ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും.
ഇപ്പൊ കുഞ്ഞിന് ഈ അസുഖം വന്നു കഴിഞ്ഞു ആവശ്യം ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് സ്നാനപ്പെടണമെന്ന്. സ്നാനപ്പെടാൻ വേണ്ടിയൊക്കെ തീരുമാനിച്ചു. ബാബുച്ചാനെ പോയി സാക്ഷിയൊക്കെ പറഞ്ഞു. അങ്ങനെ സ്നാനപ്പെടുക, നാളെ ഞായറാഴ്ച സ്നാനപ്പെടുക. അപ്പൊ ശനിയാഴ്ച ഈ മദർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പിന്നെ അനിമയും കൂടി അങ്ങനെ സ്നാനപ്പെട്, നമ്മുടെ കുഞ്ഞിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് സ്നാനപ്പെടുന്നതും ഈ പാട്ട് പാടുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ ഇഷ്ടമാണ്, സന്തോഷമുള്ള കാര്യമാണ്. എന്നാലും മറ്റു ചില പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ അവിടെ ഇവിടെയൊക്കെ പ്രതിസന്ധികൾ ഉള്ളത് കൊണ്ട് എനിക്ക് ഇത് അങ്ങ് അടുക്കാനുള്ള ഒരു മനസ്സ് വരുന്നില്ല. എന്തായാലും മദർ ഇങ്ങനെ വന്ന് പറയുകയും ചെയ്തു. പിറ്റേ ദിവസം ആരോടും പറഞ്ഞില്ല. പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ ചർച്ചിൽ പോയപ്പോൾ ഞാനും ഒരു സാരിയൊക്കെ എടുത്ത്, എക്സ്ട്രാ എടുത്ത്, അന്ന് മഴയുള്ള സമയമാണ്, സാരിയൊക്കെ എടുത്ത് ഞങ്ങൾ ചർച്ചിൽ ചെന്നു. അപ്പം ഈ മദർ തന്നെ പറഞ്ഞു, മോളെ സാക്ഷ്യം പറയണം. ഞാൻ പറഞ്ഞു, എനിക്ക് സാക്ഷ്യം പറയാനൊന്നും അറിയത്തില്ല, അറിയാവുന്നത് പോലെ ഞാനിങ്ങനെ സ്നാനപ്പെടാൻ പോവുകയാണെന്ന് പറയണം, പറഞ്ഞിട്ട് വേണം സാക്ഷ്യം സ്നാനപ്പെടാൻ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ അവിടെ സഭയിൽ സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്നാനപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് സ്നാനപ്പെടുന്നത്. സ്നാനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ അവിടെ ആക്കിയിട്ട് വാച്ചൻ വീണ്ടും ഡൽഹിക്ക് തന്നെ വന്നു. ഡൽഹിക്കല്ല, പിന്നെ ഫരീദാബാദിലേക്കാണ് വന്നത്. ഫരീദാബാദിൽ വന്നു. അപ്പം രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, ഞാനും അവിടെ താമസിക്കുകയാണ്. എന്നാൽ നമ്മുടെ നാടാണ്, എന്നാലും ചില പ്രതികൂലങ്ങളൊക്കെ അവിടെ നേരിട്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം പെട്ടെന്ന് ആവശ്യം പറഞ്ഞു, നല്ല വീട്ടിലുള്ള കുറെ സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചായിരുന്നു, കട്ടിലും സാധനങ്ങളും ഒക്കെ. അതെല്ലാം അവിടെ ഇവിടെയെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ ഡൽഹിക്ക് പോകുന്നു. ഡൽഹിയിൽ വന്നു. സാഹചര്യം പിന്നെയും മോശമാണ്. അതുവരെ വാവിച്ചാൻ ഇതുവരെ സ്ഥിരമായിട്ടില്ല, എവിടെ ഒരു ജോലിക്ക് സ്ഥിരമാകത്തില്ല. അതിന് 1-2 മാസം ഇങ്ങനെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് പേയ്മെന്റ് പ്രശ്നം, താമസ സൗകര്യം, വാടക കൊടുക്കണം, വീട്ടിലെ കാര്യങ്ങൾ, 2 കുഞ്ഞുങ്ങൾ എല്ലാമായി വളരെ പ്രതികൂലം, ജീവിതത്തിലെ പട്ടിണിയൊക്കെ അനുഭവിക്കുന്ന ആ സമയത്താണ്. അങ്ങനെ ഞാൻ ഫരീദാബാദിൽ വന്നു. ആദ്യം ഞങ്ങള് അവിടെ അടുത്ത് ഷാരോൺ എന്ന് പറയുന്ന ഒരു ചർച്ചിലാണ്, അല്ല ദൂരെ ഒരു IPCയിൽ പോയി ചേർന്നു. അത് ദൂരമാണ്. അപ്പൊ അവിടെ പോണെങ്കിൽ ഒരു 100 രൂപ റിക്ഷ ചാർജ് കൊടുക്കണം. 100 രൂപയ്ക്ക് നിർവാഹം എന്താത്തതുകൊണ്ട് ഞങ്ങൾ അടുത്തൊരു ഷാരോൺ ചർച്ചുണ്ട്, ആ ചർച്ചിൽ ഞങ്ങൾ പോകാൻ തുടങ്ങി. ആ ചർച്ചിൽ ഇങ്ങനെ കൂട്ടായ്മയൊക്കെ കൂടി വരുന്ന സമയത്ത് ആ ചർച്ചിൽ ഫരീദാബാദില് SOS എന്ന് പറയുന്ന ഒരു ഓർഫണേജ് ഉണ്ട്. അവിടെ ഇങ്ങനെ കുട്ടികളെല്ലാരും കൂടെ കൂടി താമസിക്കുകയല്ല, ഓരോ ചെറിയ ചെറിയ ഭവനങ്ങൾ. ആ ഭവനത്തില് 7 മക്കളും ഒരമ്മയും. അങ്ങനെ ഒരു ഭവനത്തിൽ 7 മക്കളും ഒരമ്മ. ആ അമ്മ തൃശ്ശൂരുള്ള എൽസി എന്ന് പറയുന്ന ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്റർ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ ചർച്ചിൽ വന്നു. അപ്പൊ ഞങ്ങളെ പുതിയ ഫാമിലിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവര് ഞങ്ങൾ താമസിക്കുന്നുണ്ട്, ചർച്ചിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ഇറങ്ങി വന്നു. ചർച്ചിന് അടുത്തെന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആ വീടിന്റെ തൊട്ട് പുറകിൽ അവര് എക്സ്ട്രാ ആയിട്ട് ഒരു കൊച്ചു റൂം ആസ്പെറ്റസ് ഇട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന, അതിനോട് ചേർന്ന് ഒരു കൊച്ചടുക്കള, ഒരു ബാത്റൂം, ഇത്രയും മാത്രമേ സൗകര്യമുള്ളൂ. അതിഭയങ്കരമായ തണുപ്പും കാലാവസ്ഥയും, ചൂടാണെങ്കിൽ ചൂട്, തണുപ്പ്, അതെല്ലാം പ്രതികരിക്കാൻ പറ്റുന്ന സാഹചര്യവും തുണികളും ഒന്നുമില്ല ഞങ്ങൾക്ക്. ഭക്ഷണത്തിന് ബുദ്ധിമുട്ട്. അപ്പൊ ഈ സിസ്റ്റർ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ചുറ്റുപാടെല്ലാം കണ്ടേച്ച് സിസ്റ്റർ പോയിട്ട് കുറെ തണുപ്പിന്റെ, ഓർഫണേജിലെ കുട്ടികളുടെ തണുപ്പിന്റെ ഡ്രസ്സ് കൊണ്ടുവന്ന, കുറച്ച് ബ്ലാങ്കറ്റ്, കുറെ ഭക്ഷണ സാധനങ്ങൾക്കുള്ള എല്ലാ സാമഗ്രികളുമായിട്ട് ഈ സിസ്റ്റർ വീണ്ടും വന്നു. അങ്ങനെ ആ തണുപ്പ് കാലമൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ ഓർഫനേജിലെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ ഇട്ടാണ് കഴിഞ്ഞത്. അങ്ങനെ ആ സമയത്ത് മോൾക്ക് 3-ാമത്തെ വയസ്സായി, 4-ാമത്തെ വയസ്സായി. ആ സമയത്ത് ഞങ്ങൾ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ഒരു പ്രെയർ വെക്കണമെന്ന് വിചാരിച്ച് ഒരു പ്രെയർ വെച്ചു. പക്ഷെ അന്ന് ഒരു പാലൊഴിച്ച് കാപ്പി കൊടുക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ല. വെറും കട്ടൻ കാപ്പി മാത്രം കൊടുത്ത് അന്ന് മോൾക്ക് വേണ്ടിയിട്ട് പ്രെയർ വെച്ചു. പിന്നെ അതിന് ശേഷം, എന്നാൽ ഈ കൊച്ചിന്റെ ഞങ്ങളുടെ സ്നാനത്തിന് ശേഷം മോന് പിന്നെ ഈ അസുഖമൊന്നും ഉണ്ടായിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. അവന് 3-4 വയസ്സാവുന്നു, മോൾക്ക് 5 വയസ്സായി. ഞങ്ങൾ ഫരീദാബാദിൽ നിന്ന് തിരിച്ചിവിടെ ഡൽഹിക്ക് വന്നു. ഡൽഹിയിലെ നോയിഡ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. നോയിഡയിൽ വന്നു. ഹസ്ബൻഡ് ജോലിക്ക് കയറി, കുഴപ്പമില്ലാത്ത ശമ്പളത്തിൽ ജോലിക്ക് കയറി. ഞങ്ങൾ ഫരീദാബാദിൽ നിന്ന് പോരുന്ന അന്ന് പിന്നെ മോൾക്ക് ചിക്കൻ ബോക്സ്, ദേഹം മുഴുവൻ ചിക്കൻ ബോക്സ്. മോള് നല്ലോണം വെളുത്തിട്ടാ. അപ്പം ചിക്കൻ ബോക്സ് എങ്ങനെ ചുമന്ന് വീർത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ചൂടുള്ള സമയവും.
അതോടുകൂടി 2 ദിവസം കഴിഞ്ഞപ്പോൾ മോനും ചിക്കൻ പോക്സ് ആയി. 2 പേർക്കും ചിക്കൻ പോക്സ്. അതും ഇവിടെ ഒരു കുഞ്ഞു റൂമാണ്. വലിയ ചാർജാണ് ഇവിടെ റൂമിന്. അഡ്വാൻസ് കൊടുക്കണം, ചാർജ്, റൂം വാടക എല്ലാം കൂടെ ആകുമ്പോൾ സാമ്പത്തികം ഒരാളെ ജോലി ചെയ്തു. അങ്ങനെ പ്രതികൂലത്തിൽ പോവുകയാണ്. എന്നാലും ഫരീദാബാദിനേക്കാളും ജീവിതത്തിന്റെ ഒരു വ്യത്യാസമൊക്കെ വന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് 4-5 വയസ്സൊക്കെ ആയി. എല്ലാവരും 2 പേരെ സ്കൂളിൽ വിട്ടു. കേരള സ്കൂളിൽ ആണ് സ്കൂളിൽ വിട്ടത് 2 പേരെ. അവര് 2 പേരും സ്കൂളിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ. അപ്പൊ അതിനിടയ്ക്ക് പിന്നെ ഇവരെ കൊണ്ട് ഞങ്ങൾ ഈ നോയിഡയിൽ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ പൊറോട്ട അടിച്ചു കൊടുക്കും, കറി വെച്ച് കൊടുക്കും, ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വിൽക്കും. പിന്നെ തയ്യൽ മെഷീനുണ്ട്, തയ്ക്കാൻ അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ത് കുടുംബത്തിന് ഒരു താങ്ങായിട്ട് ഞാനും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി. അങ്ങനെ കുഞ്ഞുങ്ങൾ പോയി പഠിച്ചു. അപ്പൊ ഒരു ദിവസം ഞാൻ സ്കൂള് വിട്ട് വരുമ്പോഴേ, കുട്ടികൾ സ്കൂള് വിട്ട് വന്ന് വീട്ടിൽ ഇരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഞാൻ ജോലിക്ക് കയറി സന്തോഷമായിട്ട് പിന്നെ പോവുകയാണ്. അപ്പൊ അവരൊരു 6-ാം ക്ലാസ് 7-ാം ക്ലാസ് ഒക്കെ എത്തിയ സമയത്ത് ഞാൻ വീട് വിട്ട് വരുമ്പോൾ ഞങ്ങൾ അന്ന് ഈ സ്കൂൾ കുട്ടികളുടെ വണ്ടി അങ്ങ് സ്റ്റോപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പോകാനുള്ള സൗകര്യത്തിന് PMG ചർച്ചിന്റെ മുകളില്, ചർച്ചിന്റെ മേളില്, ചർച്ചിന്റെ താഴെ ആരാധന, ഫസ്റ്റ് ഫ്ലോറിൽ പാസ്റ്ററും കുടുംബവും, സെക്കൻഡ് ഫ്ലോർ ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്ന ഒരു മുറിയും ബാക്കി കാലിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് താമസം മാറി. അവിടെ അപ്പൊ അതിനിടയ്ക്ക് ഞങ്ങൾ ഫരീദാബാദിൽ നിന്ന് പോന്നിട്ടും 8-9 വർഷത്തോളം അത് IPCയിലായിരുന്നു. പിന്നെ ഈ താമസ സൗകര്യത്തിന്റെ പേരിലാണ് PMG ചർച്ചിലേക്ക് വന്നത്. ആ ചർച്ചിലെ പാസ്റ്ററുടെ പേര് KB ബാബു എന്നാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ. നല്ല സ്ട്രിക്റ്റ് ആണ് അവിടുത്തെ ആരാധനയും കാര്യങ്ങളും ഒക്കെ. നമ്മളൊരു ദിവസം ചെന്നില്ലെങ്കിൽ പാസ്റ്റർ അന്വേഷിക്കും എന്തുകൊണ്ടാകാത്തത്, വഴക്കൊക്കെ പറയും. നമ്മൾ ആത്മീയമായിട്ട് വളരാൻ വേണ്ടുന്ന എല്ലാ കൈത്താങ്ങം ചെയ്യുന്ന ഒരു ദൈവദാസന്. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് താമസം തുടങ്ങി. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കെ സൗകര്യമായി. അപ്പൊ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവര് 2 പേരും ഇങ്ങനെ പുറത്ത് ഡ്രസ്സൊന്നും മാറാതെ നിൽക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ മോൻ പറഞ്ഞു എന്നോട്. അപ്പൊ അവനും 5-ാം ക്ലാസ്സിൽ 6-ല്ല, മോള് 7-ലെങ്ങാണ്. അപ്പൊ അവൻ പറഞ്ഞു, മമ്മി ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ ഒരു കൊച്ചു മരിച്ചു, കളിച്ചോണ്ട് നിന്നപ്പോ അവൻ വീണ് ഫിറ്റ്സ് വന്ന് മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ഞാനും അകത്തേക്ക് കയറിയില്ല. ഞാൻ ആ പുറത്ത് തന്നെ ഒരു ചെറിയ സ്റ്റൂൾ വെച്ചിട്ട് അവിടെ തന്നെ ഇരുന്നപ്പം അവൻ എന്നോട് ചോദിച്ചു, മമ്മി എന്താ ആലോചിക്കുന്നേ? ഞാൻ പറഞ്ഞു, ആ കൊച്ചിന്റെ മാതാപിതാക്കൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ട്, ഞാൻ അതാണ് ആലോചിച്ചത് ഇങ്ങനെ മോനോട് പറയാനുണ്ട്. അപ്പൊ മോൻ പറഞ്ഞു, മമ്മി ചിന്തിച്ചത് അതൊന്നും അല്ല, ഇപ്പൊ എനിക്കും പണ്ട് ഫിറ്റ്സ് ഒക്കെ വന്നെന്നല്ലേ പറയുന്നേ, അപ്പൊ അതുപോലെ വല്ലതും എനിക്ക് സംഭവിക്കുമെന്നല്ലേ മമ്മി ചിന്തിക്കുന്നേ എന്ന് മോൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. എന്നാലും അവൻ പറഞ്ഞു, മമ്മിക്കറിയാം. അപ്പൊ ഇവിടെ വന്ന് ഈ ചർച്ചിൽ വന്ന് ഞങ്ങൾ സെപ്റ്റംബറിൽ ഇവിടെ വന്ന് നവംബറിൽ. അപ്പൊ ഈ ചർച്ചിന് ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാ മാസം അവസാനവും 7 ദിവസം ഫാസ്റ്റിങ്ങും പ്രയറും, 6-ാമത്തെ ദിവസം ഹോൾ നൈറ്റും, 7-ാമത്തെ ദിവസം കർത്തൃമേശയും ഒക്കെ വെക്കുന്ന. അപ്പൊ ഔട്ട് സൈഡിൽ നിന്ന് ദേവദാസന്മാരൊക്കെ വരും. അങ്ങനെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ ആ സമയത്ത് മോന് 11 വയസ്സും മോക്ക് 13 വയസ്സും. ഇവര് 2 പേരും ഇവിടെ വന്ന 2-ാം മാസത്തില്, ഈ ചർച്ചിൽ വന്ന 2-ാം മാസത്തില് അഭിഷേകം പ്രാപിച്ചു ആദ്യം. അപ്പൊ അഭിഷേകമൊക്കെ പ്രാപിച്ചിരിക്കുന്ന നല്ല കൃപയോട് കൂടിയുള്ള അഭിഷേകം പ്രാപിച്ചു. ഒരു നല്ല സന്തോഷമായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. ആ സമയത്താണ് ഈ മരണത്തിന്റെ കാര്യം വരുന്നത്. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു, അതൊന്നും അല്ല മമ്മി ചിന്തിച്ചത്, എനിക്ക് അങ്ങനെ വന്നാലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല എന്ന് പറഞ്ഞെങ്കിൽ ഉടനെ അവൻ എന്നോട് പറഞ്ഞു, പത്രോസ് കാരാഗൃഹത്തിൽ കിടന്ന് ഉറങ്ങിയത് കൊണ്ട് എന്താ, കാരാഗൃഹത്തിലായിട്ടും പത്രോസിന് നല്ലോണം ഉറങ്ങാൻ കഴിഞ്ഞില്ലേ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്ത്? കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, അവന്റെ മരണം അങ്ങനെ അല്ലെന്ന് അറിയാമായിരുന്നു, അതുകൊണ്ടാ. അങ്ങനെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട് മരിക്കേണ്ട വ്യക്തിയല്ലെന്ന് പത്രോസിന് അറിയാമായിരുന്നു, അതുകൊണ്ടാ പത്രോസ് കിടന്നുറങ്ങിയത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എടാ, എനിക്ക് നല്ല വിശ്വാസമാ, നീ പറയുന്ന പോലെ തന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ആ കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിള്ളേർ പോയി അവരെ കാണുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഞാൻ കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ താമസിക്കുന്ന സമയത്ത് ഈ പാസ്റ്ററുടെ വീടിന്റെ മുകളിൽ താമസിക്കും. അപ്പൊ 11-ാമത്തെ വയസ്സിൽ മോൻ അഭിഷേകം പ്രാപിച്ചു, മോളും. അവർ 2 പേരും ഒന്നിച്ച് ഒരു ദിവസം അഭിഷേകം പ്രാപിച്ചു. പിന്നെ 14-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു മോള്. മോന് 12-ാമത്തെ വയസ്സിലും സ്നാനപ്പെട്ടു. അങ്ങനെ ആ കൂട്ടായ്മയിൽ ആ ചർച്ചിൽ ഞങ്ങൾ 12-13 വർഷത്തോളം ആ ചർച്ചിൽ തന്നെയായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചർച്ചാണ്, പ്രത്യേകിച്ച് പറയേണ്ടതാണ്. ചർച്ച അനുഗ്രഹിക്കപ്പെട്ട ചർച്ചും കൂട്ടായ്മകളും എല്ലാം നമുക്ക് ആത്മീയമായ വർധനയ്ക്കൊക്കെ. എന്നാലും ആ സമയത്ത് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഷുഗറിന്റെ പ്രയാസം എനിക്കൊരു
10, 30, 32 വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് ഷുഗർ തുടങ്ങി. അപ്പൊ ഷുഗറിന്റെ പ്രയാസം എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് രാവിലെ ഡ്യൂട്ടിക്ക് പോകും, തിരിച്ചു വരും, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും, ചർച്ചിൽ ആരാധനയൊക്കെ വെച്ച് ഞാൻ പോകും. പക്ഷെ ഫാസ്റ്റിംഗ് ഒന്നും എടുക്കത്തില്ല. എനിക്ക് ഷുഗറാ, ഞാൻ എങ്ങനെയാ ഫാസ്റ്റിംഗ് എടുക്കുന്നത് എന്നുള്ള ഒരു പിന്നോട്ട് വലിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അങ്ങനെ മുന്നോട്ട് പോയി അവിടെ തന്നെ ആരാധനയ്ക്കൊക്കെ പോകുന്ന സമയത്താണ് ഞാനൊരു ദിവസം ഒരു സ്വപ്നം പോലെ കാണുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ദർശനമായിരുന്നു, ഉറങ്ങാതെ കണ്ട സ്വപ്നമാണത്. ഉറങ്ങാതിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കാണുന്നു, കുഞ്ഞുങ്ങൾ രണ്ടുപേരും എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു ചെറ്റക്കൂട്ടിന്റെ മുമ്പിൽ ഒരു കമൂൻ തോട്ടത്തിന്റെ സൈഡിലായിട്ട് ഞാനിങ്ങനെ മുറ്റത്തിറങ്ങി നിൽക്കുന്നു. ആ കമൂൻ തോട്ടത്തിന്റെ അങ്ങ് അറ്റത്തായിട്ട് വാവിച്ചാൻ ഈ തോട്ടത്തിൽ എന്തോ പണിയെടുത്തോണ്ട് നിൽക്കുന്നു. അപ്പൊ ആ തോട്ടം തീരുന്ന സ്ഥലം മുതൽ അങ്ങോട്ടൊരു കുന്ന് തുടങ്ങുവാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നത്, ഈ പണിയെടുക്കുന്ന നോക്കി നിൽക്കുന്ന സമയത്ത് ഈ കുന്നിന്റെ മുകളില് ഭയങ്കരമായ ഒരു കല്ല് ഇരിപ്പുണ്ട്. ഈ കല്ല് താഴേക്ക് ഇളകുന്ന, അവിടുന്ന് ഇളകി ഉരുളാൻ തുടങ്ങുന്നത് പോലെ എനിക്ക് ഇങ്ങനെ തോന്നുക. അപ്പൊ ഞാൻ ഈ കമോന്തോട്ടത്തിലേക്ക് ഓടിയിട്ട് പറയാം, വാച്ചായോ മാറിക്കോ, അതോ കല്ലുരുണ്ട് വരുന്നേന്ന് പറഞ്ഞ് ഓടുന്ന ഇടയ്ക്ക് ഞാൻ ഒന്നുകൂടെ ഈ കല്ലിലോട്ട് നോക്കി. ആ കല്ലന്നേരം അപ്പൊ അവിടുന്ന് ഇളകി ഇങ്ങനെ താഴേക്ക് വരാൻ പോവുക. ഇളകി ഇങ്ങനെ മധ്യത്തിൽ ഇങ്ങനെ എത്തുന്ന സമയത്ത് കർത്താവെ രക്ഷിക്കണേ, ദാവീദ് പുത്ര യേശുവേന്ന് വിളിച്ചോണ്ട് ഓടുന്ന, കൈ ഉയർത്തി പിടിച്ച് ഞാൻ ഈ കമന്തോട്ടത്തിൽ കൂടി ഓടി. ഞാൻ ഒന്ന് ഓടുന്ന ഇടയ്ക്ക് ഒന്നുകൂടെ തലയുയർത്തി നോക്കിയപ്പോ ഈ കല്ല്, താഴേക്ക് വന്ന കല്ല് ഉരുണ്ട് ഉൾട്ടാ തിരിഞ്ഞ്, അതായത് തിരിച്ചുരുണ്ട്, അതും എവിടെ നിന്നാണ് ഇളകി ആ സ്ഥലത്ത് പോയിരുന്നു. അപ്പൊ ആ കല്ലിന്റെ കൂടെ കുറെ മണ്ണും ചെറിയ കല്ലുകളും പുല്ലുകളും ഒക്കെ താഴേക്ക് വന്നു. അത് അതുപോലെ തിരിഞ്ഞു പോയി അവിടെ ഇരുന്നു. അപ്പൊ ഞാൻ എൻ്റെ കർത്താവിനെ ഹൃദയവേദനയോടെ, ഒരു സ്വപ്നമാണെങ്കിലും വിളിച്ചപ്പോ എൻ്റെ കർത്താവ് കേട്ടു. അതെനിക്കൊരു ഭയങ്കര വിശ്വാസം വർദ്ധിക്കാനിടയായി. അങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും എനിക്ക് ഫൈബ്രോയിഡ് യൂട്രസ്, ഫൈബ്രോയിഡിൽ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ് ആയിരുന്നു. അൾട്രാസൗണ്ട് ഒക്കെ എടുത്തപ്പോൾ കോൾ ബ്ലാഡറും സ്റ്റോണും ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ കോൾ ബ്ലാഡറിന്റെ പെയിന് പല പ്രാവശ്യം ഉണ്ടാകാറുണ്ടെങ്കിലും അതൊന്നും അത്ര കാര്യമാക്കില്ല. അന്നൊക്കെ ജോലി വീട് എന്നുള്ള ഒരു ചിന്തയും ഓട്ടം മാത്രമാണ്. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിലെ മനു മേനോൻ എന്ന് പറയുന്ന ബാംഗ്ലൂരിൽ നിന്ന് ഒരു പാസ്റ്ററാണ് അന്ന് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ആ പാസ്റ്ററുടെ ആ ആരാധനയില് ഇതില് പാസ്റ്റർ ആരും തലയിൽ കൈയൊന്നും വെച്ചില്ല. പക്ഷെ എൻ്റെ ശരീരത്തിന് പെട്ടെന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിടുതൽ സംഭവിച്ചതായിട്ട് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് എനിക്കൊരു റിലാക്സേഷൻ സംഭവിച്ച പോലെ, പ്രായം കുറഞ്ഞതുപോലെ, എൻ്റെ ആ ക്ഷീണവും കാര്യങ്ങളും എല്ലാം മാറിയതുപോലെ. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ കൊണ്ട് അൾട്രാസൗണ്ട്, അപ്പൊ ഈ അൾട്രാസൗണ്ട് ഒക്കെ ചെയ്ത വിഷയങ്ങളൊക്കെ ഞാൻ പാസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് സംഭവം ഉണ്ടായാലും അത് പാസ്റ്ററോട് പറയാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്ത് ചെയ്തു നോക്കുമ്പോ ഈ യൂട്രസിന്റെ ഫൈബ്രോയിഡും ഇല്ല, കോൾ ബ്ലാഡർ എടുത്ത് കളഞ്ഞതാണോ എന്ന് അവരെന്നോട് ചോദിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ കോൾ ബ്ലാഡറിന് ഒരു പ്രശ്നമില്ല. അങ്ങനെ രണ്ടാമത് അൾട്രാസൗണ്ട് ചെയ്തപ്പം എല്ലാം നോർമലായിരിക്കും. അത് ഒരു അത്ഭുതകരമായ ഒരു വിടുതലാണ് എൻ്റെ ശരീരത്തിൽ സംഭവിച്ചത്. പിന്നെ ജോലി സ്ഥലത്താണെങ്കിലും ചില കുഞ്ഞുങ്ങളൊക്കെ സീരിയസ് ആയിട്ട് അസുഖമായിട്ടൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ പോയി ഒന്ന് പ്രാർത്ഥിക്കുകയും ആ കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്കിൻ ക്യാൻസർ ആയിട്ട് ഒരു പേഷ്യന്റ്, അത് ഞാൻ അറിയുന്ന ഹിന്ദിക്കാരാണ്, പക്ഷെ ഞാൻ അറിയുന്ന ഒരു കുടുംബമായിരുന്നു. അവര് വന്നു, ഇങ്ങനെ അയാളുടെ ദേഹം മുഴുവൻ ഇങ്ങനെ ചേന ചെത്തി പോലെ ഇരിക്കുന്നു, തൊലിയെല്ലാം പൊളിഞ്ഞ് ചുമന്നിരിക്കുക, വല്ലാത്തൊരു ഭീകരാവസ്ഥ. അപ്പൊ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, നമുക്കുണ്ടല്ലോ ലിക്വിഡ് പാരഫിൻ എന്ന് പറയും, അത് ഞാനിങ്ങനെ എടുത്ത് ഹോസ്പിറ്റലിൽ തന്നെ അത് എടുത്ത് പ്രാർത്ഥിച്ച് ആ മനുഷ്യന് പുരട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തു. അവരത് പുരട്ടി 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്കിന്ന് ശരിയായി. അപ്പൊ മനസ്സിന് ഒന്നുകൂടെ ധൈര്യമായി. എൻ്റെ കർത്താവ് എത്ര വിശ്വസ്തനാണ്, നമ്മള് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരവരുള്ളൂ എന്ന് പറയുന്ന ആ കർത്താവിന്റെ പ്രവൃത്തി വീണ്ടും ജീവിതത്തിൽ കാണുവാനിടയായി. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രോഗസൗഖ്യത്തില്. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലില് ഓട്ടിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന. വർഷങ്ങൾ മുഴുവൻ ജോലിക്ക് കയറിയപ്പോൾ മുതല് ഈ 38 വർഷം വരെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു കേസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കും, പിള്ളേരുണ്ട്, അവരൊക്കെ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാനിങ്ങനെ അവിടെ മാറി നിൽക്കുക. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ നിന്ന് മഴവില്ല് പോലെ രശ്മികൾ ഇങ്ങനെ വളഞ്ഞ്
ഇങ്ങനെ ഡബ്ല്യു എഴുതുന്ന പോലെ വളഞ്ഞു വളഞ്ഞ് ഇങ്ങനെ ചുമരിലേക്ക് പോയി പതിക്കുന്ന കണ്ടു. പെട്ടെന്ന് കണ്ണിന് അങ്ങ് ഇരുട്ടായി. അതൊരു 15 വർഷം മുമ്പാ. പെട്ടെന്ന് കണ്ണിന് അങ്ങ് ഇരുട്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു, മേഡം അനസ്തറ്റിസ്റ്റ് മേഡം, അവരോട് പറഞ്ഞു, മേഡം എന്റെ കണ്ണിന് എന്തോ പ്രോബ്ലം വരുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മേഡം പറഞ്ഞു, ബാബുച്ചാന്റെ ഒരു കസിൻ അന്ന് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. ആ സഹോദരിയെ വിളിച്ചിട്ട് പറഞ്ഞു, ലേസമ്മേ നീ സിസ്റ്ററെ കൊണ്ട് അപ്പുറത്ത് ICU കൊണ്ട് കിടത്താൻ പറഞ്ഞു. ICU കൊണ്ട് എന്നെ കിടത്തി. അവര് BP നോക്കി, പൾസ് നോക്കി, ഷുഗർ നോക്കി, എല്ലാം നോർമലാ. പക്ഷെ ഞാൻ അവിടെ കിടന്ന് അങ്ങ് കരയാൻ തുടങ്ങി. അതിഭയങ്കരമായ ശക്തിയിൽ അങ്ങ് കരയാൻ തുടങ്ങി. തലകണ എല്ലാം നനയുക. കണ്ണിനിങ്ങനെ നമ്മൾ അറിയാതെ പൈപ്പിൽ നിന്ന് വെള്ളം പോകുന്ന പോലെ കണ്ണുനീര് ഒഴുകും. ഞാൻ അങ്ങനെ അവിടെ കിടക്കുമ്പോഴാണ് അപ്പൊ ഈ സഹോദരി എന്നോട് പറയുന്നുണ്ട്, ചേച്ചി വല്ലാതെ എന്തോ ടെൻഷൻ എടുക്കുന്നുണ്ട്, ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കും, അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രയാസം വരുന്നത് എന്നൊക്കെ പറഞ്ഞു എന്നോട്. എന്നാലും ഞാൻ അവിടെ ഇങ്ങനെ കിടന്ന് കരഞ്ഞോണ്ട് കിടക്കാം. പെട്ടെന്ന് എൻ്റെ ലെഫ്റ്റ് സൈഡിലെ ലിപ്സ് മുതൽ താഴേക്ക് മരവിപ്പ്, ഭയങ്കര ഒരു മരവിപ്പ്, നംനെസ് നേരിട്ടു. അതിങ്ങനെ ലിപ്സിന്റെ അവിടുന്ന് താഴേക്ക് വന്ന് കഴുത്തിന്റെ അതിൽ ലെഫ്റ്റ് ഹാൻഡ് ഫിംഗർ എല്ലാം കഴിഞ്ഞ് കാലിലേക്ക് വന്നു. കാലിന്റെ തയ്യ് അവിടെ നിന്നെല്ലാം താഴേക്ക് വന്നു. പാദത്തിൽ ആ വിരല് വരെ ഈ മരവിപ്പൊന്ന് വന്നു. കാലി ഒരു വശം ഒന്ന് മരച്ചു. പെട്ടെന്ന് എനിക്കൊരു ബോധം വന്നതുപോലെ ഞാൻ പെട്ടെന്ന് പറയാണ്, കർത്താവ്, ഞാൻ ദൈവസന്നിധിയിൽ കൈയടിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നതാണ്. എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു, ഞാൻ എങ്ങനെ കർത്താവിനെ സ്തുതിക്കും? അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ അന്ന് ചെറുതാ. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ ആര് നോക്കും? എന്തോ ഭയങ്കര ഒരു ഭാരം വീണ്ടും എൻ്റെ മനസ്സിൽ വന്നു. എൻ്റെ യേശുവേ, എന്നെ രക്ഷിക്കണേ, എന്നെ ഇതിൽ നിന്ന് വിടുവിക്കണേ എന്നിങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ ക്ഷണത്തിൽ ആ കാലയിലേക്ക് ഇറങ്ങിപ്പോയ ആ തരിപ്പ് അതുപോലെ അത് തിരിച്ചു കയറി ലിപ്സിന്റെ അവിടെ വന്നു, അത് മാറി. ഞാൻ പൂർണ്ണ സൗഖ്യമായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ്. അതിനുശേഷം നമ്മള് ചിന്തയിലൊക്കെ ഉണ്ടല്ലോ, നമുക്കൊരു ടെസ്റ്റ് ചെയ്യണം, എന്താണ് ഈ സംഭവം എന്നൊക്കെ അറിയണം. CT ചെയ്ത് മാറി ചെയ്തു. പിന്നെ കരോട്ടോ ഡോപ്ലർ, അങ്ങനെയുള്ള ഒത്തിരി പൈസ അന്ന് മെഡിക്ലെയിം ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു. എല്ലാം നോർമലാണ്, ഒന്നിനും ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനെ ഒരു അത്ഭുതകരമായ വിടുതൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ വീണ്ടും തന്നു. അപ്പൊ ഓരോ പ്രാവശ്യവും ദൈവസന്നിധിയിൽ നമ്മൾ ഒന്നുകൂടെ അടുക്കാനാ, ദൈവത്തോട് ചേർന്നിരിപ്പാനാ. അപ്പൊ ആ സമയങ്ങളില് ഒക്കെ ഈ രാത്രി 2 മണിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് എന്നെ വിളിച്ചെഴുന്നേപ്പിക്കുന്ന പോലെ, നീ എഴുന്നേറ്റ് ബൈബിൾ എടുത്ത് ഇന്ന റെഫറൻസ് വായിക്കുക എന്ന് പറയും. ഞാൻ ചാടി എഴുന്നേറ്റ് അത് വായിക്കുക. എന്നിട്ട് ബാബുച്ചാനോട് പറയും, ബാബുച്ചാ എന്നോട് പറഞ്ഞു ഇങ്ങനെ വായിക്കാൻ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ബാബുച്ചാനോട് പറയുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങള് സ്കൂള് മോന്റെ പഠിത്തം കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവന് ഇവിടെ ഇച്ചിരി കൂട്ടുകെട്ടൊക്കെ കൂടുതലായതുകൊണ്ട് അവന് വിചാരിച്ചു നാട്ടിൽ കൊണ്ട് എവിടെയെങ്കിലും ഹോസ്റ്റലിൽ ചേർക്കാം എന്ന് കരുതിയിട്ട് തിരുവല്ലായി കൊണ്ട് ഇവനെ സ്കൂളിൽ ചേർത്തു. അപ്പൊ അവന്റെ ബോഡി ഗാർഡായിട്ട് വെച്ചിരിക്കുന്നത് ബാച്ചാന്റെ ഒരു സിസ്റ്ററും ഹസ്ബൻഡും അവന്റെ ബോഡി ഗാർഡായിട്ട് വെച്ചിരിക്കുന്നത്. അവനെ അവിടെ സ്കൂളിൽ വിട്ടു. അപ്പൊ ഒരു വർഷം തീരാറായി, ജനുവരി ഫെബ്രുവരി ഒക്കെ എത്തി. ആ സമയത്ത് അവർക്ക് അവിടെ യൂത്ത് ഫെസ്റ്റിവൽ. അപ്പൊ അവിടെ ഈ യൂത്ത് ഫെസ്റ്റിവലിന്റെ ഫോട്ടോ എടുക്കാനും അനൗൺസ് ചെയ്യാനും ഒക്കെ ഇവനായി. പിന്നെ ഇവിടെ നിന്നൊക്കെ ചെന്നുകൊണ്ട് നല്ല ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ നന്നായിട്ട് പെർഫോം ചെയ്തൊക്കെ നിൽക്കുക. പക്ഷെ എന്തോ ഒരു സാഹചര്യത്തിൽ അന്ന് അവിടുന്ന് പെപ്സി കുടിച്ചു. പെപ്സി ഈ പുറത്ത് വന്ന പൂർവ്വ വിദ്യാർത്ഥികൾ പെപ്സി കൊടുത്തു. പെപ്സിയിൽ എന്തോ കലക്കി കൊടുത്തു. ഇവൻ അവിടെ ഛർദ്ദിച്ചു ബഹളം ഉണ്ടാക്കി. അപ്പം പെട്ടെന്ന് രാത്രി 2 മണി 1:30 കഴിഞ്ഞ സമയത്താ. ആ സമയത്ത് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. ഇവന്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ മകൻ ഇതാ ഇവിടെ ഛർദ്ദിച്ച് കിടക്കുന്നു, നിങ്ങൾ വന്ന് കൊണ്ടുപോകണോ എന്ന് പറഞ്ഞു. അത് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നേച്ച് ഹസ്ബൻഡിനെ വിളിച്ച് പറയുകയാണ്, ഹാച്ചാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പ്രിൻസിപ്പൾ എന്നെ വിളിച്ചതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. പ്രിൻസിപ്പൾ പറയുന്നു മോനെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് ഇത് വിചാരിച്ച് ചിന്തിച്ചിങ്ങനെ ഭാരപ്പെട്ട് കട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവന്റെ ഗാർഡിയനായിട്ട് വെച്ചിരുന്ന എൻ്റെ സിസ്റ്ററുടെ ഫോൺ വന്നു. അമ്മാമ്മ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി സ്കൂളില്, അവിടുത്തെ പ്രിൻസിപ്പൾ ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു ഐബിനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പൊ ഈ സംഭവം നടക്കുന്നതിന് മുൻപ്, അതായത് അവിടെ ആ പ്രിൻസിപ്പൾ മനസ്സിൽ ഇത് ചിന്തിച്ച സമയത്ത് കർത്താവ് എനിക്ക് ഇതിവിടെ കാണിച്ചു തന്നു. ഞാൻ എഴുന്നേറ്റ് ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് സഹോദരിയുടെ ഫോൺ വരുവാണ്. ആ ഞാൻ കണ്ടതുപോലെ കേട്ടതുപോലെ തന്നെ ഇവനെ ചെന്ന് കൂട്ടിക്കൊണ്ട് പോരാൻ പറഞ്ഞു വിളിച്ചിരിക്കുന്നതെന്നാണ് ഈ സഹോദരി എന്നോട് പറയുന്നത്. അതും എൻ്റെ ജീവിതത്തിലൊരു വലിയ ഒരു അത്ഭുത സംഭവമായിട്ട് എനിക്ക് തോന്നി. കർത്താവിന്റെ ഇടപെടൽ, നമ്മൾ എവിടെ ഭാരപ്പെടുന്നു അവിടെ കർത്താവിന്റെ ഇടപെടലുണ്ട്.
ദൈവം നമ്മളെ ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് ഉറപ്പും ധൈര്യത്തോടെ വയ്ക്കുവാൻ കർത്താവ് സഹായിക്കും. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീണ്ടും നമ്മുടെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഇവിടെ തന്നെ വീണ്ടും പഠിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. മോള് 10ാം ക്ലാസ് കഴിഞ്ഞു, 12 കഴിഞ്ഞു. അവളെ നേഴ്സിങ്ങിന് വിട്ടു. അവളിപ്പം ഗംഗാറാം ഹോസ്പിറ്റലിൽ അവൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അവളുടെ കല്യാണം 2017 നടന്നു. അവൾക്കൊരു മോളും ഉണ്ട്. മോൾക്ക് 5 വയസ്സ് കഴിഞ്ഞു. അവർ കുടുംബമായിട്ട് അവിടെ കഴിയുന്നു. മോനും ഞാനും ആണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഇവിടെ ഈ നോയിഡ ദേശത്ത് 10, 25, 28 വർഷത്തോളം ഞങ്ങൾ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കൊറോണ വന്ന സമയത്ത് 2020 മാർച്ച് 22 ഫസ്റ്റ് ലോക്ക്ഡൗൺ വന്നത്. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ജോലി നിർത്തി വീട്ടിലേക്ക് വന്നു. ഇനിയും കൊറോണ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ ഡോക്ടേഴ്സും സമ്മതിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഈ ആസാദി ടിവിയുടെ ഈ ചാനലില് ഇങ്ങനെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ അറിയുന്നത്. അതുവരെ നമുക്ക് മൊബൈലൊന്നും നോക്കാനൊന്നുള്ള ഒരു സാഹചര്യമോ ഒന്നുമില്ല. അങ്ങനെ ഞാൻ ആ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. ബാബുച്ചാൻ ഡ്യൂട്ടിക്ക് പോകുന്നു. പിന്നെ പിള്ളേരും അവരവരുടേതായ ലെവലിലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളും ഉപവാസവും അതുവരെ ഉപവസിക്കാനൊന്നും എനിക്ക് കഴിയത്തില്ലായിരുന്നു. എന്നാൽ അന്ന് മുതൽ എനിക്ക് 2020 മുതൽ മിക്കവാറും ഞാൻ രാവിലെ ഉപവാസമൊക്കെ എടുക്കും. ഫുള്ളായിട്ട് എടുക്കത്തില്ല. ഷുഗർ അതികഠിനമായിട്ട് നിൽക്കുകയാണ് എൻ്റെ ശരീരത്തെ. എപ്പോൾ നോക്കിയാലും ഗ്ലൂക്കോമീറ്ററിൽ ഹൈ ആണ് കാണിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ഞങ്ങള് മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ മോന് ഇവിടെ ചെറിയൊരു ജോലിക്കൊക്കെ കയറി. ആ സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറ്റി. ചെറിയൊരു സാഹചര്യം ഉണ്ടായി. ഇവിടെ ഒരു വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായി. നമ്മുടെ മോളില് താമസിക്കുന്നവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായി. അപ്പം ഞങ്ങൾ ആ വീട്ടിൽ 12 വർഷമായി താമസിക്കുന്നു. ആ പുതിയ വീട്ടുകാരെ ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന് വെച്ചതാണ്. പക്ഷെ എന്നാൽ ചെറിയ സാഹചര്യം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു. ഞങ്ങൾ ദൂരെ ഗ്രേറ്റർ നോയിഡ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി. അതൊരു നവംബർ 4 മാറിയ 2020 നവംബർ 4 കൊറോണയുടെ ആ തീവ്ര കുറഞ്ഞു കഴിഞ്ഞ സമയത്ത് അങ്ങോട്ട് മാറി. അവിടെ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് മോൻ ജോലിക്ക് പോകുന്നു, വാവച്ചൻ ജോലിക്ക് പോകുന്നു, ഞാൻ ഭവനത്തിലായിരിക്കുന്നു. അന്ന് വരെ ഇല്ലാത്ത ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ആയിരുന്നു. അവിടെ ചെന്ന് നവംബറിൽ ഞങ്ങൾ അവിടെ ചെന്നു. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആയപ്പോഴത്തേക്ക് ഈ കൊറോണ വീണ്ടും അതിശക്തമായിട്ട് 2021 കൊറോണ അതിശക്തമായിട്ട് വീണ്ടും വരികയാണ്. അങ്ങനെ വന്നു. ആ സമയത്ത് മോന്റെ ജോലി വീട്ടിലിരുന്നായി. എനിക്ക് പോകുന്നു, വീട്ടിലിരിക്കുകയാണ്. ഞാൻ ജോലിക്ക് പോകുന്നില്ല. ഹസ്ബൻഡ് മാത്രം ജോലിക്ക് പോകുന്നു. അപ്പൊ വാച്ചൻ അങ്ങനെ ഏപ്രിൽ മാസത്തില് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എന്നോട് പറയാറുണ്ട്, കമ്പനിയിൽ എല്ലാവർക്കും കൊറോണയാണ്, എല്ലാവരുടെയും ചുമ സഹിക്കാൻ പറ്റത്തില്ല, കേൾക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ജനുവരി 26 ഒരു 3 മണി ഉച്ചയ്ക്ക് കഴിഞ്ഞ് 3 മണിക്ക് സമയത്ത് ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു, എനിക്ക് ഭയങ്കര പനിയാണ്, എൻ്റെ ശരീരം എല്ലാം വിറയ്ക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ വിളിച്ച് ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിച്ചു. ഇങ്ങനെ ഹസ്ബൻഡിന് പനിയാണ്, ശരീരമെല്ലാം കളർ ചേഞ്ച് പോലെ വരുന്നുണ്ട്, ഷിവറിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ട്രീറ്റ്മെന്റ് പിന്നെ വീട്ടില് 26, 27, 28 വീട്ടിൽ തന്നെ ആന്റിബയോട്ടിക് കൊടുത്ത് അങ്ങനെ ഒരുവിധം സുഖമായി. അപ്പോഴാണ് ഈ AC ഒക്കെ ഇട്ട്, അതിഭയങ്കര ചൂടാണ്, രാത്രിയിലൊക്കെ ഈ ACയും കൂളറും ഒക്കെ ഇട്ട് കിടന്നിട്ട് 29-ാം തീയതി രാവിലെ ആയപ്പോൾ പുള്ളിയുടെ ശബ്ദം അങ്ങ് അടഞ്ഞു. ഭയങ്കര ചുമ, ഒരു വാക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. വാ തുറന്നാൽ ഉടനെ ചുമയാണ് വരുന്നത്, ഒരു വാക്ക് പുറത്തേക്ക് വരത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയില് അങ്ങനെ 29-ാം തീയതി പെട്ടെന്ന് ഞങ്ങള് അപ്പം വീട്ടിൽ എല്ലാ സാധനങ്ങളും എല്ലാം മേടിച്ചു, എക്യുപ്മെന്റ്സ് എല്ലാം മേടിച്ചു. പൾസോക്സിമീറ്റർ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ ബാറ്റസും തുടങ്ങിയ നെബുലൈസറും എല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം വീട്ടിൽ വെച്ച് ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ അത് കുറഞ്ഞതാണ്. പക്ഷെ അന്ന് ആ കൂളറും എല്ലാം AC എല്ലാം കൂടി ഇട്ട് കിടന്നിട്ട് വീണ്ടും ഒരു പ്രയാസത്തിലേക്ക് വന്നു. അന്ന് പുള്ളിക്കാരന്റെ പൾസ് അങ്ങ് കുറഞ്ഞു. പൾസ് ആദ്യമൊക്കെ 92 ഉണ്ടായിരുന്നു, പിന്നെ അത് 88 ആയി, പിന്നെ അത് കുറഞ്ഞു 64-ലെത്തി. 64-ലെത്തിയപ്പോഴേ ഞങ്ങൾ വിചാരിച്ചു ഇനി ഓക്സിജൻ കൊടുക്കണമല്ലോ. അപ്പോൾ ഓക്സിജൻ കൊടുക്കാൻ അവിടെ എവിടെയോ അന്വേഷിച്ചാലും ഓക്സിജൻ സിലിണ്ടർ ഒന്നും കിട്ടത്തില്ല. എല്ലായിടത്തും 1000 രൂപ കൊടുക്കുന്നിടത്ത് 5000 കൊടുത്താലും കിട്ടാത്ത ഒരു സാഹചര്യമാണ് അന്നുള്ളത്.
അങ്ങനെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചു. അപ്പൊ ഈ സർദാർജിമാർ ഇവിടെ ഒരു സ്ഥലത്ത് ഓക്സിജൻ ഫ്രീ ആയിട്ട് പേഷ്യൻസിന് കൊടുക്കുന്നു എന്ന് കേട്ടിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അപ്പൊ ഞങ്ങൾ ഈ വന്ന് താമസിക്കുന്നത് 500 വില്ലകളുള്ള ഒരു സ്ഥലത്താണ്. ഒരു വീട്, വളരെ മനോഹരമായ വീട്. താഴെ ഒരു റൂം, എല്ലാ സൗകര്യവും, മേലെ 2 റൂം, അങ്ങനെയൊക്കെയുള്ള നല്ല സൗകര്യമുള്ള സ്ഥലത്താണ്. അവിടെ വന്നതിന്റെ ഉദ്ദേശം തന്നെ ഞങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും, അവിടെ വിലക്കുറവുണ്ട്, അപ്പൊ ചെറിയൊരു വീട് തരപ്പെടുത്തണം. അപ്പൊ വർഷങ്ങളായി ഞങ്ങൾ ഡൽഹിയിലാണ്, അതുവരെ ഞങ്ങൾക്ക് ഒന്നിനും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ ഒരു വീടൊക്കെ സംഘടിപ്പിക്കണം എന്നൊക്കെ ഉള്ള ഐഡിയയിലാണ് ഞങ്ങൾ അങ്ങോട്ട് താമസം മാറിയത്. വന്ന 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണ വന്നു. ആവശ്യത്തിന് അന്ന് ഈ ഓക്സിജന്റെ ലെവലൊക്കെ കുറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് അടുത്തൊരു ഒരു ബന്ധക്കോസ് കുടുംബമുണ്ട് ആ ദേശത്ത്. അവിടെ ആ 500 വില്ലയിൽ ഒരു ബന്ധക്കോസ് കുടുംബം, വേറൊരു കത്തോലിക്ക കുടുംബം, 2 കൂട്ടരേ ഉള്ളൂ ക്രിസ്ത്യൻസ് ആയിട്ട്. അപ്പൊ ഈ ബന്ധക്കോസ് കുടുംബം അവരുടെ കെയർ ഓഫിലാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നതും പരിചയപ്പെട്ടതും ഒക്കെ. അവര് നല്ല സഹകരണമുള്ള ആൾക്കാരാണ്. അങ്ങനെ അവിടെ കഴിയുന്ന സമയത്താണ് അപ്പം പെട്ടെന്ന് അവരുടെ വണ്ടി വിളിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഹസ്ബൻഡിനെ ഈ ഓക്സിജൻ കിട്ടുന്ന സ്ഥലത്തേക്ക്, അത് കുറച്ച് ദൂരത്തേക്ക് പോകണം. അപ്പൊ ഈ ഗ്രേറ്റർ നോയിഡ, നോയിഡ എല്ലാം നല്ല പച്ചിപ്പുള്ള സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ ഈ വണ്ടിയിൽ ഇങ്ങനെ പോയ സമയത്ത് പുള്ളിക്കാരൻ ഓക്സിജനൊക്കെ കൂടി 88 ഒക്കെ ആയി ഞങ്ങൾ ഈ ഓക്സിജൻ കൊടുക്കുന്ന സ്ഥലത്തേലും. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ ഈ കൊറോണയുടെ തീവ്രത മനസ്സിലാക്കുന്നത്, ഓക്സിജന്റെ വില മനസ്സിലാക്കുന്നത്. നമ്മൾ ജനിച്ച കാലം മുതൽ ഈ സമയം വരെയും കർത്താവ് ഓക്സിജൻ തന്ന് ഫ്രീ ആയിട്ട് തരുന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല, അത് നമ്മളിൽ ഉണ്ടെന്നൊക്കെയുള്ള നമ്മളുടെ ധാരണ. അല്ല, കർത്താവ് വന്നത് കൊണ്ടാണ് നമ്മൾ അതുവരെ പിടിച്ചു നിൽക്കുന്നത്. ഇവിടെ ചെല്ലുമ്പോഴേ 100 കണക്കിന് ആൾക്കാർ നിലത്ത് കിടക്കുന്നു, മറ്റേ അറ്റൻഡേഴ്സ് പിടിച്ചു നിർത്തി ഓക്സിജൻ കൊടുക്കുന്നു. എവിടെ ഇരിക്കാനും കിടക്കാനും ഇടയില്ല. അതുപോലെ അത് തന്നെ റോഡ് സൈഡിലുള്ള കമ്പിയിലും മരത്തേലും ഒക്കെ ആ സിലിണ്ടർ കെട്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു അവസ്ഥ ഞങ്ങൾ കാണാനിടയാണ്. അവിടെ ചെന്ന് ഹസ്ബൻഡ് പൾസോമീറ്റർ നോക്കുമ്പോൾ പുള്ളിക്കാരന് 88 ഉണ്ട്. പിന്നെ അത് ഇച്ചിരി നേരം പുറത്തിരുന്നപ്പോൾ 82 ആയി. അപ്പൊ അവര് പറഞ്ഞു, ഇവിടെ 40 പോലും ഇല്ലാത്തവർക്കാണ് ഇവിടെ ഓക്സിജൻ കൊടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും, ഒരു കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴും ഓക്സിജന് വലിയ കുഴപ്പമില്ല. അങ്ങനെ വീട്ടിൽ വന്ന് കയറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഓക്സിജൻ ഡൗൺ ആയി. അപ്പൊ 29-ാം തീയതി രാത്രിയായി. പിറ്റേ ദിവസം അപ്പൊ എന്റെ മോള് ഗംഗാറാമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ അവിടെ എവിടെ എനിക്കും പരിചയമുള്ള ഒത്തിരി ഡോക്ടേഴ്സ്, വർഷങ്ങളോളം ഇവിടെ ജോലി ചെയ്ത പരിചയമുള്ളവരുണ്ട്. അവിടെ എവിടെയെല്ലാം വിളിച്ചു നോക്കിയിട്ട് നമുക്കൊരു ബെഡ് കിട്ടുന്നില്ല. അപ്പം പിറ്റേ ദിവസം 30-ാം തീയതി ഒരു ഉച്ചയായപ്പോൾ മോള് വിളിച്ചു പറഞ്ഞു, മമ്മി ഇവിടുത്തെ, അവളൊന്ന് ക്രിട്ടിക്കൽ ICUയിൽ, അതായത് ഈ കൊറോണ ICUയിൽ വർക്ക് ചെയ്യുമോ. അപ്പൊ അവള് വിളിച്ചു പറഞ്ഞു, ഇവിടെ ഒരു പേഷ്യന്റ് ഡെത്ത് ആയിട്ടുണ്ട്. അപ്പൊ ഈ പപ്പയുടെ കാര്യം അവൾ അവിടെ ഒരു ഡോക്ടറോട് പറഞ്ഞിരുന്നു. ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ നിങ്ങളുടെ പപ്പായ്ക്ക് സുഖമില്ലെന്നല്ല പറഞ്ഞ, പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും, ഈ ബെഡ് നമുക്ക് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അത് ബുക്ക് ചെയ്യണമെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കണം. ആ സാഹചര്യവും കൂടി ഓർക്കണം. എന്തായാലും ഇവിടുത്തെ സ്റ്റാഫാന്നൊക്കെ പറഞ്ഞ് അവരോട് പറഞ്ഞിട്ട് അങ്ങനെ 50,000 രൂപയ്ക്ക് ആ ബെഡ് ബുക്ക് ചെയ്തു. ഉച്ചയ്ക്ക് 2 മണിക്ക് ഇത് ബുക്ക് ചെയ്തെങ്കിലും പക്ഷെ ആ മരിച്ച ബോഡി അവിടുന്ന് അവർ മാറ്റിയില്ല. ആ ബോഡി മാറ്റുന്നേരം അന്നേ സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ ഈ ഫോട്ടോ എടുത്ത് വീട്ടുകാരെ കൊടുക്കും, ഫോട്ടോ എടുത്ത് കാണിക്കും. എന്നിട്ട് ബോഡി ഹോസ്പിറ്റലിൽ തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി മറവ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്, ഭവനത്തിലേക്ക് കൊടുക്കത്തില്ല. ആ സാഹചര്യത്തില് ആവശ്യം അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് രാത്രി ഒരു 12 മണി 1 മണിയായി. അതായത് 31-ാം തീയതിയോട് 1-ാം തീയതിയോട് അടുത്തായി, മെയ് 1-നോടടുത്തായി അവിടെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് ഇത് മാറ്റുന്നു. അപ്പോഴത്തേക്കും വീണ്ടും ഓക്സിജൻ ഡൗൺ ആയി. അങ്ങനെ ഹോസ്പിറ്റലിൽ മെയ് 1-ന് അഡ്മിറ്റ് ആക്കി. 1 മാസം കംപ്ലീറ്റ് 1 മാസം ഹോസ്പിറ്റലിൽ കിടന്നു. അതിനിടയ്ക്ക് ഓക്സിജന്റെ ലെവൽ, ഈ ഓക്സിജൻ വെച്ച് മാത്രം NIV മാസ്ക് ഇൻഡ്യൂവേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. NIV മാസ്ക് വെച്ച് മാത്രം ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുക, വർത്താനം പറയും, ഭക്ഷണം കഴിക്കും, ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങനെ പോകുന്നു. അപ്പൊ ഇങ്ങനെ കിടന്ന് കാലിനൊക്കെ ഒരു സ്റ്റിഫ്നെസ് പോലെയൊക്കെ വന്നു ഒരു 10-15 ദിവസമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇടയ്ക്ക് വീണ്ടും അവര് CT ചെയ്ത് നോക്കിയപ്പം ലെൻസിനെല്ലാം ഫൈബ്രോസിസും ഫംഗസ് ഇൻഫെക്ഷനും വന്നു. അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ ഇവിടെ, ഞങ്ങളന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നമുക്ക് അനുവാദമില്ല. ഞാനിവിടെ ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിച്ച് ഈ ഫംഗസ് ഇൻഫെക്ഷൻ പ്രോബ്ലം ആണെന്ന് എന്നോട് പറയാനിടയായി. എന്നാലും ജനങ്ങൾ മുഴുവൻ ഒന്നടങ്കം ജനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എവിടെയെല്ലാം പരിചയക്കാരും എല്ലാവരും വിളിച്ച് പറഞ്ഞ് അനേകരുടെ പ്രാർത്ഥനയാണ് ആശാനോട് കൂടെയുണ്ട്.
അപ്പം ഞങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഇത്ര സീരിയസ് ആയിട്ട് ഇങ്ങനെ പോകുമെന്നുള്ള ഒരു ചിന്താഗതി ഒന്നുമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസവും അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യവും നേരം വിളക്കുമ്പോൾ ശരിയാകും, വാർഡിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ഐസിലേക്ക് മാറ്റാമെന്നൊക്കെ പറയുന്ന സാഹചര്യം വരുന്ന അന്ന് വീണ്ടും വീസിങ് പ്രോബ്ലമോ വീസിങ് ഡിഫിക്കൽറ്റിയോ എന്തെങ്കിലും ഉണ്ടായി മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ ഈ 29-ാം തീയതി, മെയ് 29-ാം തീയതി അവര് എമർജൻസി, എൻ്റെ മോളുടെ നാത്തൂനും അവിടെ തന്നെ വർക്ക് ചെയ്യുന്നു, ആ കൊച്ചു എമർജൻസി സ്റ്റെപ്പ് ഡൗൺ ഐസിലേക്ക് മാറ്റി. അങ്ങനെ മാറ്റി 29-ന്. 29-ന് രാത്രി ഉച്ച കഴിഞ്ഞ് മാറ്റി. അപ്പൊ അവിടെ ചെന്നിട്ട് കുഴപ്പമില്ല, പക്ഷെ നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും വർത്താനം പറയുന്നുണ്ട്, ഓക്സിജന്റെ ലെവലൊക്കെ നിൽക്കുന്നു. പക്ഷെ ഓക്സിജൻ കണ്ടിന്യൂ ചെയ്യണം. ഓക്സിജൻ വെച്ചോണ്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ അവിടെ കൊണ്ട് കിടത്തി. 29-ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. 30-ാം തീയതി രാവിലെ ആയപ്പോൾ മോള് പറഞ്ഞു, അപ്പൊ എല്ലാ ദിവസവും രാവിലെ 5 മണിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ എഴുന്നേറ്റ് രാവിലെ ഒരു പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് ഒക്കെയാണ് കാര്യങ്ങളിലേക്ക് തുടങ്ങുന്നത്. അതുപോലെ 5 മണിയായപ്പോൾ ഞാൻ വിളിച്ചപ്പം ബാബച്ചൻ ഫോൺ എടുത്തു. 30-ാം തീയതി രാവിലെ ഫോൺ എടുത്തു. ഫോണിൽ എന്തോ ഒരു സൗണ്ടൊക്കെയാ കേൾക്കുന്നത്, സ്ഥലമൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ബാബച്ചൻ സ്ട്രഗിൾ ചെയ്യണ്ട, ഞാൻ അന്ന് മോൾക്ക് നൈറ്റ് ഡ്യൂട്ടി, അവള് മുകളില് പഴയ ICUവിൽ തന്നെ വർക്ക് ചെയ്യുക. അപ്പം അവള് വരുമ്പോ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. 7 മണി, അവിടെ ഡ്യൂട്ടി തീരുന്നതിന് മുമ്പ് 7 മണിയായപ്പോ ഇവിടെ പപ്പ കിടക്കത്ത് വന്നു. വരുമ്പോ ബാബച്ചൻ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുക, ഓക്സിജനൊക്കെ ചലിക്കുന്നുണ്ട്, അങ്ങനെ കിടക്കുന്നു. പെട്ടെന്ന് ഡോക്ടേഴ്സിനെ വിളിച്ച് അവര് പറഞ്ഞു വെന്റിലേറ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. 30-ാം തീയതി രാവിലെ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, പപ്പായ്ക്ക് ഇങ്ങനെ സീരിയസ് ആണ്, പിന്നെ അൺകോൺഷ്യസിലായി, വെന്റിലേറ്റർ ഇടുന്നതും ഡോക്ടർ പറയുന്നത്. ഞാൻ പറഞ്ഞു കൺസെന്റ് ഒക്കെ കൊടുത്തു, നീ നമുക്ക് ആളെ തിരിച്ചു കിട്ടിയാൽ മതി, നീ കൺസെന്റ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞു. കൺസെന്റ് കൊടുത്തു, വെന്റിലേറ്റർ ഇട്ടു. ആ 30-ാം തീയതി ഞങ്ങൾ ഒരു 9:30 10 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് ദൂരമാണ് ഞങ്ങൾ താമസിക്കുന്ന അങ്ങോട്ട്. ഞാനും മോനും കൂടെ പെട്ടെന്ന് അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അവര് വെന്റിലേറ്ററിൽ ഇട്ടു, സെഡേഷനിലായി. വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞ് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷെ വീഡിയോ കോൾ ചെയ്യുകയും വർത്താനം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടെ ചെല്ലുമ്പോൾ വെന്റിലേറ്ററായി. ഞങ്ങൾ അന്ന് രാത്രി 12-1 മണി വരെയൊക്കെ അവിടെ ഇരുന്നു. അപ്പൊ അവിടെ ഇരിക്കാൻ സൗകര്യം അവർ തരത്തില്ല, ആൾക്കാരെ അങ്ങനെ ഇരുത്തത്തില്ല. അറ്റൻഡറെ പുറത്തൊരു ടെന്റ് കെട്ടിയിട്ടുണ്ട്, അവിടെ പോയിരിക്കണം. എന്തായാലും ഞങ്ങൾ അവിടുന്ന് രാത്രി 1 മണിയായപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ വന്നു. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരും കാണുകയും ഒന്നുമില്ല, എല്ലാവരും ഫോണിലൂടെ സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ വീട്ടിൽ വന്നു. രാവിലെ 9 മണിയായപ്പോൾ മോള് വിളിച്ചു പറഞ്ഞു, എന്നോടല്ല മോനോട് പറഞ്ഞു, ഡ്രസ്സൊക്കെ എടുത്ത് മമ്മിയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു ഡയാലിസിസിന് കൊണ്ടുപോവാണ്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് മോനും ഞാനും കൂടെ അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പം അപ്പൊ അതിനു മുമ്പ് ഞങ്ങളുടെ പാസ്റ്റർ ഇവിടെ ഈ PMGയിലെ ഞാൻ പറഞ്ഞ കെവൈ ബാബു പാസ്റ്റർ എന്നെ ഒന്ന് വിളിച്ചു. ഒരു 9 മണിയായപ്പോൾ വിളിച്ചേച്ച്, ബാബു ബ്രദറിന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഓർഗാൻസ് എല്ലാം ഫെയിലിയർ ആവുകയാണ്, പ്രാർത്ഥിക്കണേ പാസ്റ്ററെ എന്ന് പറഞ്ഞു. പാസ്റ്റർ ഒന്നും പറഞ്ഞില്ല, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇവരൊക്കെ അറിഞ്ഞിരുന്നു, എല്ലാവരും അറിഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരുവിധം പരിചയമുള്ളവർ, അന്ന് ഭയങ്കര ഒരു സ്ഥലത്ത് ഒരു 10-20 പേര് കൂടി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, ഒത്തിരി ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട്, പരിചയമുള്ളവരൊക്കെ. അപ്പോഴേ എനിക്ക് മനസ്സിലായി സംഭവം എന്തോ നടന്നു. അപ്പൊ ഹോസ്പിറ്റലിന്റെ താഴെ എത്തിയിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ മേലെ ചെല്ലുമ്പോൾ മോള് പപ്പായുടെ അടുത്ത് ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞാണ് ഇവര് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത്. അപ്പൊ ഒരു 7:30 അല്ല 8:30യോടുകൂടി മരിച്ചു. അപ്പൊ ഒറ്റ ദിവസം മാത്രമേ വെന്റിലേറ്ററിൽ കിടന്നുള്ളൂ, അതുവരെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ മെയ് 31-ന് മരിച്ചു. അന്ന് വൈകിട്ട്, അപ്പൊ അന്ന് തന്നെ ഞങ്ങൾക്ക് ഫ്രോണൽ നടത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്, വീട്ടിലൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പൊ അന്ന് തന്നെ പലയിടത്തും അന്വേഷിച്ചു. അപ്പം സെക്രട്ടറി ഉള്ളിടത്ത് അവര് പറയുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ബയോപ്സി എടുത്ത് ചെയ്യണം, അത് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ഇവിടെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് കുറച്ച് തടസ്സങ്ങളൊക്കെ വന്നു. അങ്ങനെ 2-3 മണിയായപ്പോൾ അപ്പൊ ഞങ്ങള് ഫരീദാബാദിൽ വന്ന് താമസിക്കുമ്പോൾ അഗപ്പ മിഷൻ പാസ്റ്റർ ജോൺ മാത്യു എന്ന് പറയുന്ന ഒരു പാസ്റ്ററുടെ കൂടെ ഞങ്ങളൊന്ന് കൂട്ടായ്മയ്ക്ക് പോകുന്നു. 4 മാസമേ ആയിട്ടുള്ളൂ, 4-5 മാസമായിട്ടുള്ളൂ. അതിൽ 5 മാസത്തില് 2-3 മാസങ്ങളില് ഓൺലൈൻ പ്രെയർ ആയിരുന്നു. സഭയിൽ പോയി ഒന്നിച്ച് കൂടിയിട്ടുള്ളത് 2 മാസത്തോളേ ഉള്ളൂ. പിന്നെ ഈ അടുത്ത് ഞങ്ങൾ താമസിക്കുന്നതിന് അടുത്തുള്ള ആ ബന്ധക്കോസ് കുടുംബവും.
അപ്പൊ പെട്ടെന്ന് ആ പാസ്റ്റർ ഫരീദാബാദിലാ താമസിക്കുന്നത്. പാസ്റ്ററും മോനും കൂടെ ഉച്ച കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ വന്നു. വിവരങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഭ്രൂണനം നടത്താനുള്ള സ്ഥലം ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ പെട്ടെന്ന് അവിടുന്ന് ഒരു പാസ്റ്റർ വിളിച്ചു. നരേന്ദർ മസി എന്നാ പാസ്റ്ററുടെ പേര്, ഹിന്ദിക്കാരന്. ആ പാസ്റ്റർ പെട്ടെന്ന് ഇവിടെ ക്രിസ്ത്യൻ സിമിറ്ററി എന്ന് പറഞ്ഞ എല്ലാ ക്രിസ്ത്യൻസിനെ അടക്കുന്ന ഒരു സ്ഥലമുണ്ട്, അത് നോയിഡയിൽ തന്നെയാണ്. അവിടേക്ക് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ് എല്ലാം ശരിയാക്കി. അപ്പോൾ സമയം 6 മണിയായി. അപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞു ഇന്നിനി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ അന്ന് മോർച്ചറിയിൽ വെച്ചേച്ച് ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം രാവിലെ മോർച്ചറിയിൽ പോയി എടുത്തു. അങ്ങനെ 1-ാം തീയതി ജൂൺ 1-ന് സംസ്കാരം കഴിഞ്ഞു. അത് 20 പേരെ കൂടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു 150-200ഓളം പേരന്നുണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങളൊക്കെ അന്ന് നടക്കുവാനിടയായി. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ. 5-8 പിന്നെ മോളുടെ കുടുംബം, മോളുടെ ഫാദറിലോ പാസ്റ്ററാണ്, ഒത്തിരി സീനിയർ പാസ്റ്ററാണ്. പിന്നെ അവരുടെ അമ്മാച്ചനെ, അവരുടെ റിലേഷനെ, അതുപോലെ ഞങ്ങൾക്കും പരിചയമുള്ള പാസ്റ്റേഴ്സും ഒക്കെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയൊക്കെ നടന്നു. മറവ് സെമിട്രിയിൽ നിന്നൊക്കെ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് യേശുവിന്, കാരണം 1 മാസം വീട്ടിലില്ലായിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു അന്ധകാരം മോനും ഞാനും ഉള്ളൂ. അപ്പൊ അന്ന് വൈകിട്ട് ഞങ്ങൾക്ക് ഒരു ചെറിയ ഒരു വീഡിയോ കോള് പ്രെയറൊക്കെ വെച്ചായിരുന്നു. നമ്മുടെ റിലേഷൻസ് അവിടുന്ന് ഒത്തിരി ദൂരത്തുനിന്നും അമേരിക്കയിൽ നിന്നും ഖത്തറിൽ നിന്നും ഒക്കെ ആയിട്ട് ആൾക്കാരെല്ലാവരും കൂടെ കൂടി ഒരു അനുശോചന മീറ്റിംഗ് ഒക്കെ വെച്ചു. അതൊക്കെ ഭംഗിയായിട്ട് നടന്നു. വീണ്ടും ഞങ്ങൾ ഏകാന്തരായി, ആരുമില്ലാത്തൊരവസ്ഥ. മരണം എന്നും നമുക്ക് ദുഃഖമാണ്, എന്നാലും അതൊരു വല്ലാത്തൊരു ഭാരമാണ്. നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭാരം. അനുഭവിക്കുന്നത് മാത്രമേ അതിനെപ്പറ്റി മനസ്സിലാവൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിലിരുന്നു. അപ്പൊ ഈ അടുത്ത ഒരു ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞ് അവർ ഞങ്ങൾക്ക് താങ്ങായി, തണലായി, എല്ലാ കാര്യത്തിലും സെമിറ്ററിലെ ആവശ്യങ്ങളും എല്ലാത്തിലും ഹെൽപ്പായിട്ട്. ഞാൻ അച്ചായനാണ്, അച്ചായന്റെ പേര് സാം എന്നാണ്, ഭാര്യയുടെ പേര് ഓമനയാണ്. അവർ രണ്ടുപേരും വളരെ, അവർക്ക് ഒരു മകനുമുണ്ട്. എല്ലാവരും വളരെ ഹെൽപ്പായിട്ട്. സ്വന്തം ആൾക്കാരും ഇല്ലല്ലോ, ആരും അടുത്ത് വരത്തില്ലാത്ത ഒരു സാഹചര്യം, ഭവനങ്ങളിലൊന്നും ആരും കയറാത്ത ഒരവസ്ഥ. ആ സമയത്ത് അവർ കൈത്താങ്ങായി നിന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, മോനും ജോലിയില്ലാത്ത സമയത്ത് 1 വർഷത്തിൽ അധികമായി അവനും ജോലിക്ക് പോകാതെ ആയിട്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്താ ഇനി ഞാൻ ജോലിക്ക് പോകാം, കൊറോണയുടെ തീവ്രതയൊന്ന് കുറയട്ടെ. അപ്പൊ എന്റെ കണ്ണിന് ഈ ഷുഗറിന്റെ പ്രയാസം കൊണ്ട് വളരെ നാളായിട്ടുള്ള 30 വർഷത്തോളം ഷുഗറായിട്ട് ആയി ഞാൻ. അപ്പൊ അതിൻ്റെതായ പ്രയാസങ്ങളെല്ലാം എൻ്റെ ബോഡിക്കുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു കണ്ണിന് ഇച്ചിരി കാഴ്ചക്കുറവുണ്ട്, അപ്പൊ കണ്ണിന് സർജറി ചെയ്യാം എന്ന് കരുതിയിട്ട് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. ഞങ്ങൾ അങ്ങനെ സർജറി ആദ്യത്തെ സെപ്റ്റംബർ മാസത്തിൽ ലെഫ്റ്റ് ഐക്കായിരുന്നു കാഴ്ചക്കുറവ്. ലെഫ്റ്റ് ഐയുടെ സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞ് വന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കാഴ്ചയുണ്ട്. അങ്ങനെ കഴിഞ്ഞപ്പോൾ റൈറ്റ് ഐയുടെയും കൂടെ ഒക്ടോബറിൽ റൈറ്റ് ഐയുടെയും കൂടെ സർജറി കഴിഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞ് അത്യാവശ്യം കാഴ്ചയുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മോന് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എവിടെ ശരിയാകുന്നില്ല. അപ്പൊ ഈ ഒക്ടോബറിൽ സർജറി കഴിഞ്ഞ ആ മാസത്തിൽ തന്നെ എനിക്ക് അതിഭയങ്കരമായ ഒരു തലകറക്കം ഉണ്ടായി. കട്ടിലൊക്കെ ഇങ്ങനെ വട്ടം കറങ്ങുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. ആദ്യമായിട്ട് തലകറക്കം ഒക്കെ പേഷ്യൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന അന്നാണ്. അപ്പൊ ഞങ്ങള് പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ, ഞാൻ ഒത്തിരി കാലം ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഡോക്ടർ വിവരങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഈ മെഡിസിനൊക്കെ കഴിക്കുക, ഇത് സുഖമായി കഴിയുമ്പോൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു വീണ്ടും. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നു. അപ്പൊ ഒരാഴ്ചയോളം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ മോനോട് പറഞ്ഞു ഞായറാഴ്ച വൈകിട്ട്, മോനെ നാളെ നമുക്ക് രാവിലെ 10 മണിയാകുമ്പോൾ ഡോക്ടറെ അടുത്ത് ചെല്ലണം, അവിടെ OPD തുടങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞു. നേരം വെളുത്ത് ഞാൻ മോനോട് പറയാ, എടാ രാവിലെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം പറഞ്ഞ് വൈകിട്ട് കിടന്നു. നേരം വെളുത്ത് രാവിലെ പോകാനുള്ള തയ്യാറെടുപ്പിൽ പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് നോക്കും, എനിക്കൊന്നും കാണത്തില്ല. പെട്ടെന്ന് എൻ്റെ കണ്ണങ്ങ് ഭയങ്കരായി. വല്ലാത്തൊരു അന്തരീക്ഷം, അല്ലാതെ ഭീതിപ്പെടുത്തുന്ന ഒരവസ്ഥ പെട്ടെന്ന് കടന്നു വന്നു. ഈ പെട്ടെന്ന് നമ്മുടെ അടുത്തുള്ള ആ വീട്ടുകാരും അവരും എല്ലാവരും വന്നു. എല്ലാവരും ഈ അപ്പോഴും അധികം ആൾക്കാർ അങ്ങനെ ഭവനത്തിൽ വരാറില്ല. ഈ ഒരു ഭവനമേ ഉള്ളൂ നമുക്ക് വരാനും സഹകരിക്കാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഇവരേ ഉള്ളൂ.
അവർ വന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവാ. ഇത് കാണാൻ പറ്റുന്നില്ല. ഞാനപ്പോ നമ്മൾ ബൈബിളിൽ കാണുമല്ലോ, മനുഷ്യൻ മരം പോലെ നടക്കുന്നു. അതുപോലെ ഒരു മനുഷ്യർ അതിലെ പോയി ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയത്തില്ല. ഒരു കറുത്ത രൂപം ഇങ്ങനെ മാറുന്നതായിട്ട് അവരുടെ മുഖമോ തലയോ ഒന്നും മനസ്സിലാകത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറി. അങ്ങനെ കുറെ കാലം 2-3 മാസമൊക്കെ കഴിഞ്ഞു. അപ്പൊ ആ സമയത്തെല്ലാം ഈ സാക്ഷ്യങ്ങള്, ഞാൻ ഡാളസ് പ്രയറിന്റെ ഒരു ഗ്രൂപ്പുണ്ട്, അതിലും വല്ലപ്പോഴും ഒക്കെ കേൾക്കും. ഈ നമ്മുടെ ആസാദി ടിവിയിലെ എല്ലാം കേൾക്കും. അങ്ങനെയെല്ലാം ഈ സാക്ഷ്യങ്ങൾ കേൾക്കും. അപ്പൊ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കർത്താവ് കൂടെ ഇരിക്കുമോ? അപ്പൊ അങ്ങനെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെങ്കിൽ ആ കർത്താവ് എന്നിലും ഒന്ന് കൂടെ ഇരിക്കണം, എൻ്റെ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണം എന്നൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒത്തിരി മാറ്റം വന്നു. പണ്ടത്തെ പോലെ ഒന്നുമല്ല. പണ്ടൊക്കെ 1 മിനിറ്റ് 2 മിനിറ്റ് കൂടി വന്ന 5 മിനിറ്റ്. ഇപ്പൊ 2-4 മണിക്കൂർ ഇരുന്നാലും എനിക്ക് മതിയാകത്തില്ല പ്രാർത്ഥന. അതുപോലുള്ള ഒരു അവസ്ഥയിലേക്ക് എന്നെ കർത്താവ് കൊണ്ടുവന്നു. അങ്ങനെ പ്രാർത്ഥനയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഡാളസ് പ്രയർ ഗ്രൂപ്പിലാണെന്ന് തോന്നുന്നു, ബീന എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ സാക്ഷ്യം കേൾക്കുകയാണ്. ആ സഹോദരി ചിക്കാഗോയിലാണ്. അവര് ടീച്ചറാണ്. അപ്പൊ അവര് രാവിലെ വണ്ടി ഓടിച്ചു പോകുമ്പോഴൊന്നും അവർക്ക് മനസ്സിലായില്ല. ബോർഡിൽ അവിടെ സ്കൂളിൽ ചെന്നിട്ട് ബോർഡിൽ എഴുതുന്ന സമയത്ത് എഴുതി കഴിഞ്ഞാൽ രണ്ടാമതൊന്നും നോക്കിയപ്പോൾ അവർക്ക് വായിക്കാൻ പറ്റിയില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി അവരുടെ കണ്ണിന് എന്ത് പ്രോബ്ലമാണ്. അതങ്ങനെ വന്ന് ഒരു കണ്ണിന് വന്ന് 2 കണ്ണിന് വന്ന് കണ്ണങ്ങ് ബ്ലാങ്കായി. അത് സർജറികളൊക്കെ ചെയ്തു. പുറം നാട്ടിലല്ലേ എല്ലാം സർജറിയൊക്കെ ചെയ്തെങ്കിലും അവർക്ക് റിക്കവർ ആയില്ല, അവർക്ക് സൗഖ്യം കിട്ടിയില്ല. അപ്പൊ ഈ സാക്ഷ്യം പറയുന്ന കൂട്ടത്തിൽ ഇവർ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ എൻ്റെ കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയി, പക്ഷെ എനിക്കിപ്പോ ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ മകളുടെ കൊച്ചുമകള്, അപ്പൊ മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു കൊച്ചുമകളുണ്ടായി, ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് എനിക്ക് കാണാനൊരു ഭാഗ്യം തന്നെങ്കിൽ ഞാനിപ്പോ പ്രാർത്ഥിക്കാറുണ്ടെന്ന് ആ സഹോദരി പറഞ്ഞു. അപ്പം ഈ മറ്റുള്ളവരുടെ വിഷമോ കണ്ണുനീരോ പ്രയാസമോ ഒന്നും കേൾക്കാൻ എനിക്ക് പണ്ട് കാലം മുതലേ പ്രയാസമാ. അവര് കരയുന്നേക്കാൾ കൂടുതൽ ഞാനും കരയും. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് കരുതുന്നു, ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന ഈ കണ്ണിന്റെ പ്രയാസം വന്നതിന് ശേഷം, ഇപ്പോഴും കണ്ണടച്ചായിരിക്കുന്നത്, ഈ പ്രയാസം വന്നതിന് ശേഷം ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടുന്നു. ഞാൻ പറഞ്ഞ കർത്താവേ, ആ സഹോദരിക്ക് ഒരു കാഴ്ച കൊടുക്കണേ കർത്താവേ, ആ കുഞ്ഞിന്റെ മുഖം ഒരു പ്രാവശ്യം അവരെ ഇന്ന് കാണിക്കണേന്ന് പറഞ്ഞ് ഹൃദയവേദനയോടെ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിന് 2 കണ്ണിനും ഒരുപോലെ എന്തോ ഒരു അനക്കം തട്ടിയതുപോലെ പെട്ടെന്ന് ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ആ പണ്ടത്തെ അവസ്ഥയിൽ നിന്ന്, ആ ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്ന് അത്യാവശ്യം എല്ലാം കാണാം. ഇപ്പൊ നമ്പറുകളൊക്കെ എഴുതിയിരിക്കുന്നതൊക്കെ കാണാം. ഇപ്പൊ വണ്ടിയുത്തിരി ഇതൊക്കെ നമുക്ക് അങ്ങ് വായിക്കാൻ പറ്റും. എന്നാലും വലിയ വലിയ അക്ഷരങ്ങളും ഒക്കെ എനിക്ക് കാണാൻ പറ്റും പെട്ടെന്ന്. ഒരാളുടെ മുഖം കണ്ടാലും അത്ര ക്ലിയർ അല്ലെങ്കിലും എനിക്ക് മനസ്സിലാവും ഞാൻ ഇന്നയാളെയാ കാണുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വീണ്ടും വരുവാനിടയായി. അങ്ങനെ ആ കാഴ്ച എനിക്ക് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് ലഭിക്കാനിടയായി. അതിനു മുന്നേ ഈ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന സാംശാനും കുടുംബം, ആ സഹോദരി എന്നെ മാർക്കറ്റില് കയ്യെ പിടിച്ചുകൊണ്ട് പോകും, സാധനങ്ങൾ മേടിച്ച് എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകും. അവരൊത്തിരി എൻ്റെ ഒരു കണ്ണായിട്ട് എന്നോട് കൂടെ നിന്ന് എന്നെ സഹകരിച്ച് എന്നെ, 2 പേരും ജോലിയില്ലാതെ ഭാരപ്പെട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് അവിടുന്ന് ഞങ്ങള് മാറി. ഇവർക്ക് കാലിയായിട്ട് കിടക്കുന്ന ഒരു സ്വന്തം വീടുണ്ട്, ആ വീട്ടിലേക്ക് ഞങ്ങൾ താമസം മാറ്റിച്ചു. ഞങ്ങൾ അവിടെ താമസിച്ചു, വാടകയൊന്നും കൊടുക്കാതെ 1 വർഷക്കാലം അവിടെ നിന്നു. അന്ന് മോനും ജോലിയില്ല, എനിക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ 1 വർഷക്കാലം അവിടെ നിന്നു. അതിനുശേഷം പിറ്റേ മെയ് മാസമായപ്പോൾ 22 മെയ് ആയപ്പോൾ മോനൊരു ജോലി ലഭിച്ചു. അതിനുശേഷം വീണ്ടും തിരിച്ച് ഞങ്ങൾ പഴയ PMG ചർച്ചിലേക്ക് തന്നെ, ആ സ്ഥലത്തേക്ക് തന്നെ താമസം വന്നു. അങ്ങനെ അവിടെ കുറച്ചു കാലം നിന്നു. അവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ ഈ ബാച്ചാൻ പോയതിനു ശേഷം ആദ്യമായിട്ട് ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഒരു വലിയ കിണർ, ആ കിണറിലെ താഴെ അടിത്തട്ടിലൊരു ഒരു നമ്മുടെ പാദം നനയുന്ന അത്രയും മാത്രം വെള്ളം ഒരു ചെറിയൊരു ഭാഗത്തായിട്ട് കിടക്കുന്നു. വലിയ 3 മത്സ്യങ്ങൾ. അത് എന്നോട് പറഞ്ഞു നിങ്ങൾ 3 പേരുമാണെന്ന്. അതിലെ വലിയ മത്സ്യം മരിച്ചു കിടക്കുന്നു, രണ്ടാമത്തെ മത്സ്യം ഇങ്ങനെ ഈ മരിച്ചു കിടക്കുന്ന മത്സ്യത്തെ നോക്കിയിരിക്കുന്നു. മൂന്നാമത്തെ മത്സ്യം കുറച്ചു നേരം ഈ വലിയ മത്സ്യത്തെ നോക്കിയിരുന്നിട്ട് ഈ കുറച്ച് വെള്ളം കിടക്കുന്ന ആ ഭാഗത്തേക്ക് അത് ചാടി ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു സ്വപ്നം ഞാൻ ആദ്യം കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ മത്സ്യങ്ങളും വെള്ളങ്ങളും മാത്രം. അത് രാത്രി 2 മണിക്ക് പ്രാർത്ഥിക്കാൻ എഴുന്നേക്കും. എന്നും വർഷങ്ങളായിട്ട് അത് നടക്കുന്നതാണ്.
ഈ 2 മണിക്ക് ഞാൻ ഉറക്കം തെളിഞ്ഞില്ലെങ്കിൽ എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നല്ലോ, തട്ടി ഉണർത്തുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ട്. അത് ഞാൻ എഴുന്നേൽക്കും. അങ്ങനെ 2 മണി, 3 മണി, 4 മണി വരെയൊക്കെ ഇരിക്കും. 4, 4:30 ആകുമ്പോൾ വീണ്ടും ഞാൻ കിടക്കും. ആ കിടക്കുന്ന സമയത്താണ് വീണ്ടും ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നത്. അപ്പം നദികൾ ഒഴുകുന്ന നല്ല സ്ഫടികമായിട്ട് ഒഴുകുന്ന വെള്ളങ്ങളും അതിൽ കൂടെ മീൻ നടക്കുന്നതും മീൻ ഓടുന്നതും അങ്ങനെയൊക്കെ ഉള്ള സ്വപ്നങ്ങളൊക്കെ ഒത്തിരി കാണുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു, ഇങ്ങനെ ഒരു നദി നല്ല നിശ്ചലമായി ഇങ്ങനെ കിടക്കുന്ന സമയം. അപ്പൊ അതിന്റെ നടുക്ക് ഒരു കൊച്ചു മുനമ്പ് പോലുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പൊ എഴുന്നേറ്റിരുന്ന പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ ഉറങ്ങുകയല്ല, ആ സമയത്തൊക്കെ ഞാനിത് കാണും. അപ്പൊ ഒരു നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ഒരു വലിയ പിക്കാസ് കൊണ്ട് ആ ആ മുനമ്പ് പോലെ നിൽക്കുന്ന സ്ഥലം കൊത്തി നിരപ്പാക്കി നിരപ്പാക്കി വന്ന് അയാൾ ആ വെള്ളത്തിലേക്ക് അങ്ങ് താന്നു പോയി. അങ്ങനെ ആ വെള്ളം വളരെ ഈ കൊത്തി നിരപ്പാക്കിയ വെള്ളം കുറച്ച് കലങ്ങി. പക്ഷെ ഈ മനുഷ്യൻ അങ്ങ് താന്നു പോയതോടെ ആ ജലം പിന്നെ അങ്ങ് നല്ല ക്ലിയർ ആയിട്ട് നല്ല വെള്ളമായിട്ട് ഒഴുകാൻ തുടങ്ങി. പിന്നെ മത്സ്യങ്ങൾ, പുതിയ കൊച്ചു കൊച്ചു മത്സ്യങ്ങൾ, നമുക്ക് എണ്ണിക്കൂടാത്ത വിധത്തിലുള്ള മത്സ്യങ്ങൾ ഓടുന്നത്, പിടിച്ചോണ്ട് വരുന്നത്, അങ്ങനെയുള്ള മത്സ്യങ്ങളെയാണ് പിന്നെ കാണുന്നതെല്ലാം. അപ്പൊ ആ സമയത്ത് വീണ്ടും ഞാനൊരു കിണർ സ്വപ്നം കണ്ടു. മനോഹരമായ ഒരു പുതിയ വെട്ടിയ ഒരു കിണർ, വലിയ വിസ്താരമുള്ള കിണർ. ആ കിണറിന്റെ അകത്ത് നിറയാറായി വെള്ളമുണ്ട്. പക്ഷെ ആ കിണറിന് ചുറ്റുമതിലില്ല. നിറയാറായി വെള്ളമുള്ളപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ ആ കിണറ്റിലേക്ക് ഒന്ന് നോക്കാൻ. ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അതിന്റെ അടിയിൽ കിടക്കുന്ന മണൽ തരി പോലും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. അത്രയും മനോഹരമായ വെള്ളം. അതിൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ വെള്ളത്തിലേക്ക് വീഴാൻ തുടങ്ങുകയും നമ്മൾ ബാലൻസ് പിടിച്ച് പുറകോട്ട് മാറുന്നത് പോലെ ഞാൻ ഇങ്ങനെ മാറുകയും ചെയ്യും. അങ്ങനെ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. പിന്നെ ഈ പ്രാർത്ഥിച്ച് കിടക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ എങ്ങനെയോ ഒരു സ്ഥലത്ത് എത്തപ്പെട്ടു. അത് മനോഹരമായ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് എത്തി. അങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോഴേ വലിയൊരു സിംഹാസനം. ആ സിംഹാസനം എന്ന് പറയുന്ന ഒരു വലിയ ബിൽഡിങ്ങിനേക്കാൾ വലുതാണ്. അതിന് 2 സീറ്റുണ്ട്. അതിൽ ഒരു സീറ്റിൽ നമ്മുടെ യേശുക്രിസ്തു ഇരിക്കുന്നു. പക്ഷെ യേശുക്രിസ്തു ആണെന്ന് എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ മുഖമൊന്നും കാണത്തില്ല. തലയിൽ ഒരു കിരീടമുണ്ട്. ആ കിരീടത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ആ കല്ലിന്റെ ശോഭയാണ് അവിടെ എല്ലാം പരന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇങ്ങനെ നോക്കി. ഒരു സീറ്റ് കാലിയാ. ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്നോട് ആരോ പറയുന്നു, അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു, തല പൊക്കി നോക്കാന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ദൂരത്തുനിന്ന് ഇങ്ങനെ നക്ഷത്രങ്ങൾ ചലിച്ചു വരുന്ന പോലെ ഇങ്ങനെ വരുന്നത് കണ്ടു. കുറച്ചു നേരം ഞാൻ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അതിങ്ങനെ അടുത്തടുത്ത് വന്നപ്പോൾ അതെല്ലാം മാലാഖമാര. അവരുടെ കണ്ണാണ് ഈ ശോഭിച്ച് കാണുന്നത്. കണ്ണ്, ചെവിയെ, വായ എല്ലാം നക്ഷത്രങ്ങളാണ്. അവരെല്ലാവരും ഒരേ ഡ്രസ്സിലാണ് വരുന്നത്. അവരിങ്ങനെ വന്ന് വളരെ ഒരു സന്തോഷഭാവത്തിൽ 100,000 ആൾക്കാരുണ്ട്. അവരിങ്ങനെ വന്ന് 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 ഈ സിംഹാസനത്തെ ഇങ്ങനെ യേശുക്രിസ്തുവിനെ നോക്കി ഇങ്ങനെ ചുറ്റി കടന്നു പോകുന്ന ഒരവസ്ഥ. അപ്പൊ ഞാൻ വിചാരിച്ചു, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നിത്യതയിൽ കാണാം, നമ്മളെ മരിച്ചു കഴിയുമ്പോൾ നിത്യതയിൽ കാണാം. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരുടെയും ഫേസ് ഒരുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനപ്പൊ ചിന്തിക്കുക, നമുക്ക് അവിടെ ചെന്നാലും മനസ്സിലാകാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ അവിടെ ചെല്ലും, എല്ലാവരും നമ്മൾ കാണും, പക്ഷെ ഫേസ് ഒന്നും തിരിച്ചറിയത്തില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ആ സ്വപ്നം കണ്ടപ്പോൾ മകൾ അനേക സ്വപ്നങ്ങൾ. ആ സമയത്ത് ഞാൻ ഇവിടുന്ന് വീണ്ടും ഒരു സാക്ഷ്യം കേൾക്കുവാണ്. ഒരു സഹോദരി പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ അഭിഷേകം അവർക്കുണ്ടായി. അവര് വെള്ളത്തിൽ നീന്തി തുടിച്ച് അഭിഷേകം പ്രാപിച്ചതായിട്ട് പറഞ്ഞു. കർത്താവേ, അങ്ങനെ ഒരു അഭിഷേകമുണ്ട്, എനിക്കും അതൊരു അഭിഷേകമായിട്ട് തരണേ. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ആ അടുത്ത ദിവസങ്ങളിൽ ഞാൻ വീണ്ടും ഒരു ദർശനം കാണുകയാണ്. ഒരു കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്ന ഒരു വിശാലമായ ഒരു വയലിൽ നമ്മുടെ മുട്ടിന്റെ ഒപ്പം വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ കൊയ്ത്ത് കഴിയുമ്പോൾ ഈ കൊയ്ത്തിലെ നെല്ലല്ലാത്ത എല്ലാം അവിടെ അങ്ങനെ അങ്ങനെ നിൽക്കുമല്ലോ, ചെറിയ ചെടികളൊക്കെ. അതിനിടയ്ക്ക് കൂടെ കറുപ്പും മഞ്ഞയും ചുവപ്പും ഒക്കെയുള്ള മത്സ്യങ്ങൾ ഇങ്ങനെ ഓടി നടക്കും. വീണ്ടും അന്ന് കേട്ടതുപോലെ ഒരു സ്വപ്നം. അങ്ങോട്ട് നോക്കാം, ഞാൻ ഇച്ചിരി ദൂരേക്ക് കണ്ടത്തിന്റെ അരികിലേക്ക് നോക്കുമ്പോൾ ഒരു മത്സ്യം, ഈ ഡോൾഫിനൊക്കെ നിന്ന് കളിക്കുന്ന പോലെ ഒരു മത്സ്യം വാലയെ കുത്തി നിന്ന് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞ് ഡാൻസ് കളിക്കുന്നു. എന്നോട് പറഞ്ഞു, ആ മത്സ്യം അഭിഷേകം പ്രാപിച്ചതാണ്. കർത്താവ്, എനിക്ക് സന്തോഷമായി. ഞാൻ വിചാരിച്ചു, കർത്താവ് എനിക്ക് അങ്ങനത്തെ ഒരു അഭിഷേകം എനിക്ക് തരാൻ പോവുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അങ്ങനെ ആ ശബ്ദം കേൾക്കുകയും ആ മത്സ്യത്തെ കാണുകയും ഒക്കെ ചെയ്യും. അങ്ങനെ അനേകം അനേകം സ്വപ്നങ്ങളും രാത്രിയുടെ യാമങ്ങളിലൊക്കെ വചനങ്ങളും ഒക്കെ എഴുന്നേറ്റ് പ്രകാശിക്കുക, എന്നിട്ട് പ്രകാശം വന്നിരിക്കുന്നു. അതെപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ്. പിന്നെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ യഹോവയാവുന്നു. അതും എനിക്ക് കൂടെ കൂടെ പ്രയാസമോ ഭാരമോ ഒക്കെ കടന്നു വരുമ്പോൾ
എല്ലാം ഒരനുഗ്രഹമായിട്ട് കേൾക്കുന്ന വചനമാണ്. ഇങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങി. മോന് ജോലിയായി. പിന്നെ ഒരു ചെറിയ ജോലിയാണ്, എന്നാലും അത്യാവശ്യം ഞങ്ങൾ കഴിഞ്ഞു പോകുന്നു. വീണ്ടും ഞാൻ ഈ കഴിഞ്ഞ മാസത്തിൽ വീണ്ടും ഞാൻ ഇതുപോലെ രാത്രിയിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് കിടന്നപ്പം ഞാനൊരു സ്വപ്നം കാണുകയാണ്. അവിടുന്ന് അപ്പൊ അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെ നല്ലൊരു സഹായത്തിനൊരു ഭവനത്തെ കർത്താവ് ഒരുക്കി. ഞാനൊരു ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും എപ്പോഴും ഒരു സഹായത്തിനൊരു കരം എൻ്റെ കൂടെ ഉണ്ട്. ആരെങ്കിലുമായിട്ട് ഏത് തരത്തിലുള്ള ഭാരം നമുക്കുണ്ടോ അതിനൊരു പരിഹാരവുമായിട്ട് നമ്മുടെ കൂടെ എത്തുമെന്നുള്ളത്. ഇവിടെ വന്നു അവിടെ തിരിച്ച് ഞങ്ങള് നോയിഡയിൽ വന്നപ്പം അവിടെ ഒരു ഭവനത്തില് എൻ്റെ ഒരു കൂട്ടുകാരി, അവളുടെ ഹസ്ബൻഡ് അങ്ങ് മരിച്ച് 2 കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുന്നുണ്ട്. ആ പുള്ളിക്കാരത്തി ആയിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു. എനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഞെരുക്കത്തിലേക്ക് പോയി. ആ സമയത്താണെങ്കിലും ഏത് സാഹചര്യത്തിലും ഒരു സഹായവും വിളിച്ചു ചോദിക്കാൻ ദിവസവും രാവിലെ വൈകിട്ടും ഫോൺ ചെയ്യും. ഞങ്ങൾ പരസ്പരം വചനം സംസാരിക്കും. അവൾക്ക് ധൈര്യം. ഞാൻ ഒരു മാസത്തോളം അവളുടെ ഭർത്താവ് മരിച്ച സമയത്ത് അവരുടെ ഭവനത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ആശ്വാസത്തോടെ അവരുടെ കൂടെ നിന്നു. ആ നന്ദി സ്നേഹവും അവൾ എന്തും കാണിച്ചുകൊണ്ടിരിക്കും. ആ ആ പുള്ളിക്കാരത്തി ഇങ്ങനെ വഴിക്ക് വീണ് കിടക്കുന്നു. ഞാൻ അവളെ പോയി പിടിച്ചെഴുന്നേൽപ്പിക്കണം, അല്ലെ അവള് വീണു പോകുമെന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. അപ്പൊ സമയം 5 മണിയായി രാവിലെ. അപ്പൊ ഞാനും മോനും ഇങ്ങനെ കിടക്കുന്ന അപ്പുറത്ത് ഇപ്പുറത്ത് റൂമില്ല, നടുക്കൊരു വെന്റിലേഷൻ ഉണ്ട്, വിൻഡോ ഉണ്ട്. അവിടുന്ന് ഞാൻ പറഞ്ഞു, മോനെ നീ ആ ഇരിക്കുന്ന മൊബൈൽ ഇങ്ങെടുത്തേ, നമ്മുടെ ആ സഹോദരിക്ക് സുഖമില്ല, അവൾക്ക് തലകറക്കമായി, വഴി വീണെന്നാ കാണുന്നത് എന്ന് പറയുകയും ിലേക്ക് അങ്ങ് വീണു. പക്ഷെ തലകറക്കം വന്നത് എനിക്കാണ്, പക്ഷെ കണ്ടത് ആ സഹോദരിക്കാണ്. പെട്ടെന്ന് തലകറക്കം എന്ന് പറഞ്ഞാൽ ആ പണ്ടുണ്ടായതുപോലെ അതിഭയങ്കരമായ ഒരു തലകറക്കം ഉണ്ടായി. പെട്ടെന്ന് BP ഒക്കെ നോക്കി. ഇവിടെ തന്നെ മോന് വന്ന് BP നോക്കി. ഷുഗർ ഒക്കെ നോർമലാണ്. BP നോക്കിയപ്പോൾ BP ഹൈ ആണ്. പെട്ടെന്ന് വണ്ടിയൊക്കെ വിളിച്ച് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 2 മണിക്കൂർ പോയി കിടന്ന് ഒബ്സർവേഷൻ ചെയ്ത് ഞാൻ തിരിച്ചു വന്നു. അപ്പൊ ഇതിനു മുൻപ് ഈ 10-35 വർഷമായിട്ട്, 32 വർഷത്തിലധികമായി എനിക്ക് ഷുഗർ ആയിട്ട്. അതിൽ 20 വർഷത്തോളം ഞാൻ ഇൻസുലിൻ എടുത്താൽ കഴിഞ്ഞിരുന്നത്. അത് രാവിലെയും വൈകിട്ടും ഒക്കെ ഇൻസുലിൻ എടുക്കണം. 50 യൂണിറ്റ് രാവിലെ എടുക്കും, വൈകിട്ട് 30 എടുക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 20 വർഷത്തോളം ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ഈ രാത്രിയിലെ വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം 1 മണി വരെ, അത് വർഷങ്ങളായിട്ട് അങ്ങനെ രാവിലെ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കാൻ എന്നാൽ നേരത്തെയൊക്കെ എനിക്ക് കസേരയിലൊക്കെ ഇരുന്നായിരുന്നു ഞാൻ പ്രാർത്ഥനയ്ക്ക് കൂടിക്കൊണ്ടിരുന്നത്. കാലിന് വേദന, കൈവേദന, വലിയ പ്രയാസമായിരുന്നു. എന്നാൽ ഈ പ്രാർത്ഥനയും കർത്താവിനോട് ചേർന്നിരിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ കാലിനൊന്നും ഒരു പ്രയാസവും ഇല്ലാതെ കർത്താവ് താഴെ എവിടെയായിരുന്നാലും ഈ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലൊക്കെ താഴെ ഒരു പാവിരിച്ച് അതേലെ മുട്ട് മടക്കിയിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള കൃപ തന്നു. ഇന്ന് സൗകര്യമായിട്ട് എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകാണെങ്കിൽ ഞാൻ താഴെ ഇരുന്നാണ് പ്രാർത്ഥന കൂടുന്നത്. മുട്ട് മടക്കി ഇരിക്കാനൊക്കെ ഉള്ളൊരു ശാരീരിക ബലവും ശക്തിയും എല്ലാം എൻ്റെ കർത്താവ് തന്നു. അനേകം ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന നമുക്ക് ഏറ്റവും ഉറപ്പും ധൈര്യവുമാണ്. അങ്ങനെ ഈ ഇൻസുലിൻ എടുത്തോണ്ട് കഴിഞ്ഞിരുന്ന ഞാന് പിന്നെ നോക്കുമ്പോൾ എനിക്ക് ഷുഗർ കുറവാണ്. രാവിലെ മിക്കവാറും ചെക്ക് ചെയ്യുമ്പോൾ കുറവാണ്. അങ്ങനെ ഞാൻ ഇൻസുലിൻ ബന്ദ് ചെയ്തു. ഇപ്പൊ ഇൻസുലിൻ ഇല്ലാതായിട്ട് 7 മാസം 8 മാസത്തോളമായി. ഇൻസുലിൻ എടുക്കണ്ട, ഷുഗർ നോർമലായിട്ട് നിൽക്കുന്നു. ഒരുവിധം നോർമലായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഒത്തിരി ഭക്ഷണം ഒന്നും പണ്ടത്തെ പോലെ കഴിക്കാറില്ല. എന്നാലും ദൈവത്തിന്റെ കൃപയാല് ഷുഗർ നോർമലായി നിൽക്കുന്നു. ചെറിയ ടാബ്ലറ്റ് കൊണ്ടൊക്കെ, എന്നാലും ഷുഗർ ഹൈ ആകുന്നില്ല, മെയിൻറ്റെയിൻ ആയിട്ട് പോകുന്നുണ്ട്. അതും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി. അത് ഞാനൊരു ദേവദാസന്റെ സാക്ഷ്യം കേട്ടില്ല. ആ ദേവദാസന്റെ എന്റെ ഷുഗർ വരെ മാറിയെന്ന് ആ ദേവദാസൻ പറയുന്നത് കേട്ടു. അപ്പം നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനാ. പണ്ട് കാലത്ത് പൂർവിതാക്കന്മാർക്ക് അവർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങൾ അവരത് വിശ്വസിച്ചത് കൊണ്ട് അവർക്ക് നീതിയായി കണക്കിട്ടു. അതുപോലെ ഞാനും അങ്ങ് വിശ്വസിച്ചു. അതുപോലൊരു വിടുതൽ എനിക്കും വേണം. എത്ര ഹൈ ആയിട്ടിരുന്ന ഷുഗറാണ്. എന്തായാലും ഷുഗറിന്റെ ആ പ്രയാസത്തിൽ നിന്ന് എനിക്കൊരു കൺട്രോൾ ഇൻസുലിൻ എടുക്കാതെ ഞാൻ 6-7 മാസമായിട്ട് കഴിയുന്നു. ശരീരത്തിന് ഒരു പുതുബലം ആരോഗ്യമൊക്കെ കർത്താവ് തന്നു. പിന്നെ അങ്ങനെ ഇപ്പൊ കണ്ണിനെ കുറച്ച് കാഴ്ചയുണ്ട്. അത് ഇതുപോലെ ഞാൻ ഒരു ദിവസം ഒരു പ്രവചന ദൂത് നമ്മുടെ വെണ്ണിക്കുളത്ത് നിന്നാണ് പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ. പാസ്റ്ററുടെ വചനമൊക്കെ ഞാൻ രാവിലെ കേൾക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ അതങ്ങനെ കേൾക്കുമ്പോ പാസ്റ്റർ ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറയുവാണ് അവിടെ
നമ്മുടെ കണ്ണുനീര് ആഹാരമായി തീരണം. കൂടെ വന്ന് അത് വായിലേക്ക് വീഴും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, അതെങ്ങനെയാ പാസ്റ്റേ കണ്ണുനീരിങ്ങനെ കവിളിലൂടെ ഒഴുകി താഴേക്കല്ലേ പോകുന്നേ എന്ന് പറയുകയും എൻ്റെ കണ്ണ്, അത് ഇടത് കണ്ണ്, ഒട്ടും കാഴ്ചയില്ലാത്ത കണ്ണ്, ഇടത് കണ്ണ്. വലത് കണ്ണിന് കുറച്ച് കാഴ്ചയുണ്ട്, ഒരു 10% ഒക്കെ ഉണ്ട്. ഈ ഇടത് കണ്ണ് തള്ളി തുറന്ന് ഒരു മുത്തു പോലെ വലിയൊരു കണ്ണുനീർത്തുള്ളി ഇങ്ങനെ ഒഴുകി എൻ്റെ കവിള് ഈ മൂക്കിന്റെ ലെവലിന്റെ ആ മധ്യഭാഗത്ത് കവിളത്ത് വന്ന് നിന്നേച്ച് അത് പാർലറായിട്ട് മൂക്കിന്റെ നടുഭാഗത്ത്, അത് ലിപ്സിന്റെ നേരെ മധ്യഭാഗത്തേക്ക് അത് ഒഴുകി വന്നു. പാർലറായിട്ടാണ് ഒഴുകുന്നത്. അത് അവിടെ ഒഴുകി വന്ന് അത് നേരെ വായിലേക്ക് വീണു. ഇങ്ങനെയും സംഭവിക്കുന്നൊരു ശബ്ദം കൂടെ. കർത്താവെ, ഞാൻ നടുങ്ങിപ്പോയി. എൻ്റെ കർത്താവ്, എൻ്റെ മനസ്സിന്റെ ചിന്തകൾ പോലും. അപ്പൊ നമ്മള് ആത്മാർത്ഥമായിട്ട് കർത്താവിനെ സ്നേഹിക്കുകയോ സേവിക്കുകയോ ദൈവത്തോട് അടുത്തിരിക്കുകയോ ചെയ്താൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കരം പിടിച്ച്, നമ്മുടെ ഹൃദയം കണ്ട്. അപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുക, ഇത്രയും കോടി ജനങ്ങൾ ഈ ദേശത്തുണ്ട്. ആ ഇത്രയും ജനങ്ങളുടെ മധ്യത്തിലാണ് ഈ കർത്താവ് ഈ ഏഴയായ എന്നെയും എൻ്റെ കർത്താവ് കണ്ട് എനിക്ക് ഈ വിടുതൽ തരുന്നത്. ഈ കണ്ണിന്റെ പ്രയാസം ഉള്ളതുകൊണ്ട് പല സാധനങ്ങളും ഞാൻ എടുത്ത്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് കണ്ണു തുറന്നു, ഇങ്ങനെ കണ്ണുനീര് വായിൽ വന്ന് വീണു. ഈ ശബ്ദം കേട്ടു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഉറപ്പും ധൈര്യവും. ഓരോ ദിവസവും പ്രാർത്ഥിക്കാൻ സമയം പോരാത്ത അവസ്ഥയിലേക്ക് വന്നു. എപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അടുക്കളയിലും ഒക്കെ നിൽക്കുന്ന കർത്താവിനെ വിളിക്കും, പ്രാർത്ഥിക്കും. ഓരോന്ന് ചെയ്യുമ്പോഴും അത് ഈ നമ്മൾ സാക്ഷ്യം കേൾക്കുന്ന നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്, വിടുതലാണ്, നമുക്ക് ഉറപ്പാണ്, ധൈര്യമാണ്. നമ്മളുടെ ദൈവം എല്ലാവരുടെയും ദൈവമാണ്, അത് നമ്മളുടെയും ദൈവമാണ്. നമുക്ക് ആ ഉറപ്പ് ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. ഓരോ ഈ ആസാദി ടിവിയിലെ പല സാക്ഷ്യങ്ങളും ഭയങ്കര ഉറപ്പും ധൈര്യവും തരുന്നത്. ഇപ്പൊ എല്ലാവരുടെയും പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, എന്നാലും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എത്രമാത്രം ഭാരവും പ്രയാസമോ അവരുടെ ഭാരങ്ങളും കഷ്ടതകളും അവർ കടന്നു വന്ന വഴികളും ഒക്കെ ചിന്തിക്കുന്ന ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒന്നുമല്ല. ഒന്നുമില്ല. ഒന്നുമല്ലേലും നമുക്ക് നല്ലൊരു ശരീരം, കയ്യ്, കാല്, കണ്ണ് എല്ലാം തന്ന് കർത്താവ് നടത്തുമല്ലേ. അപ്പൊ ഇതൊന്നുമില്ലാത്ത ഈ പോരായ്മകളൊക്കെ ഉള്ളവരെ കർത്താവ് നടത്തി വിടുവിച്ചു. അപ്പൊ നമ്മൾ എത്രമാത്രം കർത്താവിനെ സ്തുതിക്കണം. ഓരോ പ്രഭാതവും ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്വോത്രം പറഞ്ഞാണ് താഴേക്ക് കാല് വെക്കുന്നത് തന്നെ. അത്രത്തോളം എൻ്റെ കർത്താവിനോട് ചേർന്നിരിപ്പാന് കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഹസ്ബൻഡ് പോയതിന് ശേഷം ഞങ്ങൾ ഒരു ചെറിയ സ്ഥലം മേടിക്കാനിടയായി. ഇവിടെ ഞങ്ങൾ ഹസ്ബൻഡ് പോകുമ്പോൾ 33 വർഷമായിരുന്നു ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിട്ട്. ഞങ്ങൾക്കൊരു ഭവനമില്ല നാട്ടിൽ. നമുക്ക് മറ്റേ സാഹചര്യമൊന്നുമില്ല. 2 ഭവനത്തിൽ, എൻ്റെ ഭവനത്തിലുമില്ല. എൻ്റെ ഭവനം വിറ്റ് ആ പൈസ 8-10 ലക്ഷം രൂപയോളം മുടക്കിയാണ് ആങ്ങളയുടെ നാവിന്റെ സർജറി ചെയ്ത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടാൻ സാധിച്ചില്ല. ഹസ്ബൻഡ് വീട്ടിലും ഇല്ല. അങ്ങനെ ഒരു വീട് വെക്കണം എന്നുള്ള ഐഡിയയിലാണ് ഞങ്ങൾ ഗ്രേറ്റർ നോയിഡയിലേക്ക് പോയത്. അവിടെ പോയിട്ടും അതും നടന്നില്ല. എന്നാലും ആ സമയത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ആ പാസ്റ്റർ താമസിക്കുന്നിടത്ത് ഇങ്ങനെ സ്ഥലമുണ്ട് എന്നൊക്കെ കേട്ട് അവിടെ പോയി ഒരു സ്ഥലം എടുക്കണം. അപ്പൊ അന്നേ പറയുമായിരുന്നു, നമ്മളൊരു സ്ഥലം എടുത്ത് ഒരു വീട് വെക്കുവാണ്. ഞങ്ങൾ 2 പേരും ഉള്ള സമയത്ത് ഇങ്ങനെ തീരുമാനിക്കുമായിരുന്നു ആരാധന നടത്തണം എന്നൊക്കെയാണ്. എന്നാൽ ആ സ്ഥലം എടുത്തു ഞങ്ങള്. പിന്നെ അതിന്റെ രജിസ്ട്രേഷൻ നടന്നിട്ടില്ല, പവർ ഓഫ് അറ്റോർണിയേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ അവിടെ ഒരു ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടു, പിന്നെ തറ പില്ലർ വാർത്തു. അതിപ്പം 22 ഏപ്രിൽ മാസത്തിൽ അത് ചെയ്ത് തീർത്ത്. അതിനുശേഷം മുന്നോട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആ കാര്യങ്ങൾ ഇന്നും അത് പെൻഡിങ്ങിലായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പലരും സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ ഈ സാഹചര്യത്തിൽ എനിക്കൊരു ജോലിക്ക് പോകാനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയത്തില്ല. പിന്നെ മോന് ഇപ്പൊ ജോലി ഉണ്ട്. അവന്റെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം മോനാണ് നോക്കുന്നത്. അവന് വിവാഹപ്രായമൊക്കെ ആയി. അവന്റെ ഒരു വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ രണ്ടാമത്തെ ചേച്ചി എന്ന് ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയി. അവർക്ക് ഒരു മോനുണ്ട്. ആ മോന് 3 മക്കള്, അനുഗ്രഹിക്കപ്പെട്ട മക്കള്. ആ കുഞ്ഞുങ്ങളെ കണ്ടാല് നല്ല സൗന്ദര്യമുള്ള 3 കുഞ്ഞുങ്ങളാ. അതിലെ മൂത്ത മോനാണ് ആരോൺ എന്നാണ് പേര്. അവന് ഒരു 6 മാസം മുൻപ് പെട്ടെന്ന് അവന് സ്കൂൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 12 വയസ്സുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവനന്ന് സ്കൂളിൽ ബാഗ് വിട്ടു പോയപ്പോൾ അവന്റെ പുറത്ത് ഭയങ്കര വേദന അനുഭവപ്പെട്ട് ടീച്ചറിനോട് പറഞ്ഞു വേദനയാണെന്ന്. അങ്ങനെ ടീച്ചർ പെട്ടെന്ന് അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട്. ഇവർ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്ത് CT ഒക്കെ എടുത്തപ്പം അവർ പറഞ്ഞു ലെൻസിൽ
പ്രോബ്ലമാണ്. പിന്നെ അത് മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി MRI ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞു ക്യാൻസർ ആണെന്ന്. ഇപ്പൊ RCC-യില്, ട്രിവാൻഡ്രത്ത് RCC-യില് അവർ 6 മാസമായിട്ട് ട്രീറ്റ്മെന്റാണ്. അവിടെ താമസിക്കുകയാണ് ആ കുഞ്ഞിന്റെ അപ്പനും അമ്മയും. പിന്നെ വല്യപ്പനും വല്യമ്മയാണ്. അതിന്റെ ഇളയ 2 കുഞ്ഞുങ്ങളാണ്. അത് എന്റെ ചേച്ചിന്റെ ഏട്ടനുമാണ്. ഇളയ 2 കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അവര് വയനാട്ടിലാണ് താമസിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം ആ കുഞ്ഞ് ആരോൻ, അവന് വേണ്ടിയിട്ട് എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. 8 കീമോതെറാപ്പി കഴിഞ്ഞു. പക്ഷെ ഓരോ കീമോതെറാപ്പിയും കഴിയുമ്പോൾ വലിയ പ്രയാസം കുഞ്ഞിനുണ്ട്. ഇപ്പൊ അവര് 40 റേഡിയേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ആ റേഡിയേഷനൊക്കെ കഴിയുമ്പോൾ കുഞ്ഞിന്റെ ഒക്കെ ഉള്ള ശക്തിയും ബലവും അവന് ലഭിക്കണം. ഈ എന്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായിട്ട് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പിന്നെ 1-2 ചെറിയ ചെറിയ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് ഒന്നുകൂടി ഞാനൊന്ന് പറയാം. ഒത്തിരി അത്ഭുത പ്രവൃത്തികൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഒരു അസുഖമോ രോഗമോ വന്നാല് ആ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ കൈ വെച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് സൗഖ്യമാണ്. കാലുവേദനയാണേലും തലവേദനയാണേലും ദൈവത്തിന്റെ അത്ഭുത കരം എന്നോട് കൂടെ ഇരുന്ന് ഓരോ ദിവസവും എന്നെ നടത്തുന്നു. അതുപോലെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ. ഒരു പട്ടി ഡോറ് തുറന്നു തന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ഒരു ഗേറ്റിന്റെ മുമ്പിൽ പോയി രാത്രിയിൽ നിൽക്കുകയാണ്. ആ ഗേറ്റ് ലോക്ക് ചെയ്യുന്നതൊന്നും എനിക്കറിയത്തില്ല. ഗേറ്റ് അവിടെ ഉണ്ടോന്ന് അറിയത്തില്ല. എപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അപ്പൊ അന്ന് അവിടെ എനിക്ക് രാത്രിയിൽ അവിടെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കും 2-3 പട്ടികൾ കുരച്ചോണ്ട് ഓടി വന്നു. ഞാനിങ്ങനെ കൈ ഞൊടിച്ചപ്പോൾ അവരങ്ങ് ശാന്തമായി. പിന്നെ ഈ വലിയ ഗേറ്റിന് ഒരു കൊച്ചു ഡോറുണ്ട്. ആ ഡോറ് തുറക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച് നടക്കുമ്പോഴേ ഈ ഡോറ് കാണുന്നില്ല. അപ്പൊ അതിലൊരു ഇച്ചിരി വലുത് ഒരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടി ഓടി വന്ന് ഈ കൊച്ചു ഗേറ്റ് എനിക്ക് തുറന്നു തന്നു. ഇതൊരിക്കൽ ഞാൻ സാക്ഷ്യമായിട്ട് ഒരു ചർച്ചിൽ ഇത് പറയാനിടയായി. പക്ഷെ ആ ചർച്ചിൽ ഒരു വ്യക്തികൾക്ക് അതൊരു വിശ്വാസമായിട്ടോ ആ പാസ്റ്റർക്ക് പോലും അതൊരു വിശ്വാസമായിട്ട് തോന്നിയില്ല. ഞാൻ വിചാരിക്കുക എന്റെ കർത്താവ് എന്നെ കാണിച്ചത് ഞാൻ പറഞ്ഞു. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ. നമുക്ക് ദൈവം തന്ന നന്മ, ദൈവത്തിന്റെ അത്ഭുത സാക്ഷ്യം പറയുവാൻ എന്തൊരു അനുഭവം ഉണ്ടെങ്കിലും ഞാൻ ഈ സാക്ഷ്യമായിട്ട് പറഞ്ഞില്ലല്ലോ, എല്ലാവരും ഒന്നും വിശ്വസിക്കത്തില്ല. എന്നാലും എനിക്ക് വിശ്വസ്തരായ ചിലരുണ്ട്, പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവർ. അവരോട് ഞാൻ ഈ കാര്യങ്ങൾ പറയും. അതും എൻ്റെ മനസ്സിന് ഒരു വലിയ ധൈര്യമാണ്. ഏത് സാഹചര്യത്തിലും, ഏത് പ്രതികൂലത്തിലും, ഏത് പ്രതിസന്ധിയിലും എൻ്റെ കരം പിടിച്ച് നടത്തുന്ന എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അനേകം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ പറയാനുണ്ട്. ഈ കണ്ണിന് കാഴ്ച പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഓരോ സാധനം അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവയ്ക്കും. എന്നാലും അത്ര പെട്ടെന്ന് ക്ലിയർ അല്ല. എന്നാൽ ആ സെക്കൻഡിൽ എന്നോട് പറയും ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടെന്ന്. ഞാനത് ഓടിപ്പോയി അവിടെ നിന്ന് എടുക്കും. അപ്പൊ ഞാൻ ദൈവത്തെ കരം ഉയർത്തി അവിടെ നിന്ന് സ്തുതിക്കും. എൻ്റെ കർത്താവ് എത്ര വലിയവനാണ്, എത്ര വിശ്വസ്തനാണ്, ഇത്രത്തോളം എന്നെ കരുതുവാൻ ഞാൻ എന്തുള്ളൂ എന്ന് ഞാൻ ഓർത്ത് ദൈവസന്നിധിയില് പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി സമയമായി. ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ നിർത്തട്ടെ പാസ്റ്ററെ. ഞാൻ കൂടുതൽ ഒന്നും ഇനിയും പറയുന്നില്ല. ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയട്ടെ. പാസ്റ്റർ ഇത്രത്തോളം സമയം അനുവദിച്ചു തന്നു. അതുപോലെ പാസ്റ്റർ അമ്മ ലിസിയാൻറ്റിക്കും മക്കൾക്കും ഷാൻഡി സിസ്റ്ററിനും ഒക്കെ എൻ്റെ സ്നേഹ അന്വേഷണം അറിയിക്കണം. വളരെ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒന്ന് കണ്ട് സംസാരിക്കാനൊക്കെ ഇടയായി. അതിന് ഒത്തിരി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു ഭവനം അതൊന്ന് പണി തീർക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ദൈവം വിശ്വസ്തനാണ്. ദൈവം അതൊരു മനുഷ്യരോട് ഇന്നത് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയണ്ടെന്ന് എന്നോട് പറഞ്ഞു. മിണ്ടാതിരുന്ന് നീ അറിഞ്ഞു കൊടുക്കാന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ആരോടും ഈ കാര്യം പറയാറില്ല. എന്നാലും എൻ്റെ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി കാണേണ്ടതിന് ഞാൻ ദൈവസന്നിധിയിൽ താഴ്മയോടെ ആയിരിക്കുന്നു. ആ വിഷയത്തെ ഓർത്തും പ്രാർത്ഥിക്കണം, മകനെ ഓർത്തും പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളാണ് കേട്ടത്. കർത്താവ് നടത്തിയ വിധങ്ങൾ. ബാബുചാൻ്റെ വിയോഗത്തിന് ശേഷം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ പാസ്റ്ററെ. പറഞ്ഞോട്ടെ. ബാബുചാന്റെ കുടുംബത്തെ പറ്റി പറയുമ്പോഴേ അവിടെ വല്യപ്പച്ചൻ, വല്യമ്മച്ചി, അപ്പൻ, അമ്മ, സഹോദരിമാർ 6 പേരും. ഇവര് 2 സഹോദരന്മാരുമായിരുന്നു. മൂത്തത് ബാബുചാനാണ്. അതിന്റെ ഇളയത് സഹോദരൻ സണ്ണി ഇപ്പം പാസ്റ്ററാണ്. കുടുംബമായിട്ട് അവര് ശുശ്രൂഷയിലായിരിക്കുന്നു. 2 സഹോദരിമാരും അവരുടെ ഹസ്ബൻഡുമാരും ശുശ്രൂഷയിലാണ്. പിന്നെ ഒരു സഹോദരി മരിച്ചുപോയി. ബാക്കി വല്യപ്പച്ചനും വല്യമ്മച്ചി, അച്ചായനും അമ്മയും മരിച്ചുപോയി. അതുപോലെ എൻ്റെ ഭവനത്തിലും ഇനി എനിക്ക് 2 സഹോദരിമാർ മാത്രമേ ഉള്ളൂ. സഹോദരൻ മരിച്ചുപോയി. പിന്നെ അവർ 2 പേരും അവരുടെ കുടുംബവും കുഞ്ഞുങ്ങളോ കൊച്ചുമക്കളോ ഒക്കെ ആയിട്ട് 2 സഹോദരിമാരും കഴിയുന്നു. ഞങ്ങള് ഇവിടെ ആയിരിക്കുന്നു. സ്തോത്രം. സണ്ണി പാസ്റ്ററെ 1-2 പ്രാവശ്യം ഞാൻ ഈ ഇടയ്ക്ക് സംസാരിച്ചിരുന്നു.
ദൈവം നിങ്ങളെല്ലാവരെയും നടത്തട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ബാബുച്ചാൻ്റെ ആ ഒരു വിയോഗത്തിന് ശേഷം പ്രിയ അനിമാമയായിട്ട് സംസാരിക്കുമ്പോൾ അന്നേരം കണ്ണ് കാണാൻ വയ്യാതൊക്കെ ഇരിക്കുകയാണ്, കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞിരിക്കുക. എന്നാൽ പിന്നീട് കഴിഞ്ഞിടയ്ക്ക് ഒരു വാക്കും കൂടെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ വളരെ ഭാരത്തിലാണ്. ഒരു മാസം മുൻപ് ഞാനിവിടെ ഈ കട്ടിലിൽ എഴുന്നേറ്റ് വളരെ ഭാരപ്പെട്ട് കണ്ണുനീരോടെ ഇരിക്കും. ഒരു വലിയ പ്രയാസം എൻ്റെ മനസ്സിൽ കടന്നു വന്നു. ഇത് ചെയ്യണമെന്ന് ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് പാസ്റ്ററുടെ കോള് വന്നത്. വളരെ നാളായി അമ്മാമ്മയെ വിളിച്ചിട്ട് ഒന്ന് വിളിക്കണമെന്ന്. എൻ്റെ കർത്താവ് ശരിക്കും വരണ്ട നിലത്ത് നീരുറവ് എന്ന പോലെ പാസ്റ്ററുടെ ആ കോള് വന്നത് എൻ്റെ മനസ്സിന് സ്വസ്ഥതയും സമാധാനം വന്നു. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ദൈവ ശബ്ദങ്ങളും പറയാനുണ്ട്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം നിർത്തുക. അതെ അതെ അമ്മാമേ, ഞാൻ അന്ന് വിളിച്ചപ്പോൾ അമ്മാമയ്ക്ക് വലിയ ആശ്വാസമായി. കാരണം പലപ്പോഴും ദൈവം അങ്ങനെ ചെയ്യുന്നത്, നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് ആരെങ്കിലും ഓർപ്പിച്ച് നമ്മളെ ഫോൺ ചെയ്യിക്കുക. ഞാൻ ഓർക്കുന്നുണ്ടെന്ന് പെട്ടെന്ന് എനിക്ക് തോന്നി അനിമാമയെ വിളിക്കണമെന്ന് വിളിച്ച് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാനിട വന്നു. അപ്പം ഞാൻ പിന്നീട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ അമ്മാമ പറഞ്ഞു കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി, ദൈവത്തിൻ്റെ സ്തോത്രം. അതുപോലെ പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ, പിന്നെ കുഞ്ഞ് ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ ചിക്കൻ ബോക്സ് വന്നു, അതിനെ അബോർട്ട് ചെയ്യണം എന്നൊക്കെ ഡോക്ടേഴ്സ് വിധി എഴുതി. ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടായത്. ഞങ്ങളുടെ ഡാനിമോൻ്റെ പിന്നെ 2 മാസം അവനെ ഉദരത്തിലുള്ളപ്പോഴാണ് ചിക്കൻ ബോക്സ് വന്നത്. അബോർട്ട് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ അവന് വലതുകാലില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ഒരു ദൈവദാസി പ്രവചിച്ച് അവന് വലതുകാലില്ലെന്ന്. എന്നാൽ ഉദരത്തിൻ്റെ അകത്ത് ദൈവം വലതുകാലിനെ സൃഷ്ടിച്ച്. ഞങ്ങൾ ഫാമിലി ടൈമിൽ ആ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ദൈവം അത്ഭുതങ്ങൾ ഇന്നും ചെയ്യുന്നവനാണ്. അതുപോലെ തന്നെ അനിമാവ് പറഞ്ഞു ഇൻസുലിൻ നിർത്തൽ ചെയ്തെന്ന് പറഞ്ഞു. ഇന്ന് ഇൻസുലിൻ ഉപയോഗിക്കാതെ ഷുഗർ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവന്നു. ഷുഗർ കർത്താവ് സൗഖ്യമാക്കും. എൻ്റെ മമ്മിയുടെ അനുഭവ സാക്ഷ്യമാണ്. മമ്മി 20 വർഷം ഇൻസുലിൻ എടുക്കുമായിരുന്നു. 20 വർഷം ഇൻസുലിൻ എടുത്ത് മമ്മിയുടെ 2 വിരലുകൾക്കിടയിലായിട്ട് ഒരു വലിയ ഗാൻഗ്രെയിൻ ഉണ്ടായി. മമ്മി മസ്കറ്റിലിരിക്കുമ്പോൾ മമ്മിയെ ബോംബെയിൽ കൊണ്ടുവന്നു. ബോംബെയിൽ ഞാനൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ കണ്ടുടനെ പറഞ്ഞു ആ 2 വിരലും മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞു. ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഒരാഴ്ച സമയം തരാൻ പറഞ്ഞു. ഒരാഴ്ച ഞങ്ങൾ ചർച്ചായിട്ട് ഉപവാസ പ്രാർത്ഥന നടക്കുക. 7 ദിവസം ഫാസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ മമ്മിയുടെ കാല് കരിഞ്ഞെന്നുള്ളത് മാത്രമല്ല, മമ്മിയുടെ ഷുഗർ നോർമലായി. ഇൻസുലിൻ അതിനുശേഷം ഇന്ന് വരെ 8 വർഷമായി ഇൻസുലിൻ ഉപയോഗിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഷുഗർ ദൈവം 7 മാസമായിട്ട് ഇൻസുലിൻ എടുക്കുന്നില്ല. കർത്താവിന്റെ കൃപയാല് ദൈവം അത്ഭുതമായിട്ട് നടത്തുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ദൈവനാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ബാബുച്ചാനെ എവിടെ പോയി ഒരു പാസ്റ്ററെ കണ്ടാലും കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരും. ഞങ്ങൾ അരി മേടിക്കാൻ വെച്ചിരിക്കുന്ന പൈസ ആണെങ്കിലും പാസ്റ്റർക്ക് കൊടുക്കും. അതുപോലെ അനേക സഹോദരങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ജോലി മേടിച്ചു കൊടുത്ത് ഒക്കെ ചെയ്തു. അന്നത്തെ ആ കരുണയാണ് പാസ്റ്ററെ. ഇന്ന് സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെ ഞെരുക്കത്തിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ കർത്താവ് ഭക്ഷണത്തിന് മുട്ടുവരുത്തിയിട്ടില്ല. ഒരു ഗ്യാസ് ബുക്ക് ചെയ്യണമെങ്കിൽ പോലും ആ സമയത്ത് തക്ക സമയത്ത് അത്ഭുതമായിട്ട് നടത്തുന്നു. ആ സമയത്ത് ആ പൈസ ഞങ്ങൾക്ക് കയ്യിൽ എത്തുമെന്നുള്ളതാണ്. അതൊക്കെ പറഞ്ഞാലും മറ്റുള്ളവർക്ക് അത് വിശ്വസിക്കാം. അത്രമാത്രം കരുതലില്ല കർത്താവ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്ത മാമ, എനിക്കറിയാം ഒത്തിരി കാര്യങ്ങൾ ഇനിയും ജീവിതാനുഭവങ്ങളുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുരുക്കമായിട്ട് അമ്മാമയ്ക്ക് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ചുരുക്കമായിട്ട് ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനെ സ്വർഗീയ നല്ല കർത്താവേ, നല്ല പ്രഭാത സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ ഇത്രത്തോളം ഒരു സാക്ഷിയായി കടന്നു വരുവാൻ എൻ്റെ കർത്താവ് എനിക്ക് തന്ന നല്ല സമയത്തെ ഓർത്ത് സ്തുതിക്കുന്നു. അതിലുപരിയായി ഈ സാക്ഷ്യം കേൾക്കുന്നവര് നമ്മുടെ കർത്താവ് എന്നും ജീവിക്കുന്നു എന്ന് അവർക്ക് ഒന്നുകൂടി ഉറപ്പും ധൈര്യവും വരത്തക്ക വിധത്തില് കർത്താവെ മുന്നോട്ട് വരുവാൻ അവരെ സഹായിക്കണം. ഭാരം, പ്രയാസം, മറ്റുള്ളവരുടെ പ്രയാസവും കഷ്ടതയും ഒക്കെ കാണുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ നിസ്സാരമെന്നെണ്ണുവാൻ, നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് മറ്റുള്ളവരെ കാണുവാൻ, നമ്മളെ പഠിപ്പിക്കുവാൻ, കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നാൽ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. ദൈവത്തിന്റെ അത്ഭുത കരം കണ്ട് ഓരോ സ്റ്റെപ്പ് വയ്പ്പാൻ ഓരോ ദിവസവും കർത്താവ് ഒരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവ് ഈ സാക്ഷ്യം കേൾക്കുകയും ഇതിലൂടെ അനേക സാക്ഷ്യങ്ങൾ അനേകർക്ക് ആശ്വാസവും ഉറപ്പും ധൈര്യവും വരുത്തുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇടയായി. പ്രത്യേകാൽ പിന്നെ പാസ്റ്റർക്കും കുടുംബത്തിനും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഒരു സാക്ഷ്യം, ഇങ്ങനെ ഒരു ചാനലുമായി ഒരു രംഗത്ത് വരുവാനും, ഇത് ലോകത്തിന്റെ അറ്റത്തോളം നമ്മളിതൊക്കെ ഇമാജിൻ ചെയ്യാതെ നമുക്ക് കർത്താവ്
നമ്മുടെ ചിന്തയിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും ഉള്ള കൃപ തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഈ ചാനലിനെ അനുഗ്രഹിക്കണം, അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരുവാൻ സഹായിക്കണം. കർത്താവെ, പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസം കാവൽ നാം എല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ സിസ്റ്റർ ആനി മാത്യു തൻ്റെ കുഞ്ഞുങ്ങൾ തൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളുടെ മേലും ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും. മടക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ അനുമാമയോടുള്ള നന്ദി പറയുന്നു. ഒരു കാര്യം കൂടെ പറയണം, ഞാൻ വിട്ടുപോയതാണ്. അതായത് കണ്ണിൻ്റെ കാഴ്ചയില്ലാതിരിക്കുമ്പോൾ കണ്ണിൻ്റെ കാഴ്ചയില്ലാത്ത ഒരു സഹോദരിയുടെ സാക്ഷ്യം കേട്ട് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകൾക്കകത്തൊരു ചലനമുണ്ടായി. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരും. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഇത് വലിയൊരു ആത്മിക പാഠം ഈ സാക്ഷ്യത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സ്പിരിച്വൽ ലെസണാണ്, ഒരു പാഠമാണ്. ദൈവം വളരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.